അസ്സലാമു അലൈക്കും. അനസ് മൗലവി ഒരു വെല്ലുവിളി നടത്തിയതായി കേട്ടു. ആ വെല്ലുവിളി എനിക്ക് കേൾക്കാൻ കഴിഞ്ഞില്ല, അതുകൊണ്ടൊന്ന് ആവർത്തിക്കണം. ഞാൻ വെല്ലുവിളിച്ചു എന്നുള്ളത് ഡോക്ടർ സുബൈർ സാഹിബ് പറയുന്ന ഒരു തെറ്റായ പരാമർശമാണ്. ഞാനല്ല വെല്ലുവിളിച്ചത്, നിങ്ങളാ വെല്ലുവിളിച്ചത്. നിങ്ങളൊരു കർട്ടനിട്ട് അതിൻ്റെ പുറകിൽ മുന്നിലൊരു ക്യാമറാമാനെയും വെച്ച് അതിനിടയ്ക്കിരുന്ന് ഒരു വെല്ലുവിളി നടത്തി. അതായത് അനസ് വരെ ചികിത്സയ്ക്ക് എൻ്റെ അടുക്കൽ ആളെ കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങൾ പറഞ്ഞ പരാമർശമാണ്. നിങ്ങളെ ഞാൻ വിളിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. 2, നിങ്ങളെ കൊണ്ടുപോയി ആക്കിയിട്ടുമുണ്ട്. 3, ഞാൻ സിഹിർ ചെയ്തിട്ടുണ്ട്. അത് മറ്റേ ഇലയിലോ മറ്റൊക്കെ സിഹിർ ചെയ്തു എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെയുള്ള പരാമർശങ്ങൾ നടത്തി അർദ്ധസത്യവും അസത്യവും കൂട്ടിക്കലർത്തി നിങ്ങൾ നടത്തിയ പരാമർശങ്ങൾ അത് യൂട്യൂബിലൂടെ പ്രചരിപ്പിക്കപ്പെട്ടു. എന്ന് മാത്രമല്ല, അതിൽ നിങ്ങൾ പറയുന്ന അവസാനിപ്പിക്കുന്ന ഒരു പരാമർശം, ഞാൻ നാട്ടിലേക്ക് പോകുന്നുണ്ട്, എന്നിട്ട് ഞാൻ അനസിൻ്റെ അടുക്ക് ചെല്ലുന്നുണ്ട്, ഞാൻ സംസാരിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ പറഞ്ഞു. നിങ്ങൾ നാട്ടിൽ വന്നിട്ട് കുറച്ച് ദിവസമായെന്ന് ഞാൻ അറിഞ്ഞു, പക്ഷേ എൻ്റെ അടുക്ക് നിങ്ങൾ വന്നിട്ടില്ല. ഞാൻ കാഞ്ഞിരമുറ്റത്ത് വന്നു, ഞാനിവിടെ ഉണ്ട്. അപ്പോൾ ഞാനിവിടെ ഉണ്ട് എന്ന വിവരം ഞാനിവിടെ പരസ്യമായി പറഞ്ഞു. എനിക്കറിയാം നിങ്ങളിവിടെ ഉണ്ട്, ഇവിടെ കേൾക്കാൻ ഇവിടെ ഉണ്ടാവും, എനിക്കറിയാം. അപ്പോൾ അത് ഒരുപാട് ആളുകൾക്കിടയിൽ ഇവിടുത്തെ ജിന്നുവാദികൾ പ്രചരിപ്പിക്കുകയും ഞാനും താങ്കളുമായി ബന്ധപ്പെട്ട വിഷയത്തെ സംബന്ധിച്ച് തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഹല്ല് ചെയ്യൽ എൻ്റെ ആവശ്യമാണ്, അതിനുള്ള അവസരമാണ് നിങ്ങൾക്ക് തരുന്നത്. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഒന്നാമതായിട്ട് അനസ് മൗലവി പറഞ്ഞത്, ഞാൻ ഈ പരിപാടി കേട്ടു, അള്ളാഹുവാണ് സത്യം, ഈ പരിപാടി കേൾക്കാൻ ഞാൻ ഉണ്ടായിരുന്നില്ല. ഞങ്ങളുടെ പള്ളിയിലൊരു ക്ലാസ് ഉണ്ടായിരുന്ന ക്ലാസ്സിലായിരുന്നു. നമസ്കാരം കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴാണ് വെല്ലുവിളിയെക്കുറിച്ച് ആളുകൾ പറഞ്ഞത്. ഇനി മൗലവി പറഞ്ഞത് പച്ചക്കള്ളമാണ്. അള്ളാഹുവാണ് സത്യം, അള്ളാഹുവാണ് സത്യം, അള്ളാഹുവാണ് സത്യം. എന്നെ മൗലവി തൻ്റെ കാറിൽ കയറ്റി വീട്ടിൽ കൊണ്ടുപോവുകയും ഒരു പെൺകുട്ടിയെ മൗലവിയുടെ മുന്നിൽ വെച്ച് ചികിത്സിക്കുകയും ചെയ്തു. തിരിച്ച് എന്നെ മൗലവി വീട്ടിൽ കൊണ്ടുപോയാക്കി. ആ പോരുന്ന വഴിക്ക് മൗലവി ജാഹിലിയ കാലത്ത് ചെയ്ത സിഹറുകളെക്കുറിച്ചും ഭാര്യ പ്രേമിച്ച ആണിനെയും പെണ്ണിനെ ഇണക്കാൻ വേണ്ടി ആലിൻ്റെ ഇലയിൽ സിഹർ ചെയ്തതും, ഒരില ആ പെണ്ണിൻ്റെ വീട്ടിലും ഒരില ആണിൻ്റെ വീട്ടിലും കൊണ്ട് ഇട്ടതും, ദിവസങ്ങൾക്ക് ശേഷം ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ വന്നിട്ട് അത് സഫലമായി അവർ രണ്ടുപേരും ഒളിച്ചോടിയ കാര്യമെല്ലാം പറയുകയും, അതുപോലെ മൗലവി സിഹറിന് ഉപയോഗിച്ചിരുന്ന പുസ്തകം വേറൊരാൾ കൊണ്ടുപോയ കാര്യം, ഇതെല്ലാം എനിക്ക് വിവരിച്ചു തന്നു. ഇത് സത്യമാണ്. ഇതാണ്. ഇനി പിന്നെ മറുപടി പറയട്ടെ, അവിടെ നിൽക്കാം, അവിടെ ഇങ്ങനെയാണ് ഹല്ല് ചെയ്യേണ്ടത്. ഇപ്പോൾ ഇദ്ദേഹം പറയുന്നത് അള്ളാഹു സാക്ഷി, അള്ളാഹു സാക്ഷി, അള്ളാഹു സാക്ഷി അല്ലേ ആദ്യം പറഞ്ഞത്. ഇനി ഞാൻ പറയുന്ന കാര്യത്തിന് അള്ളാഹു സാക്ഷി, അള്ളാഹു സാക്ഷി, അള്ളാഹു സാക്ഷി. എന്താ സംഭവിച്ചത്? NDF-ന്റെ ഒരു പ്രവർത്തകൻ ഇന്നും മരിച്ചിട്ടില്ല, സൗദി അറേബ്യയിലുണ്ട്. നിങ്ങൾ നിഷേധിച്ചാൽ ഞാൻ ഹാജരാക്കി തരും. ആ NDF-ന്റെ ഒരു പ്രവർത്തകന് തൻ്റെ സുഹൃത്തിൻ്റെ ഭാര്യയ്ക്കുണ്ടായ അവസ്ഥ, എനിക്കിപ്പോൾ ആ ആളുടെ പേര് നിങ്ങളുടെ മുന്നിൽ വെളിപ്പെടുത്താൻ പ്രയാസമുണ്ട്, എന്നാലും ഞാൻ വെളിപ്പെടുത്തും, താങ്കൾ നിഷേധിച്ചാൽ. കാരണം എന്താ പറയുക, ഇവരുടെ അടുക്കൽ ചികിത്സയ്ക്ക് വരുന്ന ആളുകൾ പേടിക്കണം. കാരണം ഇവരുടെ അടുക്കൽ ചികിത്സയ്ക്ക് പോയാൽ പിന്നെ അയാൾ മാനസിക രോഗിയാണ്. ഒരു പെണ്ണുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ഇവരൊക്കെ ചികിത്സയ്ക്ക് പോയാൽ പിന്നെ മാനസിക രോഗം അയാൾക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കണം നമ്മൾ. ആ കൊല്ലത്തിലുള്ളത് ആയിക്കോട്ടെ, ആൾ ഇന്നും ജീവിച്ചിരിപ്പുണ്ട്, ഇവിടെ അടുത്ത ജില്ലയിൽ തന്നെ ഉണ്ട്, മരിച്ചിട്ടില്ല. ഒരു കല്യാണത്തിന്റെ അന്ന് അവർക്ക് ബാധിച്ച ഒരു പ്രയാസം, തല തരിച്ചിട്ട് ബോധം പറയുന്നത് പോലെ അനുഭവപ്പെടുക. അങ്ങനെ NDF-ന്റെ പ്രവർത്തകൻ ഒരു ദിവസം എൻ്റെ വീട്ടിൽ അന്വേഷിച്ച് വന്നു. അദ്ദേഹം പറഞ്ഞത്, എനിക്ക് ഡോക്ടർ സുബൈറിനെ ഒന്ന് കാണണം, ഞങ്ങൾക്ക് ഡോക്ടർ സുബൈറിനെ ഒന്ന് കാണണം. ഞാൻ വിളിച്ചു ഇദ്ദേഹത്തെ, എവിടെ ഡോക്ടർ സുബൈർ എവിടെ ഉണ്ട്, ഡോക്ടർ സുബൈർ എവിടെ ഉണ്ട്? ഞാൻ അദ്ദേഹത്തെ വിളിച്ചു. അന്ന് അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇവിടെ ഇല്ല. ശരിയാണോ? നിങ്ങൾ എവിടുന്ന് യാത്രയിലാണോ? ആണോ? അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇവിടെ ഇല്ല മൗലവി, ഞാൻ ഈ ഒരു യാത്രയിലാണ്, വൈകുന്നേരം ആകുമ്പോൾ ഞാൻ എത്തുള്ളൂ, എനിക്കൊരു പ്രോഗ്രാം ഉണ്ട്. ഞാൻ ഈ വന്ന ആളുകളോട്, എൻ്റെ സുഹൃത്ത് NDF-ന്റെ പ്രവർത്തകൻ അടക്കമുള്ള ആ സുഹൃത്തിനോട് നിങ്ങൾ വിളിക്കും, ഡോക്ടർ സുബൈർ വരുമ്പോൾ അദ്ദേഹം വിളിക്കും, അപ്പോൾ നമുക്ക് കയറി ചെയ്യാം. ഞാനൊരു ആവശ്യത്തിന് പുറത്തു പോകണം, ഞാൻ പുറത്തു പോയി വൈകുന്നേരം മടങ്ങി വരാം. വന്നപ്പോഴും അദ്ദേഹം വന്നിട്ടില്ല, അദ്ദേഹം എത്തിയിട്ടില്ല, അവരവിടെ ഉണ്ട്. അദ്ദേഹം വന്നിട്ടില്ല. പിന്നെയും ഞാൻ ഇദ്ദേഹത്തെ വിളിച്ചു. ഇദ്ദേഹത്തെ വിളിച്ചപ്പോഴാണ് ഇദ്ദേഹം പറയുന്നത്, ഞാൻ ഏകദേശം ഇവിടെ എത്തിയിട്ടുണ്ട്, ഇത്ര മണിക്ക് കളമശ്ശേരിയിലെത്തും.
അങ്ങനെ ഇദ്ദേഹം കളമശ്ശേരിയിൽ വന്നു. ഞാൻ എൻ്റെ വണ്ടിയുമായി പോയി അദ്ദേഹത്തെ എടുത്തു. ഇതാണ് ഞാൻ അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുവന്നു എന്നെൻ്റെ തെളിവ്. ഞാൻ അദ്ദേഹത്തെ കൊണ്ടുവന്നു, ഇരുത്തി. ഇദ്ദേഹം മഗ്‌രിബ് നമസ്കരിച്ചിട്ടില്ല. അദ്ദേഹം മഗ്‌രിബ് നമസ്കരിക്കണം, ആയിക്കോട്ടെ മഗ്‌രിബ് നിസ്കരിക്കുക. അദ്ദേഹം വുളു എടുത്തു, മഗ്‌രിബൊക്കെ നിസ്കരിച്ച് വന്നു. എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചു. ഈ കുട്ടിയുടെ അടുക്കൽ എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചു, പെൺകുട്ടിയുടെ അടുക്കൽ. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഇന്ന പോലെ ഒരു പ്രശ്നമാണ്, അപ്പോൾ എന്തെങ്കിലും ചികിത്സ എന്തെങ്കിലും മരുന്നല്ലോ കഴിക്കേണ്ടത്. അപ്പോൾ ഒരു ചീട്ട് കാണിച്ചു കൊടുത്തു, ഇന്ന ഗുളി കഴിക്കേണ്ടത്, അത് കണ്ടിന്യൂ ചെയ്തോളാൻ അദ്ദേഹം പറഞ്ഞു. എന്നിട്ട് ഉറക്കെ ബാങ്ക് കൊടുത്തു. ബാങ്ക് കൊടുത്തിട്ട് ഇദ്ദേഹം ഒരു പെട്ടി തുറന്നു. ഇദ്ദേഹത്തിൻ്റെ പെട്ടി അദ്ദേഹം തുറന്നു. അപ്പോഴാണ് അതിൽ ചില സംഗതികൾ ഞാൻ കാണുന്നത്. അതിലുണ്ടായിരുന്നൊരു ഓസിൻ്റെ കഷ്ണം, ഒരു സ്പ്രേയർ, പിന്നെ ഒരു പൈപ്പ് പോലൊരു സാധനം, പേപ്പർ ഇങ്ങനെ കട്ടിക്കീറുന്ന ഒരു സാധനമാണ്. അദ്ദേഹത്തിൻ്റെ മിഷനറീസ് ആണത്. പിന്നെ കുറച്ച് നൂലുകളും ആ പെട്ടിയിൽ കാണാം. എന്നിട്ട് ഇദ്ദേഹം പെട്ടിയിൽ നിന്ന് നൂലെടുത്ത് ആ കുട്ടിയുടെ കൈകാലുകളിൽ ബന്ധിച്ചു. ഞാൻ ചോദിച്ചു, ഡോക്ടർ ഇതെന്താണ്? ഞാൻ അതുവരെ ഇങ്ങനെ ഒരു റുഖിയ ശറിയ കണ്ടിട്ടില്ല, ഞാൻ ആദ്യമായിട്ട് കാണാം. എനിക്ക് ഡോക്ടർ സുബൈറിനെ വളരെ നേരത്തെ അറിയുന്ന ഒരാളാണ്. ഞാൻ ബഹുമാനിച്ചിരുന്ന ഒരു പായിൽ കിടന്നുറങ്ങിയ ആളാണ് ഞാനും ഡോക്ടർ സുബൈറും. അദ്ദേഹത്തെ എനിക്ക് ബഹുമാനമുണ്ട്, സ്നേഹമുണ്ട്, ആദരവുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷേ ആദർശവും വിശ്വാസവും പിന്നെ കൈകാര്യം ചെയ്യുമ്പോൾ അത് കാണിക്കാൻ പറ്റില്ല. ഒരു പായിൽ കിടന്ന് മറ്റൊരു പായ കൊണ്ട് പുതച്ച് കിടന്നുറങ്ങിയ ആളാ. അങ്ങനെയൊക്കെ ബഹുമാനവും ആദരവും സ്നേഹമൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ ഇദ്ദേഹം നൂലെടുക്കുന്നത് കണ്ടപ്പോൾ ഞാൻ ഇദ്ദേഹത്തോട് ചോദിച്ചു, എന്താണിത്? അവർ ഞാൻ ഊതണമൊന്നുമില്ല, ഇതൊരു പ്രത്യേക തരം സാധനമാണെന്ന് പറഞ്ഞു. എന്നിട്ട് ഈ കുട്ടിയുടെ 2 കാലുകളിലും ബന്ധിച്ചു. കാലിൻ്റെ തള്ളവിരലിൽ ബന്ധിച്ചു, നടുവിരലിൽ ബന്ധിച്ചു. എന്നിട്ട് ഇയാൾ കുറേ ഓതി. എന്നിട്ട് സ്പ്രേയർ എടുത്തു. ഈ അണ്ണടച്ചിരിക്കുന്ന കുട്ടിയുടെ മുഖത്തേക്ക് ഇങ്ങനെ ഭൂം ധൂം എന്ന് പറഞ്ഞിട്ട് ചീറ്റി വിടും. അപ്പോൾ ഇങ്ങനെ ഞെട്ടും കുട്ടി. കുറേ ഓതി, ഒന്നും ഇളകിയില്ല. അദ്ദേഹം പറഞ്ഞു, ഇതിപ്പോൾ സംഗതി ഒന്നുമില്ല, ഒക്കെ പോയി, എല്ലാം റെഡിയായി എന്ന് പറഞ്ഞു. പോയി എന്നാ പറഞ്ഞത്. ഇത് കഴിഞ്ഞ് ഞാൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ കുറച്ച് ആൾക്കാർ കൂടി നിൽക്കുന്നുണ്ട്. ഇദ്ദേഹം എൻ്റെ വീട്ടിൽ വന്ന വിവരം അറിഞ്ഞ് എൻ്റെ അയൽപക്കത്തുള്ള കുറച്ച് ആളുകൾ, അക്കൂട്ടത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തനം ഇന്നും മരിച്ചിട്ടില്ല. അള്ളാഹു സാക്ഷിയുണ്ട്, ജീവിച്ചിരിക്കുന്ന മനുഷ്യരും സാക്ഷിയുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു പ്രവർത്തകൻ അടക്കമുള്ള എൻ്റെ അയൽപക്കത്ത് താമസിക്കുന്ന 2 ആളുകൾ എൻ്റെ വീടിൻ്റെ മുന്നിൽ വന്ന് നിൽക്കുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താ നിങ്ങളിവിടെ വന്നത്? ഡോക്ടർ സുബൈർ ഉണ്ടോയെന്ന് ചോദിച്ചു. ആ ഉണ്ട്, അകത്തുണ്ട്, ഞങ്ങൾക്ക് കുറച്ച് കാര്യം സംസാരിക്കാണ്ടെന്ന്. ആയിക്കോട്ടെ, സംസാരിച്ചു. അദ്ദേഹം ഇത് കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ സഹോദരൻ വന്നിട്ട് പറയാണ്, എനിക്കും എൻ്റെ കുടുംബത്തിൽ ഒരാൾ ബുദ്ധിമുട്ടി കിടക്കുന്നുണ്ട്, മാനസിക രോഗം വാച്യങ്ങൾ വന്ന് നോക്കണം എന്ന് പറഞ്ഞു. ഇദ്ദേഹം ഉടൻ തന്നെ വരാം, പോകാം, ഇത് കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് നേരെ ഇറങ്ങിയിട്ട് നേരെ കൊണ്ടുപോയി ആ പോരുന്ന വഴിക്കുള്ള വീട്ടിൽ കയറി. അവിടെ വർഷങ്ങളായി മാനസിക രോഗം ബാധിച്ച് കയ്യിൽ നിന്ന് നഖമൊക്കെ നീണ്ടു നിൽക്കുന്ന ഒരു പെൺകുട്ടി, അവിടെയും ഇദ്ദേഹം ചെന്നിരുന്നു. എന്നിട്ട് ചോദിച്ചു, എന്താ നിങ്ങളുടെ മരുന്നെന്ന് ചോദിച്ചു. അപ്പം മരുന്നിങ്ങനെ കാണിച്ചു കൊടുത്തു. ഇതൊക്കെയാണ് സാധനം, അത് കണ്ടിന്യൂ ചെയ്തോളൂ എന്ന് പറഞ്ഞു. എന്നിട്ട് കുറേ നേരം ഓതിട്ട് പറഞ്ഞു, ഇത് പണ്ട് എന്തോ കൂടിയ ഒരു ജിന്ന് കൂടിപ്പോയതാണ്, അടിമപ്പെട്ടു പോയതാ, ഇനി വിടൂല, ഇത് പോകൂല. കാരണം ഇത് പണ്ട് കയറിയതുകൊണ്ട് സുബൂത്തായിപ്പോയി, സ്ഥിരപ്പെട്ടു, ഇനി ഖുർആൻ ഓതി ഇത് ഇളകൂല, ഇത് പോകൂല, അപ്പോൾ അതിന് ചികിത്സയില്ല. ഇത് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി. അന്നാണ് ഇദ്ദേഹത്തിൻ്റെ ചികിത്സയുടെ കൃത്യരൂപം, യഥാർത്ഥ രൂപം ഞാൻ കാണുന്നത്. അതിന് മുമ്പ് ഡോക്ടർ സുബൈർ ചികിത്സിച്ചിട്ടില്ലെന്നല്ല, ഞാൻ കണ്ടിട്ടുണ്ട് ഡോക്ടർ സുബൈർ ചികിത്സിക്കുക. അതിന് മുമ്പത്തെ ചികിത്സ വെച്ചാൽ ഒരാൾ ഖുർആൻ ഓതി കൊടുക്കല, ഓതാൻ പറഞ്ഞു കൊടുക്കല, തൗഹീദ് പറഞ്ഞു കൊടുക്കല, നിങ്ങൾ ഇന്നതുപോലെ ജീവിക്കണം, നമസ്കരിക്കണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കല. ഇത് കണ്ടപ്പോൾ എൻ്റെ മനസ്സിന് ഇദ്ദേഹത്തോട് ബഹുമാനവുമുണ്ട്, എന്നാൽ അദ്ദേഹത്തോട് എനിക്ക് മാനസികമായ വേദനയും പ്രയാസവും തോന്നി. പിന്നെ അദ്ദേഹത്തെ ഞാൻ അവിടുന്ന് ഇവിടം വരെ ഞാൻ അവിടുന്ന് വീട്ടിൽ കൊണ്ടുവന്നാക്കി. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പാതിരാത്രിയിൽ ഞാൻ കൊണ്ടാക്കിയിട്ട് ഇവിടുന്ന് തിരിച്ചുപോയി. അന്ന് വരുന്ന വഴിക്ക് ഒരു കറുത്ത പട്ടിയൊക്കെ ഉണ്ട്, അന്ന് ബേജാറായത്. അതടക്കം ഇതാണെന്ന് പറഞ്ഞു, പോട്ടെ അതൊക്കെ വിട്, അതൊക്കെ നമ്മൾ ഇടയ്ക്ക് സംസാരിച്ചു ചെയ്താൽ അവിടെ നിൽക്കി തീർന്ന് പോരട്ടെ, അങ്ങനെ ഓരോന്ന് വരട്ടെ, മൂത്തായിട്ട് ഇതൊക്കെ സാക്ഷിയായിട്ട് ഒരാളുണ്ടേ. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ പോരുക. അങ്ങനെ പോരുന്ന വഴിക്ക് ഞാൻ എൻ്റെ ജാഹിലിയത്തിൻ്റെ മുഴുവൻ കഥകളും ഇദ്ദേഹത്തോട് പറഞ്ഞു കൊടുത്തു. അത് എന്തിനാണ് ഡോക്ടറോട് പറഞ്ഞത്? ഡോക്ടർക്ക് ഞാൻ മനസ്സിലാക്കിയത് നിങ്ങൾ ആവറേജ് ബുദ്ധിയുള്ള ആളാണ്.
ഞാൻ പണ്ട് മൗലവി നിങ്ങളെ പോലൊക്കെ ചെയ്ത ആളാ, നിങ്ങൾ ചെയ്തോന്ന് പറയാനല്ല. ഞാൻ ജാഹിലിയത്തിൽ ഇസ്മിന്റെ കിതാബ് ഒരാൾ എനിക്ക് സദക്കയായി തന്നു. ഒരാൾ സദക്ക തന്നാ എനിക്ക്, അയാൾക്കറിയില്ല, അയാൾക്കൊരു പുസ്തകം കിട്ടി, കിതാബ് കിട്ടി, അറബിയിലാണ്, ഉപർക്ക് വായിക്കാറില്ല. ഞാൻ അദ്ദേഹത്തിന് വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ പോണ ആളാണ്, അദ്ദേഹം എനിക്ക് സദക്ക തന്നതാണ്. ഞാൻ നോക്കുമ്പോൾ നല്ലൊരു ഇസ്മിന്റെ കിതാബാണ്. ആ ഇസ്മിന്റെ കിതാബ് മുന്നിൽ വെച്ച് പണ്ട് പല ആളുകളും പലതും നടത്തിയിരുന്നു, പലതും ചെയ്തിരുന്നു. ആ കഥയും ഞാൻ പറഞ്ഞു. എൻ്റെ അടുക്കൽ ഒരാൾ വന്നപ്പോഴും ഞാൻ ഇസ്മിന്റെ കിതാബിൽ പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു കൊടുത്തു, അദ്ദേഹത്തോട് പറഞ്ഞു. എന്ന് മാത്രമല്ല, ആ പഴയ ജാഹിലിയത്തിൽ ഞാൻ ജീവിക്കുമ്പോൾ എൻ്റെ ദറസിൽ വെള്ളിയാഴ്ച രാവിലെ നാരിയ സ്വലാത്ത് ഓതുമ്പോൾ ചില കുട്ടികൾ ബോധം കെട്ട് വീടുമായിരുന്നു. അപ്പോൾ എൻ്റെ ഉസ്താദുമാർ പറയും, അവൻ്റെ കയ്യിൽ പിടിക്ക്, കാലിൽ പിടിക്ക് എന്ന് പറയും. അവൻ്റെ നടുവരലിൽ പിടിക്ക്, അവൻ്റെ കാലിൽ പിടിക്ക് എന്ന് എൻ്റെ ഉസ്താദുമാർ പറയും. എല്ലാവരും ചാടി പിന്നെ അവൻ്റെ കയ്യിൽ കാലും പിടിക്കല. അപ്പോൾ എന്താണ് ഇതിൻ്റെ ഗുട്ടൻസ് നമുക്ക് മനസ്സിലായില്ല. ഞാൻ എന്നിട്ട് പിന്നെ ഉസ്താദിനോട് ക്ലാപ്പനയിലുള്ള ഇന്നും മരിച്ചിട്ടില്ലാത്ത, എനിക്ക് നല്ല ഓർമ്മയുണ്ട് ആ ചോദിച്ച രംഗം. ഞാൻ ചോദിച്ചു, ഉസ്താദ് ഇയാൾ ബോധം കെട്ട് വീണുമ്പോൾ എല്ലാവരും കൈക്കും കാലും പിടിക്കണം എന്തിനാ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, മോനെ അത് പോകാതിരിക്കാനാണ്, ജിന്നിറങ്ങിപ്പോകാതിരിക്കാനാണ്. ഞാൻ ആ കഥയും ഇദ്ദേഹത്തോട് പറഞ്ഞു കൊടുത്തു. എന്തിനാണ് ആ കഥ പറഞ്ഞറിയോ? ഇദ്ദേഹം നടുവിരലിലും തള്ളവിരലിലും കെട്ടിടുന്നത് ജിന്നിറങ്ങിപ്പോകാതിരിക്കാനാണ് എന്ന് എന്നോട് പറഞ്ഞു. ഓതുമ്പോൾ ഇത് ഇറങ്ങിപ്പൊക്കളയും, എന്നിട്ട് ഓതിക്കഴിയുമ്പോൾ വന്ന് കയറും. അപ്പോൾ ഇത് പോകാതിരിക്കാൻ വേണ്ടിയാണ് കെട്ടിടുന്നത് എന്ന് ഇദ്ദേഹം എന്നോട് പറഞ്ഞപ്പോൾ എനിക്ക് തത്തുല്യമായി സമാനമായി ജാഹിലിയത്തിലുണ്ടായ അനുഭവം ഇദ്ദേഹത്തിന് ഞാൻ പറഞ്ഞു കേൾപ്പിച്ചു കൊടുത്തു. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾക്ക് ഇതാരാ പഠിപ്പിച്ചത്? അദ്ദേഹം പറഞ്ഞു, ഞാനിത് ബാംഗ്ലൂരിൽ പോയപ്പോൾ കണ്ടാണ്, അവിടുന്ന് അദ്ദേഹം അത് പഠിച്ചത്. എന്നോട് പറഞ്ഞതാ. നിങ്ങൾ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ വേറൊന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇനി ആരെങ്കിലും ഒരാൾ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. ഡോക്ടർ സുബൈർ സ്വയം കണ്ടെത്തിയ ഒരു ചികിത്സാ രീതിയാണ് എന്ത്? ഈ രൂപത്തിൽ കൈക്കും അതുപോലെ കാലിനും കെട്ടിടുന്നത് എന്നത് അദ്ദേഹം സ്വയം കണ്ടെത്തിയ ചികിത്സാ രീതിയാണ് അദ്ദേഹത്തിന് പറയാം. അദ്ദേഹം എന്നോട് പറയുന്നത്, ബാംഗ്ലൂർ പോയി, താങ്കൾ അന്ന് വന്നത് ബാംഗ്ലൂരിൽ നിന്നാണ് എൻ്റെ ഓർമ്മ, ചിലപ്പോൾ തെറ്റാകാൻ ശരി, അന്ന് യാത്രയിലാണ്, ആയിക്കോട്ടെ ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് ആകണ്ട, കോഴിക്കോട് നിന്ന് ആയിക്കോട്ടെ. അദ്ദേഹം ഒരു യാത്ര കഴിഞ്ഞ് വരികയാണ്. അപ്പം ഇത് അദ്ദേഹം ചെയ്യുന്നത് കണ്ടപ്പോൾ അതുവരെയും ഞാൻ അദ്ദേഹത്തോട് അവിടുന്ന് ഇവിടുന്ന് എത്തുന്നത് വരെ വിശദീകരിച്ചു കൊടുത്തു. കഴിഞ്ഞിട്ടില്ല അവിടേക്ക്. ഇത് കഴിഞ്ഞ് ഈ വിഷയങ്ങൾ അങ്ങനെ നിന്നതിന് ശേഷം കലൂര് ഇദ്ദേഹം ഒരു ചികിത്സ ചെയ്തു ഒരു പെൺകുട്ടിക്ക്. ആ പെൺകുട്ടിക്ക് ചികിത്സ ചെയ്യുക മാത്രമല്ല, ആ പെൺകുട്ടിയുടെ സഹോദരൻ ഇദ്ദേഹം ഇറങ്ങുമ്പോൾ കുറച്ച് പൈസ കൊടുത്തു, അദ്ദേഹം അത് സ്വീകരിച്ചു. ആ ചെറുപ്പക്കാരൻ, കലൂരിലെ ചെറുപ്പക്കാരൻ എൻ്റെ വീട്ടിൽ വന്നു. എൻ്റെ വീട്ടിൽ വന്നിട്ട് ഇദ്ദേഹം പറഞ്ഞു, മൗലവി, നമ്മളൊക്കെ ബഹുമാനിക്കുന്ന ആളാണ് ഡോക്ടർ സുബൈർ. ഞാനത് പരസ്യമായിട്ട് പറഞ്ഞു, ഞാൻ ഒരിക്കലും ഡോക്ടറെ ഇങ്ങനെ പറയണമെന്ന് ആഗ്രഹിച്ച ഒരാളല്ല. നിങ്ങൾ പരസ്യമായി ലോകം മുഴുവൻ കേൾക്കേണ്ട രൂപത്തിൽ പറഞ്ഞ്, എന്നിട്ടും ഞാൻ കുറേ മാന്യതയോടുകൂടിയ മറുപടി പറഞ്ഞു. നിങ്ങളിപ്പോൾ നേരിട്ട് വന്ന സ്ഥിതിക്ക് എനിക്ക് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. അത് ഇങ്ങനൊരു അവസരം ഒരുക്കി തന്ന റബ്ബിന് സ്തുതി. കാരണം വേറൊരു സാഹചര്യത്തിൽ ഇങ്ങനെ പറയാൻ പറ്റില്ലല്ലോ, നമ്മൾ രഹസ്യമായി പറഞ്ഞാൽ ഇങ്ങനെ ആവില്ലല്ലോ. അപ്പോൾ ഈ ചെറുപ്പക്കാരൻ എനിക്ക് വന്നിട്ട് പറഞ്ഞു, ഞാൻ പണ്ട് ഖുറാഫി മുസ്ലിയാമാർ ചെയ്യുന്ന കാര്യങ്ങളാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതുകൊണ്ട് മൗലവി നിങ്ങൾ അദ്ദേഹവുമായി ഒരു ചർച്ച നടത്താൻ തയ്യാറുണ്ടോ? എന്നോട് കലൂരുള്ള ആ സഹോദരൻ വന്ന് ചോദിച്ചാണ്. ഞാനിത് കണ്ടിട്ട് ഞാൻ ഹാങ്ങായി നിൽക്കുമ്പോഴേ ഇയാൾ വരുന്നത്. ഞാൻ പറഞ്ഞു, ഞാനും അത് കണ്ടു, അദ്ദേഹത്തിൻ്റെ ചികിത്സകളിൽ ചില അബദ്ധങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് ആ വിഷയത്തിൽ അദ്ദേഹവുമായി ഒരു ചർച്ച നടത്താൻ ഞാൻ തയ്യാറാണ്. അങ്ങനെ ആ സഹോദരൻ പോയി പുല്ലേപ്പടിയിലെ KME ഓഡിറ്റോറിയം ബുക്ക് ചെയ്തു. അത് കുറച്ച് ആളുകൾ, കലൂരിൽ നിന്ന് കുറച്ച് ആളുകൾ, വേറെ കുറച്ച് ആളുകളുണ്ട്. 10 മണിക്കോ 10:30 ആണെന്നാണ് എൻ്റെ ഓർമ്മ. വൈകുന്നേരം വരെ ഡോക്ടർ സുബൈറുമായി ഈ വിഷയത്തിൽ സംസാരിക്കുവാൻ വേണ്ടിയിട്ട് അവിടെ വേദി ഒരുക്കി, KME ഹാൾ ഒരുക്കി. ഞാൻ അവിടെ ചെന്നു. ഡോക്ടർ സുബൈർ ഞാൻ ചെല്ലുമ്പോൾ ക്ലാസ് തുടങ്ങി. അവിടെ ക്ലാസ് തുടങ്ങി. ഞാൻ ചെല്ലുമ്പോൾ കാണാൻ വെച്ചാൽ മൂപ്പര് കുർത്തുബിയൊക്കെ എടുത്ത് വിശദീകരിക്കണം, കുർത്തുബിയുടെ തഫ്സീർ അതൊക്കെ വെച്ചിട്ട് ഇങ്ങനെ വിശദീകരിക്കുക, ജിന്നു കൂടൂലേ. യഥാർത്ഥത്തിൽ ആ ചർച്ച വെച്ചത് തന്നെ ഇദ്ദേഹത്തിൻ്റെ ചികിത്സയിൽ അനിസ്ലാമികമായതുണ്ട് എന്ന് അദ്ദേഹത്തോട് പറഞ്ഞു കൊടുക്കാനും അദ്ദേഹവുമായി ചർച്ച നടത്താനും വേണ്ടിയിട്ട് KME ഹാൾ ബുക്ക് ചെയ്ത് അന്ന് നടത്തിയ പ്രോഗ്രാമാണോ? പിന്നെ അവിടുത്തെ ചർച്ച ജിന്നു കൂടോ ഇല്ലേ എന്ന കോലത്തിലായി.
ജിന്നൊരാൾക്ക് കൂടോ ഇല്ലേ എന്നുള്ള ചർച്ചയിലേക്ക് പിന്നെ വഴി മാറി. ഉച്ചയായപ്പോൾ കുറച്ച് ബഹളവും ഒച്ചപ്പാടൊക്കെ ആയിട്ട് ഉച്ചക്ക് പിരിച്ചു വിട്ടു ആ പരിപാടി. ഇത് നടന്നിട്ടുണ്ട്, ഇത് സംഭവിച്ചിട്ടുണ്ട്. ഈ യാഥാർത്ഥ്യങ്ങളെ മറച്ചു വെച്ചിട്ട് കേൾക്കുന്ന ആളുകൾ ഞാൻ ഏതോ ഒരു ജിന്ന് ചികിത്സ നടത്താൻ വേണ്ടി ഡോക്ടർ സുബൈറിന്റെ അടുക്കൽ ആളെയും കൊണ്ടുപോയി റിക്രൂട്ട്മെന്റ് ചെയ്യുന്ന ആളാണ് എന്ന് തോന്നിപ്പിക്കുന്ന രൂപത്തിൽ പല പണ്ഡിതന്മാരെ കുറിച്ചും നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പലരോടും ഞാൻ പലതും ചോദിച്ചാൽ അത് കുറേ അർത്ഥസത്യങ്ങളുണ്ട്. കാരണം നിങ്ങളവിടെ ചെന്നതും പോയെന്നും വന്നു എന്നൊക്കെ ഉണ്ടാവും, അതുണ്ട്. പക്ഷെ അതിൽ അസത്യങ്ങളുണ്ട് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞത് നിങ്ങൾ മനസ്സിലാക്കിയല്ലോ, അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാക്കിയല്ലോ. ഇതിൽ നിന്ന് തെറ്റിക്കൊണ്ടാണ് ഇദ്ദേഹത്തിൻ്റെ വിശദീകരണവും അദ്ദേഹത്തിൻ്റെ സംസാരത്തിൻ്റെ ശൈലിയും അദ്ദേഹം ഉപയോഗിച്ചത്. മാത്രമല്ല ഇവിടെ വന്നിട്ട് എന്തോ അദ്ദേഹത്തിന് എന്നെ പഠിപ്പിക്കാനുണ്ട് എന്നുകൂടി താങ്കളുടെ പ്രസംഗത്തിൻ്റെ അവസാനം നിങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. അല്ല, നിങ്ങളുടെ പ്രസംഗത്തിൽ സൂചിപ്പിക്കുക തീർന്നിട്ടില്ല, ഒന്നുകൂടി കേട്ടോ. 2, നിങ്ങളുടെ ചികിത്സയിൽ ഇന്നും നിങ്ങൾ നടത്തുന്ന നൂലുകെട്ടലടക്കമുള്ള ചികിത്സയിൽ ഇസ്ലാമിക വിരുദ്ധമായ സംഗതികൾ ഉണ്ട്. ഇസ്ലാമിക വിരുദ്ധമായ സംഗതികളുണ്ട്, അത് നിങ്ങൾ മനസ്സിലാക്കണം, അറിയണം. അതും നിങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. ഈ ഉത്തരവാദിത്തങ്ങളെ വളരെ മാന്യമായി മാന്യ സഹോദരങ്ങളെ മനസ്സിലാക്കണം. ഏതായിരുന്നാലും ഇത് എനിക്ക് ഡോക്ടർ സുബൈർ സാഹിബിനെ ഇരുത്തിക്കൊണ്ട് പറയാൻ അവസരമുണ്ടാക്കി തന്നതിന് പടച്ചവന് നന്ദി. അതോടൊപ്പം തന്നെ ഇനി ഈ വിഷയവുമായി നടക്കുന്ന സക്കരിയ സലാഹി ആലുവയിലടക്കം എന്നെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഇട്ട വിഷയമാണ്. ഇൻഷാ അല്ലാഹ് ഈ വിഷയത്തെ സംബന്ധിച്ച് ഇനിയും നമുക്ക് ചർച്ചയാവാം, വിശദീകരിക്കാം. ഇനി ഡോക്ടർ സുബൈർ സാഹിബിന് പറയാനുള്ളത് പറയാം. അസ്സലാമു അലൈക്കും. ഒരു കളവ് അനസ്മ പറഞ്ഞത്, നമ്മളന്ന് ആ ചികിത്സ നടത്തിയതിന് ശേഷം ഈ നിമിഷം വരെയും ഞാൻ ചെയ്ത ചികിത്സയെക്കുറിച്ച് എന്തെങ്കിലും ഒരു വിമർശനം, അത് ഇന്ന കാരണം ഇന്ന തെറ്റാണെന്ന് താങ്കൾ പറഞ്ഞിട്ടില്ല. രണ്ടാമത്തെ കാര്യം എന്താ വെച്ചാൽ, പിന്നെ മൗലവിയെ അധിക്ഷേപിക്കാൻ വേണ്ടിയല്ല ഈ വിഷയം ഞാൻ ഗൾഫിൽ വെച്ച് പറഞ്ഞത്. അത് സക്കരിയ മൗലവി ഒരു രോഗിയെ വേറൊരാൾ ചികിത്സൻ്റെ അടുത്ത് അയച്ചപ്പോൾ താങ്കളത് പരസ്യമായി വിമർശിച്ചു. അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണിത്, അനസ് മൗലവി ഇതുപോലെ ചെയ്തിട്ടുണ്ടോ, അല്ലാതെ താങ്കളെ താടിക്കാൻ വേണ്ടി ചെയ്തതല്ല. പിന്നെ ഞാൻ ചെയ്ത കാര്യങ്ങൾക്ക് മുഴുവനും എനിക്ക് വ്യക്തമായ തെളിവുകളുണ്ട്. അതായത് താങ്കൾ എൻ്റെ കൂടെ വരികയാണെങ്കിൽ താങ്കൾ ടിക്കറ്റ് ചാർജ് ഞാൻ വഹിക്കും. സൗദി അറേബ്യയിൽ ചികിത്സാ സെൻറ്റർ ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമാണ് ചെയ്തിട്ടുള്ളത്. ഇനി താങ്കൾക്ക് പോകാൻ അസുഖമുണ്ടെങ്കിൽ ഞാൻ 2 സെൻറ്റർ ഇപ്പോൾ പറഞ്ഞുതരാം. ആ 2 സെൻറ്റർ എന്താ നടക്കുന്നത് താങ്കൾ അന്വേഷിക്കുക. അത് ഹലാലോ ഹറാമോ എന്ന് വിവരിക്കാൻ ഞാൻ ആളല്ല. ഇനി താങ്കൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം 10 വർഷങ്ങൾക്ക് മുമ്പ് അല്ല, ഞാൻ പറഞ്ഞത് ഒരു പണ്ഡിതന്റെ സ്ഥാനത്ത് സമർത്ഥിക്കാൻ തയ്യാറല്ല എന്നാ നിങ്ങളിപ്പോ പരിഹസിക്കാനൊക്കെ. അതായത് താങ്കൾ പറഞ്ഞു ചരട് കെട്ടുന്നത് 10-12 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഈ വിഷയം, അതായത് മുജാഹിദ് പ്രസ്ഥാനം ഇതൊക്കെ നിഷേധിച്ച് നടക്കുകയും മുഅ്തസില വിശ്വാസം പുറത്തുകയും ചേരുന്ന കാലഘട്ടത്തിലാണ് ഞാൻ ഈ വിഷയം സംസാരിച്ചു വരുന്നത്. അന്ന് എന്നെയും കൊണ്ട് മുജാഹിദ് വേദിയിൽ കൊണ്ട് നോട്ടീസുകൾ ഇന്നും എൻ്റെ കയ്യിലുണ്ട്. മനസ്സിലല്ലേ? ഒരു പുതിയ വിഷയം. അതിനുശേഷം പണ്ഡിതന്മാരെ ഏറ്റെടുത്തു. പിന്നെ ഗ്രൂപ്പുകളും മറ്റു കഷ്ണങ്ങളായി മുറിഞ്ഞത് വേറെ ആയിരുന്നു. 10 വർഷങ്ങൾക്ക് മുമ്പ് ചെയ്ത ഈ ചികിത്സകൾ ഞാൻ ഇന്ന് ഈ ചികിത്സ നിങ്ങൾ പറയുന്ന ചരടുകെട്ടോ പരിപാടിയൊന്നും ഞാൻ ചെയ്യുന്നില്ല. എൻ്റെ അടുത്ത് വന്ന പേഷ്യൻറ്റിൻ്റെ അഡ്രസ്സ് തരാം, ഫോൺ നമ്പർ തരാം, എന്താണ് ചെയ്തതെന്ന് ചോദിച്ചു. അവരോട് കാര്യങ്ങൾ അന്ന് ഡോക്ടർ സാഹിബ് അത് ചെയ്തിട്ടുണ്ടോ? അന്ന് ചെയ്തിട്ടുണ്ട്. അന്ന് ചെയ്തതിന് ഞാൻ പറഞ്ഞല്ലോ, അതായത് അന്ന് ചെയ്തത് ജിദ്ദ ഇസ്ലാഹി സെൻ്റർ സമീപത്തുള്ള സുലൈമാൻ മസ്ജിദിലെ ഷെയ്ഖ് ചെയ്യുന്നതും അതിന് തൊട്ടപ്പുറത്തുള്ള ഖുർആൻ ഹിഫ്ള് സെൻറ്റർ ചെയ്ത ഈ 2 സെൻറ്ററിൽ പോയിട്ട് അവിടുത്തെ രീതികൾ പഠിച്ചിട്ടാണ് ഞാൻ ചെയ്തത്. ഈ കയ്യിലും കാലിലും കെട്ടുക എന്നുള്ളത് നിങ്ങൾ കേന്നം പരിചയപ്പെടുത്തിയ ബിലാൽ ഫിലിപ്സിൻ്റെ എക്സോർസൽ ട്രഡീഷൻ ഇസ്ലാം എന്ന പുസ്തകത്തിൽ വായിച്ചാൽ അതിൽ സൗദി പണ്ഡിതന്മാർ ചെയ്യുന്നതൊക്കെ അതിന് വിവരിച്ചിട്ടുണ്ട്. പക്ഷേ പിന്നീട് ഇത് ചർച്ചയായി വന്നപ്പോൾ ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങൾ മുഴുവൻ ഒഴിവാക്കുകയും വിശുദ്ധ ഖുർആനിലെ ആയത്തുകളും സഹിയായി വന്ന പ്രാർത്ഥന മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ എനിക്ക് പരിപൂർണമായിട്ട് ബോധ്യമുള്ള കാര്യത്തിൽ മാത്രം ഉറച്ചു നിന്നു. ആദ്യകാലത്തൊരു മതത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല ഞാനൊരു പ്രസ്ഥാനത്തിൻ്റെ കീഴിലല്ല ഇത് പഠിച്ചത്. ഞാനിത് പറഞ്ഞ ശേഷമാണ് പ്രസ്ഥാനം ഇത് ചർച്ചയിൽ കൊണ്ടുവന്നത്. അതുകൊണ്ട് പിന്നീട് വന്ന പഠനങ്ങളിലൂടെ പല കാര്യങ്ങളും ഞാൻ വിട്ടുവന്നു. അതുകൊണ്ട് താങ്കൾ ഇനിയെങ്കിലും എൻ്റെ ചികിത്സാ രീതിയെക്കുറിച്ച് പറയുമ്പോൾ ഇതുപോലുള്ള വാക്യങ്ങൾ ഉച്ചരിക്കുക, അത് അസത്യമാണ്. ഓക്കെ, കഴിഞ്ഞോ? അവിടെ സത്യം തുറന്നു പറഞ്ഞതിന് ഡോക്ടർ സാഹിബിന് നന്ദി. അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാകട്ടെ. അദ്ദേഹത്തിന് കൂടുതൽ ഹക്ക് മനസ്സിലാക്കി ഇനി എന്തെങ്കിലും അബദ്ധങ്ങൾ ഉണ്ടെങ്കിൽ അതുകൂടി തിരുത്താനുള്ള തൗഫീഖ് അദ്ദേഹത്തിന് കൊടുക്കുമാറാകട്ടെ. നമുക്കൊരാളോടും ദേഷ്യമില്ല. അത് നല്ല ഡോക്ടർ സാഹിബിൻ്റെ നല്ല മനസ്സ്. വേറെ ഞാൻ ഇപ്പോൾ വിചാരിച്ചതറിയോ, ഇപ്പോൾ അദ്ദേഹം എഴുന്നേറ്റ് നിഷേധിക്കുന്ന. കാരണം സാധാരണ ഒരു മനുഷ്യന് ഒരു സദസ്സിൻ്റെ മുന്നിൽ എഴുന്നേറ്റിട്ട് അത് മുഴുവൻ നിഷേധിക്കുന്ന ഞാൻ വിചാരിച്ചത്. പക്ഷെ അദ്ദേഹം കാണിച്ച ആർജവം, അത് ഉള്ളതുപോലെ പറഞ്ഞല്ലോ, ആ ആർജവത്തിന് നന്ദി.
മനസ്സിലാക്കണം. ആ ആർജവത്തിന് ഞാൻ നന്ദി. പിന്നെ അതിൻ്റെ പറഞ്ഞിട്ടില്ല, തീർന്നില്ല ഒരു സംഗതി ഞാൻ വിശദീകരിച്ചോട്ടെ. ഇപ്പോൾ എൻ്റെ ഇടയ്ക്ക് ഒരുപാട് ടെസ്റ്റുകൾ എൻ്റെ ഇടയ്ക്ക് നിങ്ങളുടെ സംസാരിച്ച് വന്നിട്ടുണ്ട്. എന്താ പ്രശ്നം? ഈ വരികൾക്കിടയിൽ വായിക്കണമല്ലോ. അതെന്താ പ്രശ്നം എന്ന് ചോദിച്ചാൽ, ഇദ്ദേഹം പറയുന്നത് സൗദി അറേബ്യയിൽ ഞാൻ കണ്ട ചില ചികിത്സാ രീതികളാണ് അദ്ദേഹം നടപ്പാക്കിയതെന്ന്. ഇതന്നെ വലിയൊരു അബദ്ധമാണ്. നിങ്ങൾ നാട്ടിൽ വന്നിട്ട് 20 റക്അത്ത് തറാവീഹ് നിസ്കരിക്കും ഇല്ലല്ലോ? സൗദിയിൽ നിങ്ങൾക്ക് കാണാം, ഹറമിൽ പോയാൽ കാണാം. അത് സൗദിയിൽ നടക്കുന്നതുകൊണ്ട് ദീനിൽ അത് പ്രമാണമാണ് എന്ന് വിചാരിക്കുന്ന അബദ്ധം ഒന്ന്, തെറ്റ്. 1 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന കുനൂത്ത് സൗദിയിൽ നിങ്ങൾക്ക് കാണാം, വിത്തറില്. അത് ബിദ്അത്താണ് എന്ന് വരെ സൗദി അറേബ്യയിലുള്ള പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെച്ച ഫത്വകളും ഉദ്ധരണികളും ഉണ്ട്. അതിന്റെ മറുഭാഗം ഇതുപോലെ ചികിത്സ, ഡോക്ടർ സാഹിബിനെ പോലുള്ള ആളുകൾ തെറ്റിദ്ധരിച്ചു പോയ ചികിത്സാ രീതികൾ സൗദി അറേബ്യയിൽ നടക്കുന്നുണ്ട്. സൗദി അറേബ്യയിൽ നടക്കുന്നുണ്ട്. ഞങ്ങൾ ആരും നിശ്ചയിച്ചു. സൗദി അറേബ്യയിൽ മാത്രമല്ല, കുവൈത്തിലുണ്ട്. കുവൈത്തിൽ മാത്രമല്ല, ഖത്തറിലുണ്ട്. ഖത്തറിൽ മാത്രമല്ല, യൂറോപ്പിലുണ്ട്. യൂറോപ്പിൽ മാത്രമല്ല, സോമാലിയയിലുണ്ട്. സോമാലി മാത്രമല്ല, കേരളത്തിലുണ്ട്. ഇത് വലിയ പുതുമയുള്ള കാര്യമില്ല. ലോകത്തെല്ലായിടത്തും മന്ത്രവും മന്ത്രവാദികളും ഒക്കെ ഉണ്ട്. ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ സലഫികളാണെന്ന് വാദിക്കുന്നവരുമുണ്ട്. ഞങ്ങൾ പക്കാ സലഫികളാണെന്ന്. ഇവിടെ മുജാഹിദ് പ്രസ്ഥാനം മുഅ്തസിലി വിശ്വാസം പേറുന്നവരാണ് എന്ന് ഇടയ്ക്ക് അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. മുഅ്തസിലി വിശ്വാസം പേറുന്നവരാണ് ആര്? മുജാഹിദുകൾ. അങ്ങനെ പേറിയ മുഅ്തസിലി വിശ്വാസം പേറിയ ആളുകൾക്കിടയിൽ ഡോക്ടർ സുബൈർ വന്ന് ഈ വിഷയം പഠിപ്പിച്ചിട്ടാണ് അവരെ രക്ഷപ്പെടുത്തിയതെന്നുള്ളത് അബദ്ധമാണ്. ഞാൻ അതിനാണ് ആദ്യം തന്നെ ഇത് പുതിയ വിഷയമോ പുതിയ പഠനമോ പുതിയ ഗവേഷണമോ പുതിയ അന്വേഷണമോ ഒന്നുമല്ല. 1963 കാലഘട്ടങ്ങളിൽ തന്നെ അമാനി മൗലവിയെ പോലുള്ള ആളുകൾ കണ്ണീർ പറഞ്ഞിട്ടുണ്ട്, സിഹിർ പറഞ്ഞിട്ടുണ്ട്, മന്ത്രം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ 1974 കാലഘട്ടങ്ങളിൽ തന്നെ മന്ത്രവാദം നടത്തിയവർക്കെതിരെ വാദപ്രതിവാദം നടത്താൻ പോയപ്പോഴും മന്ത്രമെന്ത് എന്ന് മുജാഹിദുകൾ പഠിപ്പിച്ചിട്ടുണ്ട്. മന്ത്രത്തെയും മന്ത്രവാദത്തെയും വേർതിരിച്ച് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ വളരെ നേരത്തുള്ള, അല്ലാതെ ഇപ്പോൾ ഒരാൾ വന്നിട്ട് ഇടക്കാലത്ത് സലാം സുല്ലമിയെ പോലുള്ള ആളുകൾ ഉണ്ടായില്ല എന്ന് പറയണില്ല. അവരെ എതിർക്കാനും മുജാഹിദുകളിൽ തന്നെ ആളുകൾ വന്നത്. സിഹിറിനെ നിഷേധിച്ചുകൊണ്ട് ജമിയത്തുൽ ഉലമയിൽ പ്രബന്ധം അവതരിപ്പിക്കുവാൻ വേണ്ടിയിട്ട് സലാം സുല്ലമി എഴുതി കൊടുത്ത പേപ്പർ അവതരിപ്പിക്കാൻ വന്ന ആളെ ഗണ്ണിച്ചത് AP അബ്ദുൽ ഖാദർ മൗലവിയാണ്. അതിന് ഡോക്ടർ സുബൈർ അവിടെ പോയിട്ടില്ല. അപ്പം മുഅ്തസിലി ചിന്താഗതികൾ പേറിയവരാണ് മുജാഹിദുകൾ എന്നൊക്കെ ഒറ്റടിക്ക് പറഞ്ഞു പോകുമ്പോൾ അതിനകത്ത് ഒരുപാട് ദുരുദ്ദേശപൂർവ്വം വാചകങ്ങളുണ്ട്. അത് ബഹുമാന്യനായ ഡോക്ടർ സാഹിബ് നിങ്ങളുടെ പ്രസംഗത്തിൽ ഒഴിവാക്കണം. ആ സൂചനകൾ ഒഴിവാക്കണം. ഇനി നിങ്ങൾക്കറിയോ സൗദി അറേബ്യയിൽ നടക്കുന്നത്? സൗദി അറേബ്യയിൽ നടക്കുന്നത് നിങ്ങളെപ്പോലുള്ള ആളുകൾ സൗദി അറേബ്യയുടെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നടന്ന് അവിടെയുള്ള ആളുകൾ പലതരത്തിലുള്ള ഫിത്നയുണ്ടാക്കിയപ്പോൾ ഈ വിഷയകമായി പിന്നെ അവിടെയുള്ള ഇന്നും ജീവിച്ചിരിക്കുന്ന റബീഉ ഇബ്നു ഹാദി അൽ മദ്ഖലിയെ പോലുള്ള പണ്ഡിതന്മാർ അവരടിക്കൽ വന്ന ഈ റാഖികൾക്ക് നൽകിയ മറുപടി അസ്ഇലത്തും മുഹിമ്മത്തുൻ ഹൗല റുഖിയ്യ വറുഖാത്ത് എന്ന പേരിൽ നിങ്ങൾക്ക് ഇന്ന് വീട്ടിൽ പോയി ഡൗൺലോഡ് ചെയ്യാം നെറ്റിൽ നിന്ന്. ഇതിന്റെ 27ാമത്തെ പേജിൽ അദ്ദേഹം ഒരു അനുഭവം പറയുന്നുണ്ട്. കാരണം ഇവരൊക്കെ പറയണമെന്നറിയോ, ഞങ്ങൾ ഇങ്ങനെ ചികിത്സിക്കാൻ നടക്കണവരൊന്നും അല്ല. പക്ഷെ ഇങ്ങോട്ട് ആളുകൾ ഇടിച്ചു വന്നാൽ നമ്മളെന്ത് ചെയ്യാനാ? ഇങ്ങോട്ട് വരികയാണ്, എന്ത് ചെയ്യാനാ? നമ്മളത് ചെയ്തില്ലെങ്കിൽ അവർ മറ്റേ ജ്യോത്സ്യന്മാരൊക്കെ പോകും. അപ്പോൾ നമുക്ക് ഇതെന്തെങ്കിലും ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇതൊരു വാജിബ് നിർബന്ധമായ ഒരു സംഗതി എന്ന പോലെയാണ് ചെയ്യുന്നത്. ഈ രൂപത്തിൽ ഓരോന്നിനും മറുപടി പറഞ്ഞു. നഖ്ശ യാ ശൈഖന അയ്യദ്ഹബൽ അവാം ഇല സഹറ വൽ മുശഅബദീൻ. ഞങ്ങളിത് ചെയ്തിട്ടില്ലെങ്കിൽ സാധാരണക്കാരായ ആളുകൾ ഇവിടുത്തെ സാഹിര്യങ്ങളുടെ അടുക്കലേക്കും അതുപോലെ തന്നെ ഇവിടുത്തെ ജ്യോത്സ്യന്മാരുടെ അടുക്കലേക്കൊക്കെ പോകുമല്ലോ. അപ്പൊ ഞങ്ങൾക്ക് ചെയ്യണ്ടേ? അപ്പൊ അതിന് മറുപടി കൊടുത്തു. ഉത്രുഖും യദ്ഹബൂൻ വലാ യർജിഊൻ. അവരെ വിട്ടേക്ക്, അവര് പൊക്കോട്ടെ, അവര് മടങ്ങൂല. അന്തമല്ലദി കല്ലഫക്. നാട്ടിലെ മുഴുവൻ ആളുകളെ വക്കാലത്തേക്കാ നീയാരാ? ഈ നാട്ടിലുള്ള മുഴുവൻ ആളുകളെയും വക്കാലത്തേറ്റെടുത്തിട്ട് തുഫ്സിദു നഫ്സക വതുഫ്സിദു ഹയാതക വദീനക. നീ നിന്റെ ജീവിതം നശിപ്പിക്കുന്നു, അതുപോലെ തന്നെ നിന്നെ തന്നെയും നശിപ്പിക്കുന്നു, അപ്രകാരം നിന്റെ ദീനം നശിപ്പിക്കുന്നു. എന്തിനു വേണ്ടി? ലിറുഖിയ മിൻ അജ്ലി അന്നഹും യദ്ഹബൂൻ ലിസ്സഹറ. മറ്റുള്ള ആളുകൾ ജ്യോത്സ്യന്മാരൊക്കെ പോകുമെന്ന് പറഞ്ഞിട്ട് എന്തെടുക്കുക? നീ റുഖിയ നടത്തുന്ന ആളായിട്ട് നീ നിന്നെ നശിപ്പിക്കുന്നു. അതാ അറിയാതെ ഡോക്ടർ സുബൈർ സാഹിബ് പോലും ഇടക്കാലഘട്ടത്തിൽ നൂല് കെട്ടാൻ പോയത്. ഇത് മുജാഹിദായതിന് ശേഷമാണ് സംഭവിച്ചത്. മുജാഹിദായതിന് ശേഷമാണ് സംഭവിച്ചത്. അപ്പോൾ ആ അബദ്ധത്തിൽ നിങ്ങൾ ചെന്നാടിന് ഇന്നിപ്പോൾ അദ്ദേഹം അതൊക്കെ ഒഴിവാക്കിയത്. ഇപ്പോൾ സൂറത്തുൽ ഫലക്കോ സൂറത്തുൽ നാസൊക്കെ ഓതി കൊടുക്കുക, അതിനാരും തെറ്റ് പറയണില്ല. പ്രത്യേകിച്ച് നിങ്ങളുടെ ഡോക്ടർ കൂടിയാണ്, MBBS പാസ്സായ ആളാ. എനിക്ക് ചികിത്സിക്കാൻ ഗവൺമെന്റ് സർട്ടിഫിക്കറ്റ് എന്ന ആളാ, എനിക്ക് ചികിത്സിക്കാം. അത് പറഞ്ഞ പോലും എന്നെ ക്രൂശിച്ചിട്ടുണ്ട്. ഡോക്ടർ സുബൈർ ചികിത്സിക്കാൻ MBBS പാസ്സായ ആളെന്ന് പറഞ്ഞ പോലും ഞാൻ തെറിയേക്കേണ്ടി വരും. പോട്ടെ, ഞാനത് കേട്ടോളാം, എനിക്ക് പ്രശ്നമില്ല.
അപ്പോൾ ഈ രൂപത്തിൽ നിങ്ങൾക്ക് ഔദ്യോഗികമായി ചികിത്സിക്കാൻ ഉള്ള അധികാരമുള്ള ആളാ. കൂട്ടത്തിൽ നിങ്ങൾ ഫലക്കോതി കൊടുത്തോ, നാസോതി കൊടുത്തോ, ഒരാളെ ഊതി മന്ത്രിച്ചോ, പക്ഷേ നിങ്ങൾ അനിസ്ലാമികമായ വഴിയിൽ അറിയാതെ പോയി വീണു, അല്ലെങ്കിൽ നിങ്ങൾ അബദ്ധത്തിൽ പോയി ചാടി. ഇനി കേട്ടോ, ഇത് പറഞ്ഞപ്പോ ഷെയ്ഖ് റബീ പറഞ്ഞപ്പോ മറ്റൊരു പറയാ, എന്ത് ലാ യാ ഷെയ്ഖ് ലാകിന്നഹും യൗതൂന ഇലയ്യ. നിങ്ങൾ പറഞ്ഞ പോലെ ഞങ്ങൾ അങ്ങോട്ട് പോയിട്ട് ചാക്കിട്ട് പിടിക്കുന്നില്ല. ആൾക്കാരൊക്കെ ഇങ്ങനെ വരികയാണ്, എന്ത് ചെയ്യാനാ? ഓരോ മൗലവിമാർ ഇങ്ങനെ പറഞ്ഞു വിടാടെ, എന്ത് ചെയ്യാനാ ഞങ്ങള്? അപ്പൊ ആളുകൾ വരികയാണല്ലോ. അപ്പോഴും ഷെയ്ഖ് പറഞ്ഞു വിട് മായതൂന ഇലൈക ഇല്ലാ ലിഅന്നക നസബ്ത നഫ്സക ലിറുഖിയ. നീ റുഖിയുടെ ആളായിട്ടിരിക്കാതെ ഒരാൾ നിന്റെ അടുക്കിലേക്ക് ആരും പറഞ്ഞു വിടൂല. എന്താ ഡോക്ടർ സുബൈന്റെ അടുക്കിലേക്ക്, ഇഫ്സറാമാന്റെ അടുക്കിലേക്ക് മാത്രം ആളെ പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ ബാംഗ്ലൂരിലേക്ക് മാത്രം പറഞ്ഞു വിടണേ, അല്ലെങ്കിൽ പെരിന്തൽമണ്ണ നജീബ് സാഹിബിന്റെ അടുക്കിലേക്ക് മാത്രം പറഞ്ഞു വിടണേ? എന്തേ സക്കരിയ സലയുടെ അടുക്കിലേക്ക് പറഞ്ഞു വിടുന്നില്ല? എന്റെ PN അടുക്കിലേക്ക് പറഞ്ഞു വിടുന്നില്ല? എന്റെ ഹുസൈൻ സൽഫിയുടെ അടുക്കിലേക്ക് പറഞ്ഞു വിടുന്നില്ല? അല്ല, ഈ PN-നെക്കാളും ഈ ഹുസൈൻ സലഫിയെക്കാളും ഒക്കെ ആലിമീങ്ങളാണോ ഈ റുഖ്യ നടത്തുന്ന നജീബ്? ഡോക്ടർ സുബൈർ കുറച്ചൊക്കെ പഠിക്കുന്ന ആളാണ്, എന്തെങ്കിലും വെക്കാം. അതുപോലെ ഇഫ്സർ റഹ്മാൻ ആണോ ഈ പറയുന്ന PN-നെക്കാളും, അതുപോലെ തന്നെ ഈ പറയുന്ന ഹുസൈൻ സൽഫിയെക്കാളും വലിയ ആളാണോ? അപ്പൊ ശൈഖ് പറയാണ്, നീ റുഖിയുടെ ആളായിട്ടിരിക്കാതെ ഒരുത്തരും നിന്റെ അടുക്ക വരൂല. ഒഴിവാക്ക്, ഈ പണി നിർത്തിക്കോന്ന് പറഞ്ഞു. ഇത് ഞാൻ വായിക്കണ എൻ്റെ സുഹൃത്തായ, എൻ്റെ സ്നേഹിതനായ, ബഹുമാന്യനായ, ഞാൻ പേരോടിന് മറുപടി പറയാൻ ചക്കരപ്പുറമ്പ് വരുമ്പോൾ ഓർക്കുണ്ടാവും നിങ്ങൾ. അത് ഞാൻ ആദ്യമായി പ്രസംഗിച്ചു തുടങ്ങുന്ന കാലഘട്ടത്തിൽ എനിക്ക് പേരോടിന് മറുപടി പറയാൻ കഴിയുമെന്ന് പേടിച്ചിട്ട് അതിൻ്റെ സംഘാടകർ 1.5 മണിക്കൂർ ഡോക്ടർ സുബൈറിന് അവസരം കൊടുത്ത് പ്രസംഗിപ്പിച്ചിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ പ്രസംഗിച്ചത്. കാരണം ആദ്യം ഞാൻ പ്രസംഗം തുടങ്ങുക, അപ്പോൾ പേരോടിന് മറുപടി എനിക്ക് കഴിയുമെന്ന് സംഘാടകർക്ക് പേടി, എൻ്റെ പേര് ചോദ്യം ചെയ്തു. അവസാനം തൽക്കാലം പരിഹാരം സംഘാടകർക്ക് ബേജാറായിട്ട് അതിന് മറുപടി പറയാൻ വേണ്ടി 1.5 മണിക്കൂർ അനുവദിച്ചു കൊടുത്ത് പ്രസംഗിച്ചാളാ ഡോക്ടർ സുബൈർ. അന്ന് മുതൽ എനിക്ക് ബന്ധമുണ്ട് അദ്ദേഹത്തോട്. അതുകൊണ്ട് ഈ വാചകം ഞാൻ വായിക്കുന്നത് അദ്ദേഹത്തോടുള്ള നസീഹത്ത് എന്ന നിലക്ക് തന്നെയാണ്. നിങ്ങൾ ഒഴിവാക്ക്. എന്നിട്ട് നിങ്ങൾക്ക് അല്ലാഹു ചെയ്ത അനുഗ്രഹം, നിഅമത്ത്, നിങ്ങളുടെ സംസാരം, നിങ്ങളുടെ പഠനം, നിങ്ങളുടെ ഗവേഷണം തൗഹീദിന് വേണ്ടി മാറ്റിവെക്ക്. നിങ്ങൾ ഈ വണ്ടിയും വലിയും ചക്കയും ചർക്കയും കൊണ്ടുവന്ന് ഈ സമുദായത്തിന് വലിയ പണ്ഡിതന്മാരെന്ന് പറഞ്ഞ് നടക്കുന്നവർ തന്നെ ഹക്കിൽ നിന്ന് അകന്നു പോകുന്ന ഗതികേടുണ്ടായി. മഹത്തായൊരു സംഘടന ഈ രൂപത്തിൽ തുണ്ടം തുണ്ടമായി മാറുന്ന അവസ്ഥയുണ്ടായി. മനസ്സിലാക്കണം, എൻ്റെ വിവേകപൂർവ്വം അത് കൈകാര്യം ചെയ്തില്ല, അതാ പ്രശ്നം. നിങ്ങളെപ്പോൾ ആളുകൾക്ക് സ്റ്റേജ് തന്നു എന്നതാകാം ഒരു പക്ഷേ ഈ പ്രസ്ഥാനം ചെയ്ത തെറ്റ്. അതിന് ഈ പ്രസ്ഥാനത്തെ നിങ്ങൾ ക്രൂശിക്കരുത്. നിങ്ങളുടെ നാവും അതുപോലെ തന്നെ നിങ്ങളുടെ ആരോഗ്യവും നിങ്ങളുടെ കഴിവും അള്ളാഹുവിൻ്റെ ദീനിന്റെ തൗഹീദിന്റെ മാർഗത്തിൽ ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിച്ച് ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ഓടി നടന്ന കാരണവന്മാർ നിങ്ങൾക്ക് അവസരം തന്നു എന്നതാകും ഈ പ്രസ്ഥാനം ചെയ്ത തെറ്റ്. അതിൻ്റെ പേരിൽ ഈ പ്രസ്ഥാനത്തിന് കഴുമരം നിങ്ങൾ സമ്മാനിക്കരുത്. ഉപദേശമാണ്, നസീഹത്താണ്, ഗുണകാംക്ഷയാണ്. ഞങ്ങളുടെ മാത്രമല്ല, നേരെ മറിച്ച് ഷെയ്ഖ് റബീഉ പറഞ്ഞു, വിട്, അള്ളക്ക് വിട്. അല്ല പറഞ്ഞു, നീ എല്ലാവരും വക്കാലത്തേറ്റ് കിടക്കേണ്ട ആളല്ല, എല്ലാവരും വക്കാലത്തേറ്റ് കിടക്കണ്ട. കേട്ടോ, എന്നിട്ട് അദ്ദേഹം പറയുന്നു, ഹാദിഹിൽ ഹുജ്ജ അവ്വൽ റാഖിം ഫിൽ മദീന. ഇത് വഴികേടാണ്, വഴികെട്ട് പോകുന്നതിന്റെ ഒന്നാമത്തെ തെളിവാരെന്നറിയോ? ഷെയ്ഖ് റബീ പറയാണ്, മദീനയിൽ ഉണ്ടായിരുന്ന ഒരാൾ, കാന ജമീലുന വകാന സലഫിയൻ ജയ്യിദൻ ജിദ്ദൻ. അയാൾ വല്ല പക്കാ സലഫിയായിരുന്നു. മദീനയിൽ ഉണ്ടായിരുന്ന പക്കാ സലഫിയായ എൻ്റെ ഒരു ചങ്ങാതി, വകാന യുദരിസു ഫിൽ മസ്ജിദിൻ നബവി. അദ്ദേഹം മസ്ജിദുൻ നബവിയിൽ ദർസ് നടത്തിയ ആളാ. മനസ്സിലായി? 2 പ്രസംഗം നടത്തുക മാത്രമല്ല, നേരെ മറിച്ച് മസ്ജിദുൻ നബവിയിൽ മുദരിസായിരുന്ന എൻ്റെ ചങ്ങാതി, അദ്ദേഹം വല്ലാഹി അത്ഥറ ഫീ കസീരിൻ മിന ശബാബി സൂഫിയ ഫിൽ മദീന. മദീനയിൽ ഉണ്ടായിരുന്ന ഒരുപാട് സൂഫി ചിന്താഗതികളെ പേറിയ ആളുകളെ മാറ്റിയാളാ. പ്രസംഗിച്ച് ഖണ്ഡനം നടത്തി ഒരുപാട് സൂഫി ചിന്താഗതികൾ പേര് നടന്ന ഖുറാഫികളെ സലഫിയാക്കിയ വലിയൊരു പണ്ഡിതനായിരുന്നു. എന്നിട്ടോ അയാളുടെ പ്രസംഗം കൊണ്ട് ഒരുപാട് സൂഫികൾ നന്നായി. സൂഫികൾ മാത്രമല്ല, വേറൊരുപാട് യുക്തിവാദികളും മതനിഷേധികളൊക്കെ ഇയാളുടെ പ്രസംഗം കൊണ്ട് നന്നായി. പിന്നെ അദ്ദേഹത്തിൻ്റെ അടുക്കൽ ശൈത്താൻ വന്നു. ഞാൻ പണ്ട് സലഫിയ, ഞാൻ പ്രസംഗിച്ചു, എനിക്ക് സ്റ്റേജ് തന്നു എന്ന് പറഞ്ഞില്ലേ ഡോക്ടർ സുബൈർ സാഹിബ്. അതുപോലെ മസ്ജിദുൻ നബവിയിൽ അവിടുത്തെ ഗവൺമെന്റ്
ദറസ് നടത്താൻ അവകാശമൊരുക്കിക്കൊടുത്ത, സാഹചര്യം ഒരുക്കിക്കൊടുത്ത വലിയ മുദരിസായ പണ്ഡിതന്റെ അടുക്കൽ ശൈത്താൻ വന്നു. എങ്ങനെ ശൈത്താൻ വന്നത്? ഈ റുഖിയായിട്ട് വന്നു. എന്നിട്ട് അദ്ദേഹം റബീ പറയാണ്, അദ്ദേഹം എൻ്റെ അടുക്കൽ ആദ്യം വന്ന് മുശാവറ നടത്തി. അതിലേക്ക് കയറുന്നതിന് മുമ്പ് അദ്ദേഹം എൻ്റെ കൂട്ടുകാരനാണ്. അന്നഹു സ്വദീഖി വസമീലി, എൻ്റെ ചങ്ങാതിയാണ് അദ്ദേഹം, എൻ്റെ കൂട്ടുകാരനാണ്. അദ്ദേഹം ഞാനുമായി മുശാവറ നടത്തി. യാ ശൈഖ് റബീ, അദ്ദേഹം പറഞ്ഞു, അന അല്ലംതു ഫുലാനൻ അർറുഖിയ, ഞാനൊരാൾക്ക് റുഖിയ പഠിപ്പിച്ചു കൊടുത്തു. ഇയാൾ പറയാ, ഈ മുദരിസ്, ഈ പക്കാ സലഫി ഒരുപാട് ഘടന നടത്തി. ഇയാൾ പറയാ, ഞാൻ ഒരാൾക്ക് ഞാൻ ഈ റുഖിയ പഠിപ്പിച്ചു കൊടുത്തു. അയാൾ ഇന്ന് പിന്നെ ഇഷ്ടംപോലെ പൈസ ഉണ്ടാക്കുന്നുണ്ട്, കണ്ടമാനം പൈസ ഉണ്ടാക്കുന്നുണ്ട്. ആര്? ഇയാൾ പഠിപ്പിച്ചു കൊടുത്ത ആൾ ഇപ്പോൾ റുഖിയ നടത്തിയിട്ട് ഒരുപാട് പൈസ ഉണ്ടാക്കുന്നുണ്ട്. ഏതാണ്ട് ഒരു റുഖിയക്ക് 14,000 രൂപയാ റേറ്റ്, അത് വരെ വാങ്ങുന്നുണ്ട്. റബീ പറ, ഞാൻ അയാളോട് പറഞ്ഞു, അൻസഹ് അല്ലാത്ത ദുഖുലഫി ഹാദൽ ബാബ്, മോനെ ഞാൻ നിന്നെ ഉപദേശിക്കുകയാണ്, ഈ വഴിയിലൂടെ നീ പോകരുത് എന്ന് അന്ന് റബീ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം അപ്പോഴും പറയും, ആളുകൾ ഈ പറയുന്ന ജ്യോത്സ്യന്മാരൊക്കെ സിഗരറ്റിലേക്ക് പോകുന്നത് എനിക്ക് ഭയങ്കര പേടിയാണ്, അത് പോകാതിരിക്കാൻ വേണ്ടി നമുക്ക് നടത്തിക്കൂടെ? അപ്പോഴും റബീ വല്ലാഹി മാ അന്ത മസ്ഊൽ, ആളുകൾ എന്തൊക്കെ ചെയ്തൊക്കെ നീ ഉത്തരം പറയേണ്ട കാര്യ ആണോ? വല്ലാഹി മാ അന്ത മസ്ഊൽ, നീ മസ്ഊലല്ല അതിൽ എന്ന് മാത്രമല്ല, ഞാൻ അദ്ദേഹത്തോട് വീണ്ടും പറഞ്ഞു, നീക്കൊന്നും ചെയ്യാൻ കഴിയില്ല. നീ നീ ചെയ്യേണ്ടത് ദായിമാർ, അള്ളാഹുവിലേക്ക് വിളിച്ച ദായിമാർ ചെയ്ത പോലെയാകണം. നിനക്ക് ജിന്നൊഴിപ്പിക്കണോ, ശൈത്താനെ ഓടിക്കണോ, പിശാചിനെ പറപ്പിക്കണോ? ദായിമാർ ചെയ്ത പോലെ ചെയ്യണം. എന്താ? എടേ ഉദാഹരണം, ശൈഖ് അബ്ദുള്ള അൽ ഖർആവി ജാഅ ഇൻദനാ ഫിൽ മൻദഖ വകസീറു മിനൻ നാസ് മർള അലൽ ഫർശ് ലാ യഖൂമൂൻ. എൻ്റെ നാട്ടിൽ മഹാനായ അബ്ദുല്ലാഹിൽ ഖർആവി കടന്നു വന്നു. എൻ്റെ നാട്ടിൽ അബ്ദുല്ലാഹിബ്നു ഖർആവി കടന്നു വരുമ്പോൾ അവിടെയുള്ള ആളുകളുടെ അവസ്ഥ വകസീറു മിനൻ നാസ് മർള അലൽ ഫർശ് ലാ യഖൂമൂൻ, ബോധം കെട്ട് കിടക്കുക മനുഷ്യന്മാര്. കേരളത്തിൽ മുജാഹിദ് പ്രസ്ഥാനം വരുമ്പോൾ ഉണ്ടായിരുന്ന അവസ്ഥ, ശൈത്താൻ കൂക്കലായിരുന്നു. ഒരറ്റത്ത് കൂക്കിയാൽ അടുത്തറ്റത്ത് അടങ്ങൂല. ജിന്നുബാധയും ബോധം കെടലും ഈ രൂപത്തിൽ ബോധക്കേട് സംഭവിച്ച് ചങ്ങലകൾ പൂട്ടിയിടപ്പെട്ട അവസ്ഥയിലെ മാനസിക രോഗം ബാധിച്ചും ജിന്നു ബാധിച്ചും പ്രയാസപ്പെടുന്നവരായിരുന്നു. എന്നാൽ ശൈഖ് ഖർആവി ഞങ്ങളുടെ നാട്ടിൽ വരുമ്പോഴും ഇതുപോലെയായിരുന്നുവെന്ന് അദ്ദേഹം പറയാണ്. ആളുകൾ രോഗം ബാധിച്ചവർ എഴുന്നേക്കുന്നില്ല, ഈ ജിന്നും ഈ പറയുന്ന ഇതൊക്കെ ബാധിച്ച് ബോധം കെട്ട് കിടക്കുന്ന മനുഷ്യന്മാരായിരുന്നു. എന്നാൽ ശൈഖ് ഖർആവി ഞങ്ങളുടെ നാട്ടിൽ വന്നു എന്ന് മാത്രമല്ല, അവിടെ വരുമ്പോൾ അവർ എവിടെ നോക്കിയാലും ജിന്ന്, റോട്ടിൽ നോക്കിയാലും ജിന്ന്, മരത്തിൽ നോക്കിയാലും ജിന്ന്, എവിടെ നോക്കിയാലും ജിന്ന്. ആ ഒരു ഗതിയിലായിരുന്നു എൻ്റെ നാട്ടിലെ ആളുകൾ. അങ്ങനെ ശൈത്താൻ അവരെ പിടിച്ചടക്കി. ആ സന്ദർഭത്തിൽ ശൈഖ് ഖർആവി വന്നു. എന്നിട്ട് എടുക്കട വടി കൊടുക്കട അടി എന്നല്ല, പിടിക്കടവരെ കൊടുക്കട ഊത്ത് എന്നല്ല, എടുക്കട സ്പ്രേയർ എന്നല്ല. ഈ നാട്ടിലെ ആൾക്കാർക്ക് ജിന്ന് ബാധിച്ചിരിക്കണ കൊണ്ട് എടുക്ക സ്പ്രേയർ എന്നല്ല പറഞ്ഞത്. എവിടെ ഓസും കഷ്ണം എന്നല്ല. പെണ്ണുങ്ങളാണ് എവിടെ ഊതാം കുഴല് അല്ല. നേരെ മറിച്ച് അദ്ദേഹം വന്നു. എന്നിട്ട് എന്തെടുത്തു? വന്നിട്ട് എന്റെ വാക്കല്ല, സൗദി അറേബ്യയിൽ, നിങ്ങൾ പറഞ്ഞു സൗദി അറേബ്യയിലല്ല, ശൈഖ് റബീ ഇബ്നു ഹാദി അൽ മദ്ഖലി അദ്ദേഹം പറയാണ്, ലാ റുഖിയ, ഒരു മന്ത്രവും വേറെ ഒന്നുമില്ല, വലാ ശൈ, ഒരു ചുക്കില്ല. ബാറക്കല്ലാഹു ഫീക്കും, അല്ലാഹ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കുല്ലു ഹാദിഹിൽ അശ്യാ ഇന്ദാ. തൗഹീദ് അങ്ങ് പറഞ്ഞപ്പോ ജിന്ന് മരത്തിന്ന് ഇറങ്ങി റൊട്ടിന്നും പോയി അങ്ങ് പാഞ്ഞു തടിതപ്പി. തൗഹീദ് വന്നപ്പോ ശൈത്താനോടി, ജിന്ന് പോയി. അവിടെ എല്ലായിടത്തേക്കും തൗഹീദും ഇൽമും പരത്തി. ആ സന്ദർഭത്തിൽ ഈ പറയപ്പെട്ട എല്ലാ ജഹാലത്തും നീങ്ങി. സിഹ്ർ പോയി, കണക്ക് നോട്ടം പോയി, പിശാച് പോയി. അതുകൊണ്ട് ഞാൻ നിങ്ങളെ ഉപദേശിക്കുന്നു, ഇതെന്റെ വാക്കല്ല. കേരളത്തിൽ ജനിച്ച് പള്ളി ദറസുകളിൽ പഠിച്ച് പിന്നീട് മുജാഹിദ് പ്രസ്ഥാനം മനസ്സിലാക്കി കുറെ കാലം ഡോക്ടർ സുബൈറിനോടൊപ്പം തന്നെ ദഅ്വാ രംഗങ്ങളിൽ ഏർപ്പെട്ട് പിന്നീട് മാറി ഡോക്ടർ ഒരു ഭാഗത്തും ഞാൻ വേറൊരു ഭാഗത്തും നിൽക്കേണ്ട അവസ്ഥയിലെത്തി. ആ അവസ്ഥയിലെത്തിയ എൻ്റെ ഉപദേശമല്ല, നേരെ മറിച്ച് മദീനത്ത് അവിടുത്തെ ഇസ്ലാമിക വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന അറിയപ്പെട്ട പണ്ഡിതൻ പറയുന്നു, എന്താ പറയുന്നത്?
ഫാറൽ മുസ്ലിഹൂൻ മിന ദഅവതി ഇല തൗഹീദ്, നിങ്ങൾ തൗഹീദിന്റെ മാർഗത്തിൽ പ്രവർത്തിക്കുക. അതുപോലെ തന്നെ ആ മാർഗത്തിൽ അധ്വാനിക്ക്, തൗഹീദ് പറഞ്ഞു കൊടുക്ക്, ശിർക്കിനെതിരെ പോരാട്, അതുപോലെ തന്നെ ഖുറാഫാത്തിനെതിരെ പോരാട്. എങ്കിൽ ഫതദ്ഹബു അൻഹും അശ്ശയാത്തീൻ, എല്ലാ ശൈത്താനും ബുക്കോളും, എല്ലാ ശൈത്താനും ചാറായിക്കൊള്ളും. ഫലാ യഹ്താജൂന ഇല റുഖാത്ത് മിനശ്ശയാത്തീനി മിനസ്സഹറത്തി വഗൈരിഹിം, അവർക്ക് ഈ പറയുന്ന തൗഹീദുള്ള മനുഷ്യന്മാർക്ക് ഇങ്ങനെയുള്ള മനുഷ്യന്മാരുടെ ആവശ്യമില്ല. തൗഹീദ് ഒരു ജനതക്കുണ്ടെങ്കിൽ ഫലാ യഹ്താജൂന ഇല റുഖാ മിനശ്ശയാത്തീൻ മിനസ്സഹറ വഗൈരിഹിം, ഇതുപോലുള്ള ഈ സാഹചര്യങ്ങളുടെ ആവശ്യമില്ല. പക്ഷേ ഫഅബാ വദഖല ഫിർ റുഖിയ്യ, ഈ മുദരിസ് മസ്ജിദുൻ നബവിയിലെ മുദറസ് നടത്തിക്കൊണ്ടിരുന്ന ആള് മുദരിസ് ഇത് സ്വീകരിച്ചില്ല, ഈ ഉപദേശം കേട്ടില്ല, പോയി മൂപ്പര്. റബീന് വിവരമില്ല, അവൻ കോക്കസാ, ഒരു മുഅ്തസിലിയാ, അവന് വല്ല വിവരമുണ്ടോ? നമ്മളൊക്കെ ഇതൊക്കെ പഠിച്ചിലൊക്കെ നടപ്പാക്കണ്ടല്ലേ? നമ്മൾ ഒറ്റ പോക്ക് പോയി. ഈ മുദരിസ് മസ്ജിദുൻ നബവിയിൽ നിന്ന് ഇറങ്ങി ഇങ്ങോട്ടാ പോയെന്നറിയോ? ഇയാൾ പോയി. പിന്നെ കുറച്ച് കഴിഞ്ഞ് കാണാം, പിന്നെ അവിടെ തന്നെ ഉള്ള കുറേ മന്ത്രവാദി ഇയാൾക്കെതിരായി. ഇയാളിവിടെ മന്ത്രം തുടങ്ങി, അപ്പോൾ മറ്റേ ആൾ അപ്പുറത്ത് തുടങ്ങി, അപ്പോൾ അവിടെ ആൾ പോകണം, ഇവിടെ ആൾ വരുന്നില്ല, അവിടെ അങ്ങനെ പ്രശ്നം ഉണ്ടല്ലോ. അങ്ങനെ വാഹിദും ഫി റിയാദ് വാഹിദും ഫി തബൂക്ക്, നിങ്ങളുള്ള തബൂക്കിൽ നിന്നുകൊണ്ടായി അദ്ദേഹത്തിന് ശത്രുക്കൾ. അദ്ദേഹം തബൂക്കിലാണ് എന്നാണ് എൻ്റെ അറിവ്. ഞങ്ങളുടെ ഇവിടെ മാറിയിട്ടുണ്ടെങ്കിൽ എനിക്ക് തെറ്റി എന്ന് മനസ്സിലാക്കിയാൽ മതി. തബൂക്കിൽ ഈ മനുഷ്യന് ശത്രുക്കളുണ്ടായി. വാഹിദും ഫിൽ ജിദ്ദ, ജിദ്ദയിലുണ്ടായി. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഇയാൾക്കെതിരെ പല ആരോപണങ്ങളും വന്നു. ഇയാളതിന് മറുപടി പറയാൻ പോയി. കുറെ ആളുകൾ പറഞ്ഞു ശൈത്താൻ കയറൂല എന്ന് പറയാൻ പോയി. കുറെ കഴിഞ്ഞ് മറുപടി പറഞ്ഞു. ഇയാൾ അന്ന് ശൈത്താൻ കയറുമെന്ന് പറഞ്ഞ് മറുപടി പറഞ്ഞു നടന്നു. പിന്നെ ആളുകൾ ശത്രുക്കൾ വർദ്ധിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ ഇയാൾ മറ്റുള്ളവർ കയറുമെന്ന് പറഞ്ഞു. ഇയാൾ ഞങ്ങൾക്ക് ശൈത്താൻ കയറൂല, ഒക്കെ വെറുതെ അടക്കം തട്ടിപ്പാണെന്ന് പറഞ്ഞു ഇയാൾ. കാരണം ഇയാളുടെ ചികിത്സക്ക് ആള് കൂടുതൽ, അപ്പുറത്ത് ആള് പോകുന്നു എന്ന് കണ്ടപ്പോൾ എന്തെടുത്തു അതിന് പ്രശ്നം മടല് വീണതാ, ജിന്നല്ല. ഇതിങ്ങനെ കേട്ടിരിക്കുമ്പോൾ ഇപ്പോൾ എല്ലാം ജിന്ന് എന്ന് പറഞ്ഞാൽ അങ്ങനെ വിചാരം മടൽ ഉണങ്ങിയിട്ട് മേളിൽ താഴ്ത്ത് വീണതാ, അതിൻ്റെ അടിയിൽ നിന്ന് മാറിയിരിക്കുക. അതാ അതിനുള്ള പരിഹാരം. ഡോക്ടറെ കണ്ടിപ്പോൾ റുക്കിയ നടത്താതെ വിചാരിക്കണ്ട ആണ് പറയും. അപ്പോൾ മനസ്സിലാക്കണം, ഇത് ഞാൻ ഇന്ന് ഇവിടെ ഒരു ഇഷ്യൂ ഉണ്ടായപ്പോൾ ഞാൻ നടത്തിയൊരു പ്രസംഗമായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്തില്ലേ? ഇല്ലേ? നമ്മൾ നടത്തിയതല്ല ഇത്, നമ്മൾ പറഞ്ഞതല്ല, ഇതൊരു കോക്കസ് പറഞ്ഞതല്ല, ഇതൊരു മൂപ്രസംഗം പറഞ്ഞതല്ല. ഇതിൻ്റെ ദുരന്തം കണ്ട ലോക സലഫി പണ്ഡിതന്മാർ ജനങ്ങളെ ഉപദേശിച്ചു കൊടുത്ത വിഷയം കേരളത്തിൻ്റെ മണ്ണിൽ പറഞ്ഞു എന്നതുകൊണ്ടാണ് ബഹുമാനനായ ഡോക്ടർ യൂട്യൂബിൽ ജിന്നുവാദികൾക്ക് വേണ്ടി അഭിമുഖം കൊടുത്തത്. അവിടെ ഈ പാവപ്പെട്ട സാധുവായി എന്നെ പരാമർശിച്ചത്. വേദനയുണ്ടായി, പ്രയാസമുണ്ടായി. താങ്കൾ പലതും പറഞ്ഞിട്ടതിൽ ഞാനെല്ലാം വലിച്ചിട്ടിട്ടില്ല. എന്നോട് ചോദിക്കാം, ഇങ്ങനെ ചെയ്തല്ലേ അനസ, നീയല്ലടാ അന്ന് എന്നെ കൊണ്ടുപോയത്, എന്നിട്ട് ഇപ്പോൾ പ്രസംഗിക്കലാ എന്നെ വിളിച്ച് ചോദിച്ചോ ഡോക്ടർ? ഇതുവരെ ഇല്ലല്ലോ. ഇനി അദ്ദേഹം പറയുന്നത് ഡോക്ടർ സുബൈറിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവന്നത് അദ്ദേഹം പറയാൻ കാരണം, അദ്ദേഹത്തിൻ്റെ അടുക്ക് പരാമർശിച്ചത് പിന്നെ സക്കരിയ മൗലവി പിന്നെ ഒരാടടുക്കിലേക്ക് ആളെ വിട്ടതിനെ ഞാൻ വിമർശിച്ചത് കൊണ്ടാണ്, അത് ഞാൻ വിമർശിച്ചത് കൊണ്ടാണ് അദ്ദേഹം അത് പറയാൻ കാരണം. സക്കരിയ മൗലവി എന്തെല്ലാം ചെയ്തു? സക്കരിയ മൗലവി ആറടുക്കിലേക്ക് വിട്ടത് അങ്ങ് മനസ്സിലാക്കി, ഇഫ്സുർ റഹ്മാൻ അടുക്കിലേക്കാ. സക്കരിയ മൗലവി എന്ന് പറഞ്ഞ ആൾ എവിടെ ഇക്കണ്, ഇഫ്സുർ റഹ്മാൻ എന്ന് പറഞ്ഞ ആൾ എവിടെ ഇക്കണ്? നിങ്ങൾക്ക് അറിയാലോ ഇഫ്സുർ റഹ്മാൻ, നിങ്ങൾക്ക് അറിഞ്ഞൂടെ? നിങ്ങൾ അത്രയും വരെ ഒരുപക്ഷെ നിങ്ങളുടെ വിനയം കൊണ്ട് നിങ്ങൾ നിശ്ചയിച്ചേക്കാം, പക്ഷേ എൻ്റെ കാഴ്ചപ്പാടിൽ ഡോക്ടർ സുബൈർ നടത്തിയ ദഅവാ രംഗത്തേക്ക് പോലും ഈ മനുഷ്യൻ കടന്നു വന്നിട്ടില്ല. ആ ഒരു ക്വാളിഫിക്കേഷൻ പോലും ഇല്ല. ഒരാൾ വന്നപ്പോൾ അയാളെ നേരെ പറഞ്ഞു വിടുകയാണ് എന്ന് മാത്രമല്ല, ഞാനിനി മൗനമായിട്ടിരുന്നാലും കേരളം മുഴുവൻ അതിനെ വിമർശിച്ചൂലേ? ഞാൻ മാത്രം അത് അല്ലല്ലോ, കേരളത്തിൽ ഈ രംഗത്ത് കടന്നു വന്ന മുസ്ലിംമാർ വരെ വളരെയധികം പരിഹാസത്തോടെ അവജ്ഞയോടെ അതിനെ കണ്ടില്ലേ? എന്നെ ക്രൂശിച്ചുകൊണ്ട് നിൽക്കുന്ന വിഷയമാണോ അത്? ഒരിക്കലുമല്ല. നേരെ മറിച്ച് അതിനകത്ത് അദ്ദേഹം പറഞ്ഞ വിഡ്ഢിത്തങ്ങൾ എത്രേ. പറഞ്ഞ പോലെ ജാഹു ഷെയ്ത്താൻ അവിടെയും ചെന്നില്ലേ? വിഡ്ഢിത്തങ്ങൾ എത്രേ. ഞാൻ പറഞ്ഞതാണോ അത്? അല്ലല്ലോ. കേരളത്തിൻ്റെ തെരുവോരങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും അദ്ദേഹത്തിൻ്റെ ആ പരാമർശങ്ങളിട്ട് യഥാർത്ഥത്തിൽ മന്ത്രം നടത്തുന്ന മന്ത്രവാദികൾ നമ്മുടെ നാട്ടിലെ ജ്യോത്സ്യപ്പണി യുസ്മിൻ്റെ പണി നടത്തുകയും ചെയ്യുന്ന ആളുകൾക്ക് വരെ അവരുടെ വാദഗതികൾക്ക് തെളിവായി കൊണ്ടുവന്നു. കാരണം നിഷേധിക്കാൻ പറ്റില്ല, മറുപടി പറയാൻ പറ്റില്ല.
ഞാനിത് വെറുതെ പറയല്ല. ആ രംഗം ഡോക്ടർ സാഹിബിന്റെ അറിവിലേക്ക് ഒന്ന് കാണിച്ചു തരാം. ആ രംഗം, ആ പറയുന്ന അവസ്ഥ. അപ്പോ സക്കരിയ സുലായി ഇവിടെ ഒരു ചികിത്സ നടത്തിയിട്ടുണ്ട്, കുപ്രസിദ്ധമായൊരു ചികിത്സ. അതെന്താ, ഒരു ISM-കാരന് ചെയ്താൻ ഇളകി. ISM-മാരെ നേരെ പോയത് വേറൊരു ചെയ്താൻ്റെ അടുത്തേക്ക്. അങ്ങനെ മുജാഹിദ് ബാലുശ്ശേരിനെ വിളിച്ചിട്ട് സോക്കട് പറഞ്ഞു. അപ്പം മുജാഹിദ് ബാലുശ്ശേരി സൂറത്ത് മറിയമിന്റെ CD കൊടുക്കാണ്. അല്ല ചങ്ങായിമാരെ, നിങ്ങൾക്ക് ഈ സൂറത്തൊന്നും ഓതാൻ കഴിയൂലേ? ഇത് നിങ്ങൾ ഓതുമ്പോത്തിനാണ് ജാതിന്ന് പുറത്തു പോകല, CD കേട്ടാ തൗഹീദും ആകല. എന്തൊക്കെ കൊണ്ടാൻ വേണ്ടിയാണ് ഈ പറഞ്ഞുണ്ടാക്കുന്നത്? സുബ്ഹാനല്ലാഹ്. അങ്ങനെ പറയണേ. അങ്ങനെ ആ ഇതിനിടയ്ക്കൊരു കാര്യം പറയട്ടെ, ഈ CD വിൽപ്പന ഇവിടെ നടന്നിട്ടില്ലേ? ഇവിടെയും ഈ CD കൊടുത്തിട്ടില്ലേ? ഇതൊക്കെ നേരെ സൗദി അറേബ്യയിലേക്ക്. സൗദി അറേബ്യയിൽ നിന്ന് CD വാങ്ങിയെന്ന് പറയും. സൗദി അറേബ്യയിൽ നിന്നാണ് ഈ CD വാങ്ങുന്നത് എന്ന് പറയും. മന്ന സഹോദരങ്ങളെ, റുഖിയ ശറിയ ഇങ്ങനെ CD-യിൽ നടത്തുന്ന സംഗതിയല്ല. അത് മനസ്സിലായി. ഇവർക്ക് മനസ്സിലായിട്ടില്ല ഈ റുഖിയ ശറിയ എന്താണെന്ന്. ഇവർക്ക് അറിയില്ല. നമ്മൾ കുറ്റം പറയരുത്, നേരെ മറിച്ച് ഇവർക്ക് ഈ വിവരം എന്താണെന്ന് അറിയില്ല. യഥാർത്ഥത്തിൽ CD കിട്ടാൻ റുഖിയ ശറിയാവോ? ഇവരൊക്കെ CD കൊടുക്കുന്ന ആൾക്കാരാ. രാവിലെ കേട്ടോ, ഉച്ചക്കും കേട്ടോ, വൈകിട്ടും കേട്ടോ. എൻ്റെ പ്രത്യേക ആയത്തൊക്കെ സെലക്ട് ചെയ്ത മന്ത്രിച്ചൂതിയ CD ഇത് കേൾക്കുന്ന ആളുകൾ കേട്ടോ. തസ്ഗീലു ജിഹാസ് അത്തസ്ജീൽ അൻ ആയാത്തി മിനൽ ഖുർആൻ ലിഇദ്ദ സആത്ത് ഇൻദൽ മരീദ്. അതിങ്ങനെ കാസറ്റ് ഇങ്ങനെ വെച്ചു കൊടുക്കുക, ടേപ്പ് കാർഡ് ഇങ്ങനെ വെച്ചു കൊടുക്കുക. പ്രത്യേകമായ ആയത്തുകളും കണക്കുകളും എണ്ണങ്ങളും ഒക്കെ നിശ്ചയിച്ചിട്ട് വെച്ചു കൊടുക്കുക. എന്ന് മാത്രമല്ല, ആ CD നോക്കിയാൽ കാണാം ചില CD-കൾ സിഹിറിനാണ്, വൗഹറാലിൽ ആയിൻ. വേറെ ചില CD-കൾ കണ്ണീറിനാണ്, വൗഹറാലിൽ ജാൻ. വേറെ കുറെ CD-കൾ ജിന്നിളക്കാനാണ്. ഇത് പറ്റുമോ എന്ന് ലജനത്തു ദായിമയോട് ചോദിച്ചു. എന്താ പറഞ്ഞത്? അവര് പറഞ്ഞു, തസ്ഗീലു ജിഹാസ് അത്തസ്ജീൽ ബിൽ ഖിറാഅ വൽ അദ്ഇയ ലാ യഗ്നി അനിർ റുഖിയ. അത് റുഖിയ അല്ല. റുഖിയുടെ ഒരു ഉപകാരം അതുകൊണ്ട് കിട്ടൂല. ഈ CD കൊണ്ട് ആ റുഖിയുടെ ഒരു ഉപകാരം കിട്ടില്ല. കാരണം ലഅന്ന റുഖിയത അമലുൻ യഹ്താജു ഇലാ ഇഅ്തിഖാദിൻ വനിയ്യ. റുഖിയ എന്ന് പറഞ്ഞാൽ അതിന് നിയ്യത്തുണ്ട്. ഞാൻ മന്ത്രിക്കുകയാണെന്ന നിയ്യത്ത്. ചിലടത്ത് തടകണം, അത് തടകണം. കൈവെക്കണം, അത് വെക്കണം. CD ഇട്ടാലേ കൈവെക്കോ? ചിലടത്ത് ഊതണം, ഊതുവോ? ആ സ്പീക്കറിൻ്റെ ആ കാറ്റുകൊണ്ടാ മതിയോ? ഇതൊക്കെയാ റുഖിയ ശർഇയ്യ. ഇത് ഇവർക്കറിയില്ല. നേരെ മറിച്ച് ഈ രൂപത്തിൽ കാസറ്റ് കേൾപ്പിക്കലും ചടങ്ങും വർത്താനവും ഒക്കെ ആയിരുന്നു അല്ലേ? ഇതൊക്കെ പറഞ്ഞുതരാൻ ജമിയത്തുൽ വരേണ്ടി വന്നില്ലേ? നിങ്ങൾ ചീത്ത പറയണ്ടല്ലോ ജമിയത്തുൽ, പറഞ്ഞോളൂ. ഇതൊക്കെ പറഞ്ഞു തരാൻ കേരളത്തിൽ ജമിയത്തുൽ വരേണ്ടി വന്നു അല്ലേ? അതിന് തെറി കേട്ടില്ലേ? അതിനെ അപഹസിച്ചില്ലേ? അതിനെ ആക്ഷേപിച്ചില്ലേ? ആക്ഷേപിച്ചു. ഇനി ബാക്കി കേട്ടോ മുയിലേര് പറയുന്നത്. CD കേൾപ്പിച്ചു കൊടുത്ത് മാറിയില്ല. അങ്ങനെ സക്കരിയാന്റെ അടുത്തേക്ക് വരികയാണ്. സക്കരിയ എന്ത് ചെയ്തു? മൂപ്പര കയ്യിലുള്ള മന്ത്രിച്ചൂതിയ CD കുട്ടിന്റെ ചോട്ടിൽ എയർഫോൺ വെച്ച് കേൾപ്പിച്ചു കൊടുത്തു. അപ്പൊ ഈ ആയത്ത് കേട്ടപ്പോത്തിന് കുട്ടി പെരു ഇളക്കാക്കി. അപ്പൊ സക്കരിയ പറയാണ്, ഞാൻ ഒന്നുണ്ടാക്കി വന്ന് ആയത്തുൽ കുർസി ഓതി ഇന്നെ തന്നെ ഊതാൻ തുടങ്ങി. എന്താ കാരണം എന്താ? നിങ്ങൾ ഈ കവുങ്ങ് തോട്ടത്തിൽ അടക്ക പറിക്കാൻ കയറണോലേ, ഒരു കവുങ്ങിന്റെ മണ്ടമ കയറി അടക്ക പറിച്ച് താഴത്തേക്ക് ഇട്ടിട്ട് ഓനെ താഴത്തേക്ക് കാണൂല. ഓനെ പിന്നെ കിട്ടണമെങ്കിൽ കവുങ്ങ് തോട്ടത്തിന്റെ അങ്ങേ തലക്ക പോണോ, അണ്ണാകൊട്ടന്റെ അതിരി മോൾ കൂടെ അങ്ങനെ പോകല. സക്കരിയ പറയും, ഞാൻ ഒന്നുണ്ടാക്കി വന്ന് ആയത്തുൽ കുർസി ഓതി ഇന്നെ തന്നെ ഊതാൻ തുടങ്ങി. ഓന്റെ മണ്ടമുള്ള ചെയ്ത്ത എന്റെ മണ്ടമക്ക് വരണ്ടെന്ന് കരുതിയിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് പൂർണ്ണമായും ശൈത്താന്റെ ബാധയാണെന്ന് ബോധ്യപ്പെട്ടത്? എനിക്ക് ആ കുട്ടിയെ നേരത്തെ പരിചയമുള്ള ആളാണ്. ആ കുട്ടിക്ക് ഞാൻ ആദ്യം ഇദ്ദേഹത്തിന് മുജാഹിദ് ബാലുശ്ശേരിയെ വിളിച്ചു. മുജാഹിദ് ബാലുശ്ശേരിയോട് ഇങ്ങനെ പറഞ്ഞു, എനിക്കിങ്ങനെ വല്ലാത്ത അസ്വസ്ഥതകളുണ്ട്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, മുഹമ്മദ് ഹസന്റെ അടുത്ത് പോയി നോക്കാൻ പറഞ്ഞു. മുഹമ്മദ് ഹസൻ എന്ന് പറഞ്ഞാൽ ഫറൂഖിലുള്ളൊരു ഈ മാനസിക രോഗം ചികിത്സിക്കുന്ന ആളാണ്. അയാളെടുത്ത് പോയപ്പോ അയാള് പിന്നെ നീ ഇന്ന ആളല്ലേ, ഇവിടുന്നല്ലേ പിന്നെ എന്തൊക്കെ ചോദിച്ചത്ര. അപ്പൊ പിന്നെ ആകെ വിഷമായി. പിന്നെ ചെറുതേൻ കൊടുത്തു. പിന്നെ വയറിന്റെ അസുഖമൊക്കെ മാറി, ഇത് മാറിയില്ല. അപ്പൊ മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞങ്ങള് സൂറത്ത് മറിയമിന്നി കേഫിന് CD എടുത്തിട്ട് ഇത് നിങ്ങൾ കേട്ടോളി എന്ന് പറഞ്ഞു. ഇത് കേട്ടാ മതി. അപ്പൊ ഇത് കേൾക്കാൻ വേണ്ടി ഇവൻ ഇരുന്നാൽ പ്ലെയർ വെച്ചിട്ട് ചെവിയിലിട്ടാൽ ഇവനും പ്ലെയറും കൂടി കട്ടിലുമെന്ന് ഇട്ടു പുറത്തേക്ക് ചാടുക. അങ്ങനെ അവൻ വീണ്ടും മുജാഹിദ് ബാലുശ്ശേരിയെ വിളിച്ചപ്പോ എന്താന്ന് അറിഞ്ഞൂടാ. അപ്പൊ എന്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ ഒന്നുമില്ല. ഞാൻ പറഞ്ഞു, ഇത് കേട്ടിട്ട് ഖുർആന്റെ ശത്രു ആണല്ലോ ഈ ശൈത്താന്റെതാണെന്നാ തോന്നുന്നത്. അതുകൊണ്ട് ഇതിനിപ്പോ നമ്മളിവിടെ ഒന്നും ചികിത്സ ഒന്നുമില്ല. ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ചികിത്സ ഉണ്ട്. ഈ റുഖിയ ശർഇയ്യ എന്ന് പറയുന്ന കുറെ ആയത്തും ദിക്റും ഒക്കെ. എന്താ പറയാ റുഖിയ ശർഇയ്യ? അത് തങ്ങൾ പാപ്പാന്റെ ബീവിന്റെ പേരൊന്നല്ല, മന്ത്രിച്ചൂതാന്ന് അതിന്റെ പച്ചമലയാളം. വഹാബികളെ തച്ച് തള്ളിട്ടാൽ റുഖിയ റുഖിയ എന്നേ പറയുള്ളൂ. കാരണം മന്ത്രിച്ചൂത് പറഞ്ഞാൽ മാനക്കേടാവൂലേ? കേസറ്റിലാക്കിയാണ്. അത് വേണമെങ്കിൽ ഞങ്ങൾക്ക് തരാം, നിങ്ങളുടെ വീട്ടിൽ വന്നോളി. ഞാൻ ഗൾഫിൽ പോയപ്പോ കൊണ്ടുവന്നാണ്.
അങ്ങനെ ഇവൻ വന്നു. അപ്പോൾ നിസ്കരിച്ചിട്ട് വരിക, അവൻ ഒന്നുണ്ട് ഒന്നോടുകൂടി. അപ്പൊ ഞാൻ എൻ്റെ ടേപ്പ് റിക്കാർഡിൽ സാധാ കാസറ്റാണ് ഇവന്റെ ചെവിയിലിട്ട് വെച്ചു കൊടുത്തത്. ഞാൻ ഒന്നെടുത്ത് ഞാനിങ്ങനെ ആയത്തിൽ കുറിച്ച് ഓതി നിൽക്കാതെ വല്ല ചേത്തൻ എൻ്റെ ദേഹത്ത് കയറേണ്ട ആൾക്ക്. അപ്പൊ കുറച്ച് നമ്മളെ അഭിപ്രായം മൂപ്പര മേത്ത് കുഞ്ഞ് വേറെ ചെയ്താൻ്റെ ആവശ്യമില്ല എന്നുള്ളതാണ്. കുറച്ചിന് കഴിഞ്ഞപ്പോ ഇവൻ എന്നിട്ട് ഇങ്ങനെ ഭയങ്കര ഒച്ച. ഞാനാകെ ബേജാറ, എനിക്ക് നെഞ്ചിടിപ്പ് കൂടി. ഞാൻ ആദ്യമായിട്ട് കാണുകയാണല്ലോ. മൂപ്പരെ പറഞ്ഞിട്ട് കാര്യമല്ലാന്ന്. ഇതെങ്ങനെയാ മൂപ്പര് കാണാ? പെരി പോയ കുടിക്കാരത്തിന്റെ ഇളക്കം അല്ലാതെ ചെയ്ത്താന്റെ ഇളക്കം കാണുമോ? ചെയ്ത്താന്റെ ഇളക്കം കാണണമെങ്കിൽ ആ വല്യരുന്നാക്ക് SYS ടൂർ ഉണ്ടാക്കുമ്പോ ഒന്ന് പോയോക്കണ്ട് ഏർവാടി വരെ. അത് ബൈക്ക് നിന്നിട്ട് ഷിർക്ക് കുഫ്ർ എന്ന് കുരക്കണ പണിയാ. പിന്നെ ഇങ്ങനെ ചെയ്ത്താന്റെ ഇളക്കം കാണുക? അയാളെ പറഞ്ഞിട്ട് കാര്യമില്ല ഇനി. അപ്പൊ ഞാൻ ഇങ്ങനെ അത് കൊള്ളാന്നൊക്കെ പറഞ്ഞു നോക്കി, ഒന്നും നിൽക്കുന്നില്ല. ഇവൻ ചാടിയും ചെയ്ത്താനേ പോന്നു മൗലവി. അപ്പൊ മൗലവിനോട് ചെയ്ത്ത അങ്ങട്ട് നാളെ നിങ്ങൾ മീറ്റിംഗ് പറഞ്ഞിട്ടില്ലേ നമ്മളോട്? ഒന്നും നിൽക്കുന്നില്ല. ഇവൻ ചാടിയും എണീറ്റ് പാടിന്റെ ടേപ്പ് റിക്കാർഡ് അപ്പുറത്തേക്ക് മറിഞ്ഞു. നല്ല ലാപ്ടോപ്പിന്റെ ഒരു ഇതുണ്ടായിരുന്നു, അത് കെട്ടി. ഖാലിൽ തങ്ങൾ പാപ മന്ത്രി ചോദ്യം എത്ര ചെയ്ത്താന്മാരെ വണ്ടി അയറ്റി വിട്ടിക്കണ്. ഒറ്റ ലാപ്ടോപ്പ് കേടന്നിട്ടില്ല, ഒരു മൊബൈലും തകരാറായിട്ടില്ല. കാരണം അത് പഠിച്ചെടുത്ത പണിയാണ്. ഇത് വിവരമില്ലാതെ ചെയ്ത ഏർപ്പാടാ, നഷ്ടേ ഉണ്ടാവുള്ളൂ. എന്നിട്ട് പിന്നെ ഒക്കെ കഴിഞ്ഞ് ഉറക്കം നടന്ന മാതിരി, എന്താടാ നീ കാണിച്ചേ? അല്ല അതാ ഇത് കണ്ടതൊക്കെ നീ കാണിച്ചല്ലേ? അല്ല ഉസ്താദിന്റെ ഇവിടെ ഇരുത്തിയിട്ട് കാസറ്റ് കണ്ടോ, നൂറിന്ന് എന്തോ വന്നപ്പോ എന്റെ തലയിലൂടെ എന്തോ മിന്നുന്ന പോലെ തോന്നി. പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഇത് ചെയ്യുന്ന എന്റെ കൊലായിൽ ഞാൻ മാത്രമേ ഉള്ളൂ, കുട്ടികൾക്ക് അകത്താ. ഡോക്ടർ അബൂബക്കർ കടവത്തൂർ MSMന്റെ പഴയ സംസ്ഥാന പ്രസിഡന്റ് പുറത്ത് നിൽക്കുന്നുണ്ട്. ഞാൻ വാതിൽ വന്നപ്പോൾ അദ്ദേഹത്തെ കണ്ടു. നിങ്ങളിപ്പോ എന്താ അവിടെ റുക്കിയ നടത്തി വെച്ചു? ഞാൻ റുക്കിയ നടത്തിയൊന്നല്ല അബൂബക്കർ, ഈ കുട്ടി ഇങ്ങനെ ഉണ്ട് എന്നപ്പോ ഈ കാസറ്റ് വന്ന് ഇട്ടുകൊടുത്ത് നോക്കിയാണ്. അപ്പൊ ഇതിന്റെ കോലം എങ്ങനെയാ കാണുന്നത്? അപ്പൊ എനിക്ക് തോന്നുന്നത് എന്തോ ഒരു ശൈത്താനീയത്താണ്. ഇപ്പൊ ഇങ്ങനെ ഖുർആൻ കേട്ടാ അങ്ങനെ അളവില്ലോ എന്ന് അങ്ങനെ ഒരു സംശയം തന്നെ എനിക്കുണ്ടായത്. എനിക്ക് ഏതാണ്ട് സംശയം തോന്നിയപ്പോ ഇങ്ങനെ ചികിത്സ ഒരു ചങ്ങായി ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മളെ പണ്ഡിതന്മാർക്ക് കയ്യിൽ എതിർപ്പാണ്. നമ്മളെ ജന്മീയത്തിന് മധ്യ ഒരു ചർച്ച ചെയ്തിട്ടില്ല. എങ്ങനെ 80 കൊല്ലേ ചർച്ച ചെയ്തിട്ടില്ല. ഇപ്പൊ ഇവര് വന്നിട്ട് ഇപ്പൊ ചർച്ചയൊക്കെ നടന്നത്. എന്നാ ഞാൻ നേരത്തെ മറുപടി പറഞ്ഞത്, ഇതൊക്കെ ചർച്ച ചെയ്ത് കൂട്ടരെ, അത് നാശത്തിലേക്ക് പോയിട്ടല്ല. ഇത് ഇരുന്ന് ചർച്ച ചെയ്യുകയും 1963 കാലഘട്ടങ്ങളിൽ അമാനി മൗലവി മെഴുകുതിരി കത്തിച്ച് വെച്ച് തഫ്സീർ, ഖുർആനിന് തഫ്സീർ എഴുതുകയും ചെയ്ത കാലഘട്ടത്തിൽ സൂറത്തുൽ ഫലക്കിന്റെയും സൂറത്തുൻ നാസിന്റെയും വ്യാഖ്യാനത്തിൽ മന്ത്രത്തെപ്പറ്റി, ഇസ്ലാമിലുള്ള മന്ത്രത്തെപ്പറ്റി വ്യക്തമായി എഴുതി പഠിപ്പിച്ചു. പാടില്ലാത്തത് വേറെ, ഉള്ളത് തന്നെ പറയാൻ പേടിയാണ്. കാരണം ആളുകൾ അവിശ്വാസത്തിലേക്ക് പോകുന്ന സാഹചര്യമുണ്ട് എന്ന് വരെ അമാനി മൗലവി സൂചിപ്പിച്ചുകൊണ്ട് തന്നെ ഇസ്ലാമിലുള്ള മന്ത്രങ്ങളെ, ഇസ്ലാമിൽ അനുവദിക്കപ്പെട്ട മന്ത്രങ്ങളെ അമാനി മൗലവി എഴുതി. ഉമർ മൗലവി അദ്ദേഹത്തിൻ്റെ സൽസബീൽ എഴുതി. മാത്രമല്ല മന്ത്രം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അൽമനാർ ലേഖനങ്ങൾ എഴുതി. ഉള്ളത് പഠിപ്പിച്ചു. എന്നിട്ട് ജംഇയ്യത്തുൽ ഉലമ ചർച്ച ചെയ്തിട്ടില്ല. എന്ത് 100 കെട്ടണോ വേണ്ടത് ജംഇയ്യത്തുൽ ഉലമ ചർച്ച ചെയ്യണോ? ഇനി സ്പ്രേയർ അടിക്കണോ വേണ്ടത് ഇപ്പം ജംഇയ്യത്തുൽ ഉലമ ചർച്ച ചെയ്യണോ? ഇത് ചർച്ച ചെയ്തില്ല, അത് ചർച്ച ചെയ്തിട്ടുണ്ടാവില്ല. ശരിയാണ്. അതിപ്പോൾ ഇവർ വന്നപ്പോഴാണ് ജംഇയ്യത്തുൽ ഉലമ ആവശ്യം. കാസറ്റ് കേൾപ്പിക്കണോ വേണ്ടേ, കാസറ്റ് കേൾപ്പിച്ചാൽ അത് റുക്കിയ ആകില്ലേ ഒക്കെ ഇപ്പോഴാണ് ചർച്ച ചെയ്തത്. കാരണം എന്ന് വെച്ചാൽ ഇപ്പോഴുണ്ടായത്, നേരത്തെ അതില്ല. നമ്മുടെ നാട്ടിൽ അങ്ങനെ ഖുറാഫികൾ പോലും അങ്ങനെ ചെയ്യാറില്ല. ഇപ്പം ഈ ഒരു വിഷയം ഉണ്ടായപ്പോൾ ചർച്ച ചെയ്തു. അണ്ട് മാന്യമായി ആ വിഷയത്തെ സംബന്ധിച്ച് പ്രതിപാദിച്ചൊരു പുസ്തകം തന്നെ ഇറക്കി. അതിനും പരാതി, അതിനും ബഹളം, അതിന് വാദപ്രതിവാദം വേണമെന്ന് പറഞ്ഞിട്ടാണ് എറണാകുളത്ത് തെക്കിനെ പോലെ മുങ്ങി. ഇന്നുവരെ പൊങ്ങിയിട്ടുണ്ടോ? ഈ ബുക്കിന് വാദപ്രതിവാദം നടത്താൻ വരാമെന്ന് പറയാം അന്ന്. എന്നിട്ട് കടവത്തൂരിൽ നിന്ന് വണ്ടി കയറി എറണാകുളത്ത് എത്തി. പിന്നെ അവിടുന്ന് പുല്ലപ്പടി മുകളിലേക്ക് വരില്ല. അവിടെയും KMA ഹാളിൽ ഡോക്ടർ സുബൈർ സാഹിബ് വന്ന ആർജവം പോലും തെക്കിനെ പോലും കാണിച്ചില്ല. ഇന്നും കാണിച്ചിട്ടില്ല, കാണിക്കൂല, ഞങ്ങൾക്കറിയാം. ഇനി പോട്ടെ, ഈ രൂപത്തിൽ അനസി എതിർത്തതല്ല, ഞാൻ മാത്രം പറഞ്ഞല്ല. കേരളത്തിൻ്റെ തെരുവോരങ്ങളിൽ ഈ സിഹിറിൻ്റെയും അതുപോലെ ഐക്കലിൻ്റെയും ഏലസിൻ്റെയും ആളുകൾ അവരുടെ വാദഗതികൾക്ക് ഇത് തെളിവായി കൊണ്ടുവന്നു. മാത്രമല്ല വീണ്ടും വിശദീകരിച്ചു. ഇതുള്ളൊരു കുട്ടി വിശ്വസിച്ചങ്ങളെ സോക്കടൊക്കെ തീരും. അപ്പൊ സഹോദരന്മാരെ നിങ്ങൾ നോക്കേ, അപ്പോ സക്കരിയ സുലാഹി ഏർപ്പാട് തുടങ്ങിയപ്പോൾ TP പറഞ്ഞു, മന ഇടങ്ങാറാക്കല്ലേ, നാരായണൻ സാറ് കണ്ടാ കൂക്കണുണ്ട്. അപ്പൊ സക്കരിയ പറഞ്ഞു, നടക്കൂല സാറേ, നമ്മളിങ്ങനെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? എന്താങ്ങൾ ഈ പറയണത്? നമ്മളൊരു കുട്ടിക്ക് അമ്പലത്തിന്റെ അടുത്ത് കൂടെ പോകുമ്പോ ചെറുപ്പത്തിൽ ചെയ്താൻ കൂടിയതാണ്. ആ കുട്ടി ഇപ്പൊ ബാലുശ്ശേരിന്റെ വേല കേട്ടിട്ട് മുജാഹിദായതാ. പക്ഷെ ആ കുട്ടിക്ക് എവിടെ പോയിട്ടും അസുഖം മാറണില്ല. അപ്പോ ആ കുട്ടിനെ ചികിത്സിക്കണ്ടേ? എന്തായാലും മാർഗം? സക്കരിയാന്റെ ഉത്തരല്ലാത്ത ചോദ്യം. പിന്നെ അന്ന് പറഞ്ഞിട്ട് ഇപ്പൊ പറയാണ്, ഞാൻ അന്ന് AP-യോട് ചോദിച്ചു, അല്ല സാർ, ഇങ്ങനെയുള്ളൊരു കുട്ടി, തൗഹീദുള്ളൊരു കുട്ടി, ആ കുട്ടിയെ
എൻ്റെ അടുത്ത് വന്ന് കുട്ടി വയലൻ്റായി. അത് കഴിഞ്ഞിട്ട് പുറത്തു നിന്നിട്ട് ഞാൻ ആയത്തുൽ കുർസി ഓതിപ്പിച്ചു. ഈ കുട്ടി മോട്ടോർ ബൈക്കിൽ വന്ന അജിവേം പോ എന്ന് പറഞ്ഞിട്ട് ഒരു ആയത്തുൽ കുർസി ഓതിച്ച് ഞാനും ഡോക്ടർ അബൂബക്കർ കടവത്തൂർ MSMന്റെ മുൻ പ്രസിഡന്റ് എങ്ങനെ ഓതിയാലും ഓതിയാൽ ശരിയാവില്ല. കണ്ടോ? എന്തൊക്കെ കാണണല്ലേ നമ്മള്, എന്തൊക്കെ കേക്കണം. കണ്ടോ? അപ്പോൾ ഇത് മുഴുവനും മുലമാർ പറയാ. ജിന്നു കൂടുതൽ തെളിവെന്താ? വലായ ഊതുഹു എന്ന് ഹർഫ് തിരിച്ച് ഓതാൻ കഴിയണില്ല, വലായ ഊതുഹു എന്ന് ഓതാൻ കഴിയുള്ളൂ. അതാണിപ്പോൾ ജിന്നു കൂടുതൽ തെളിവ്. ഞാൻ പറയണതെന്ന് വെച്ചാൽ ഈ ജിന്ന് ഇളക്കുന്ന ആൾക്കാരെ വിളിച്ച് ഖുർആൻ ഓദിക്കുക നന്നായിട്ട്. ഇപ്പം ഇരിക്കണ ഈ കേരളത്തിലുള്ള ആളുകളുണ്ടല്ലോ, ഈ ഇഫ്സുർ റഹ്മാൻ, അതുപോലെ തന്നെ ഇപ്പം പറയുന്ന ഈ ഇളക്കാനിരിക്കുന്ന ആൾക്കാരെ വിളിച്ചിട്ട് ഖുർആൻ തജ്വീദ് നിയമപ്രകാരം ഖുർആൻ ഓതുന്ന എത്ര ആളുകളുണ്ടാവും? എത്ര ആളുകൾ കൃത്യമായി അത് ഓതേണ്ട നിയമപ്രകാരം ഓതുന്ന ആളുകളുണ്ടാവും? ഇത് വളരെ കണിശമായി ചിന്തിക്കേണ്ട കാര്യം. അവിടെ നിൽക്ക് തീർന്നില്ല. അത് നിങ്ങൾ വിശദമായി പരാമർശിച്ച് വിശദമായി മറുപടി പറയേണ്ട വിഷയമാണ്. കഴിഞ്ഞു അവിടേക്ക് തീർന്നില്ല, കഴിഞ്ഞില്ല, ആയിക്കോട്ടെ, അവിടെ നിൽക്കി. അപ്പോൾ ഈ രൂപത്തിൽ വലായ ഊതുഹൂന്ന് ഓതിയത് കൊണ്ടാണ് അയാൾക്ക് നിന്നുകൂടി എന്ന് മനസ്സിലാക്കൽ. ഇങ്ങനെ പലതരത്തിലുള്ള അനിസ്ലാമിക പ്രവണതകളും കേരളത്തിൽ നടക്കുകയും അത് ഈ ജ്യോത്സ്യന്മാരും ഈ പറയുന്ന മൂല്യന്മാരും ഒക്കെ കൊണ്ടു നടക്കുകയും തെളിവാക്കുകയും ഒക്കെ ചെയ്തപ്പോഴാണ് സ്വാഭാവികമായും കണിശമായ നിലപാടുകളുമായി മുജാഹിദ് പ്രസ്ഥാനം രംഗത്ത് വന്നത് എന്ന് മനസ്സിലാക്കണം. അല്ല, സക്കരിയ എന്ന വ്യക്തിയോട് വ്യക്തിപരമായി എന്തെങ്കിലും വിദ്വേഷമുള്ളവരല്ല നമ്മൾ. അദ്ദേഹം കടവത്തൂർ എവിടെ കിടക്കണം, നമ്മളൊരു ഇവിടെ വല്ലപ്പോഴും വാന്ന് പറയാൻ വരുമ്പോൾ കാടും ഷെയ്ക്കാരും എടുക്കുന്നല്ലാതെ മറ്റുള്ള വ്യക്തിപരമായ ഒരു ഇടപാട് നടത്തുന്നവരല്ല. അതുകൊണ്ട് ബഹുമാന്യരായ വ്യക്തിത്വങ്ങൾ, ഡോക്ടർ സുബൈർ സാഹിബ് അടക്കമുള്ള ആളുകൾ, നേരത്തെ റബിയ പറഞ്ഞതുപോലെ തൗഹീദിൻ്റെ ദഅവാരംഗത്ത് സജീവമായി വരിക. നമുക്കറിയാം, ശിർക്കിൻ്റെ കോട്ട ആയി കേരളത്തിൻ്റെ മണ്ണ് മാറിക്കൊണ്ടിരിക്കുമ്പോൾ അതിലേറ്റവും അധികം എടുത്തു പറയപ്പെട്ട ഒരു പ്രദേശത്താണ് നമ്മളുള്ളത്. അവിടെ തൗഹീദിൻ്റെ സുന്നത്തിൻ്റെ ആദർശം പറഞ്ഞു പിടിപ്പിക്കേണ്ട വലിയൊരു ബാധ്യത നിലനിൽക്കുമ്പോൾ അതിനപ്പുറത്തേക്ക് ഈ രൂപത്തിൽ ഒരു സമൂഹത്തെ യഥാർത്ഥ സത്യമാർഗത്തിൽ നിന്ന് വ്യതിചലിപ്പിച്ച് വിടുന്ന പ്രവർത്തനങ്ങളിൽ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ ഏർപ്പെടാതിരിക്കുക. എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അള്ളാഹു നമുക്ക് മാപ്പ് തരുമാറാകട്ടെ, പുറത്തു തരുമാറാകട്ടെ എന്ന് ദുആ ചെയ്യാണ്. ഇനി ഡോക്ടർ സാഹിബിനെ ചോദിക്കാം. അസ്സലാമു അലൈക്കും. അതായത് KNM ഈ വിഷയത്തിൽ എടുത്ത ചില നിലപാടുകളാണ് ആദ്യമായി നിങ്ങളോട് പറയാനുള്ളത്. ഈ വിഷയം ആദ്യമായി ഞാൻ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ കേരളത്തിലെ മുജാഹിദ് പണ്ഡിതന്മാർ, ഉദാഹരണമായിട്ട് സലാഹുദ്ദീൻ മദനി, സക്കരിയ സലാഹി, അതുപോലെ മൗലവിക്ക് ഞാൻ ബുക്കുകൾ തന്നിട്ടുണ്ട്. ഈ ബുക്കുകൾ വെച്ചിട്ട് ഒന്ന് ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഇത്രയും വർഷമായിട്ട് ഒരു മണിക്കൂർ പോലും ചർച്ച ചെയ്യാൻ ഇവർ തയ്യാറായില്ല എന്ന് മാത്രമല്ല, സലാഹുദ്ദീൻ മദനി പുസ്തകം തിരിച്ചു കിട്ടാൻ വേണ്ടി 3 വർഷം പിന്നാലെ നടന്നു. സക്കരിയ മൗലവി ഒരു സദസ്സ് വെച്ച് പറഞ്ഞു, ഞാൻ ഡോക്ടറിന് ഒരു ബുക്ക് തന്ന് ഞാൻ ഇതുവരെ തുറന്നു നോക്കിയിട്ടില്ല എന്ന്. മൗലവിക്ക് തന്ന ബുക്ക് മൗലവി ചർച്ച ചെയ്തിട്ടില്ല. ഇനി താങ്കൾ പറയുന്നത് പോലെ കേരളത്തിലെ മുജാഹിദ് പ്രവർത്തകരെല്ലാം ഫുൾ തൗഹീദാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം എൻ്റെ അടുത്ത് വന്ന പല മുജാഹിദ് പ്രവർത്തകരെ അരയുന്ന ഏലേസും ചേട്ടൻ ഞാൻ അയച്ചിട്ടുണ്ട്. വേണമെങ്കിൽ അതിൻ്റെ നമ്പറും കാര്യങ്ങളും തരാം, നിങ്ങൾക്ക് വേഷം അന്വേഷിച്ച് നോക്കാം. പിന്നെ അതുകൂടാതെ ഞാൻ പറഞ്ഞു, ഞാൻ സൗദി അറേബ്യയിലായിട്ട് 20 വർഷത്തോളമുള്ള ടച്ചാണ്. അവിടെ പരസ്യമായി ഹറാമായ കാര്യം നടക്കില്ല എന്നുള്ള വിശ്വാസത്തിൻ്റെ പേരിലാണ് അവിടെ പരസ്യമായി ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ സത്യമാണെന്ന് നേരത്തെ പറഞ്ഞ പോലെ അതിൽ ഹലാലും ഹറാമും എന്നുള്ളത് ഞാൻ ചർച്ച ചെയ്യാൻ നിൽക്കാതിരുന്ന കാരണം അതാണ്. പിന്നെ മൗലവി ഈ സദസ്സ് വെച്ച് പറയുന്നവരെയും ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ്, ഒരിക്കലും എൻ്റെ ചികിത്സയെക്കുറിച്ച് താങ്കൾ തിരുത്തിയിട്ടില്ല എന്ന് മാത്രമല്ല, ജമിയത്തുലമയിലെ പണ്ഡിതന്മാർ ഒരു പണ്ഡിതൻ ചെയ്ത കാര്യം മാത്രം ഞാൻ പറയാം. അദ്ദേഹം എൻ്റെ അടുത്ത് ചികിത്സക്ക് വരികയും എറണാകുളത്ത് റൂം എടുക്കണമെന്ന് ആവശ്യപ്പെട്ടു. റൂം ഞാൻ എൻ്റെ സുഹൃത്തും കൂടി എടുത്തു. ആ സുഹൃത്തിനെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം കാണരുത്, നമുക്ക് ഇവിടുന്ന് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ എന്നെയും കൊണ്ട് തിരിച്ച് എന്നാൽ എൻ്റെ വീട്ടിലേക്ക് പോരാമെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് പോരുന്ന വഴിക്ക് വൈറ്റിലെ പള്ളി നമസ്കരിക്കാമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഒന്നിച്ച് ഈ പള്ളി കയറണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ തൊട്ടടുത്ത് പേട്ടയിലുള്ള ഒരു ഖുറാഫി പള്ളിയിൽ മഗ്‌രിബ് നമസ്കരിച്ച ശേഷം പിന്നെ അവിടെ നിന്ന് കുറച്ച് സംസാരിച്ച ശേഷം വീണ്ടും എൻ്റെ വീട്ടിൽ. അപ്പം ഞാൻ വിചാരിച്ചു, ഈ മനുഷ്യനെ വീട്ടിൽ കയറ്റാൻ കൊള്ളൂല എന്ന്. സത്യം തുറന്ന് പറയാൻ കാരണം, ഇത്ര കാപട്യം കാണിക്കുന്ന മനുഷ്യനെ വീട്ടിൽ കയറ്റി സംസാരിക്കേണ്ടെന്ന് കരുതിക്കൊണ്ട് ഞാൻ വഴിയൊന്നും തിരിച്ചയച്ചു. ആ പണ്ഡിതൻ്റെ പേര് പറയണമെങ്കിൽ സദസ്സ് നിങ്ങൾ ആവശ്യപ്പെട്ടാൽ പറയാം. പിന്നെ അതുപോലെ തന്നെ മറ്റ് ലീഡേഴ്സ്, ഇപ്പോൾ നൂർഷാഖാൻ്റെ മുന്നിൽ വെച്ചിട്ട് സുബൈർ പീഡിക്കലിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന സ്ത്രീയെ ഞാൻ ചികിത്സിച്ചിട്ടുണ്ട്. ആ സ്ത്രീയെ കിടന്ന് ചാടി മറിഞ്ഞതും 5-6 ആൾ പിടിച്ചതും ബഹളം വെച്ചൊക്കെ നൂർഷാഖ കണ്ടിട്ടുണ്ട്. ഇതുപോലെ പല ആളുകളും സാക്ഷിയാണ്. പക്ഷേ ആ സമയത്തൊന്നും ഞാൻ ചെയ്ത ചികിത്സയിൽ എന്തെങ്കിലും അപാകതയുണ്ടെന്ന് ഇന്ന് വരെയും
ഈ സംസ്ഥാന നേതൃത്വമോ അല്ലെങ്കിൽ ഈ ജില്ലാ നേതൃത്വമോ ആരും സംസാരിച്ചില്ല. പിന്നെ എറണാകുളത്ത് വെച്ച മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ അവിടെയും മൗലവി ചികിത്സയെക്കുറിച്ച് യാതൊരു പരാമർശവും നടത്തിയിട്ടില്ല. എന്ന് മാത്രമല്ല, ഞാൻ ഈ വിഷയം സംസാരിക്കാൻ വേണ്ടി പല പണ്ഡിതന്മാരെയും വെല്ലുവിളിച്ചപ്പോൾ, വെല്ലുവിളിയല്ല, അവരെ വെല്ലുവിളിക്കുന്ന രീതിയിലേക്ക് സംസാരിച്ചിട്ട് പോലും ഇന്ന് വരെയും കേരള നേതൃത്വ മുജാഹിദിന് ഒരു പണ്ഡിതൻ പോലും ചർച്ചയ്ക്ക് വന്നിട്ടില്ല. നിങ്ങൾ സമ്മതിക്കുമെങ്കിൽ നമുക്ക് പരസ്യമായിട്ട് ചർച്ച ചെയ്യാം എന്ന് മാത്രമല്ല, നേരത്തെ ഞാൻ പറഞ്ഞ മുഅ്തസില ആശയമാണ് കണ്ണേറ്, സിഹർ, അതുപോലെ തന്നെ പിശാച് പറഞ്ഞ വിഷയങ്ങളിൽ മുഅ്തസിലാക്കളുടെ വിശ്വാസമായിരുന്നു കേരള നേതൃത്വ മുജാഹിദിന് ഉണ്ടായിരുന്നത്. 10 വർഷങ്ങൾക്ക് അപ്പുറം വന്ന് ഞാൻ പ്രസിദ്ധീകരണങ്ങളുടെ സാക്ഷ്യത്തിൽ ഞാൻ തെളിയിച്ചു തരാം. അതിന് വേണമെങ്കിൽ നമുക്ക് ഇൻഷാ അല്ലാഹ് വേദി ഒരുക്കാം. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. ഇവിടെ മനസ്സിലാക്കേണ്ട ചില സംഗതികൾ ഓരോന്നോരോന്ന് പറഞ്ഞാൽ ഓരോന്നോരോന്ന് മറുപടി. എനിക്ക് അതിനൊക്കെ അപ്പം മറുപടി എൻ്റെ മനസ്സിൽ വരുന്നുണ്ട് നിങ്ങൾ പറഞ്ഞ ഓരോ കാര്യത്തിനും. ഒന്ന്, അദ്ദേഹം പറഞ്ഞത് ഈ വിഷയം അദ്ദേഹം കുറേ പുസ്തകങ്ങൾ വിതരണം ചെയ്തു എന്നാണ്. എനിക്ക് തന്ന പുസ്തകം ഞാൻ വന്ന വാങ്ങിയത്, നിങ്ങളുടെ വീട്ടിൽ വന്നാണ് വാങ്ങിയത്. ആ പുസ്തകം J70 J80 അങ്ങനെയല്ല തയ്യാറാക്കിയ പുസ്തകം? യെസ്, ഓർമ്മയിലുണ്ടത്. നിങ്ങൾ പഠിക്കാൻ തന്ന പുസ്തകം യഥാർത്ഥത്തിൽ ഈജിപ്ഷ്യൻ ഖുറാഫികൾ എഴുതിയ പുസ്തകമാണ്. നമ്മുടെ നാട്ടിലെ ഖുറാഫികളില്ലാണ്ട് ഈജിപ്തിൽ നിന്ന് ഖുറാഫികൾ. ആ ഈജിപ്ഷ്യൻ ഖുറാഫികളുടെ പുസ്തകമാണ് ഡോക്ടർ സുബൈർ അന്ന് എനിക്ക് തന്നത് എന്നത് തെളിയിക്കാൻ ഞാൻ ഇന്നും തയ്യാറാണ്. ഈ വിഷയം പഠിക്കാൻ തന്നെ അവിടെ ഖുറാഫികളെ അല്ല പുറഞ്ചെട്ടൻ്റെ കാണണം, മാക്കാലും പ്രേതവും ഭൂതവും ഒക്കെ ഉണ്ട്. ഈ രൂപത്തിൽ ഈജിപ്ഷ്യൻ ഖുറാഫികളുടെ പുസ്തകം വെച്ചിട്ടാണോ റുഖിയ ശറിയ പഠിക്കൽ? ഇതാണോ നിങ്ങൾ പണ്ഡിതന്മാർ കൊടുത്തത്? അവർ ചിരിച്ചിട്ടുണ്ടാവും ചിലപ്പോൾ, കാരണം ഇത് കണ്ടിട്ട് ഇതാണല്ലോ ഇപ്പോൾ ഡോക്ടർ റുഖിയ പഠിക്കാൻ ഞങ്ങൾക്ക് തന്ന ബുക്ക്. ഒന്ന്. രണ്ട്, ഈ വിഷയത്തിൽ ചർച്ച ചെയ്യണം എന്ന് ഇദ്ദേഹം പലവരും ആവശ്യപ്പെട്ടിട്ടും അതിന് ഔദ്യോഗികമായ ഒരാളും തയ്യാറായിട്ടില്ല. ഞാൻ മനസ്സിലാക്കണം, ഒരു പക്ഷേ ഇദ്ദേഹം കണ്ട ആലിമീങ്ങളും ഇദ്ദേഹം പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു വാദപ്രതിവാദത്തിൻ്റെ ലെവലിൽ ഇദ്ദേഹത്തെ കണ്ടിട്ടുണ്ടാവില്ല. ഒന്ന്. രണ്ട്, ഇദ്ദേഹം ഇത് പലരോടും പറഞ്ഞു. അഥവാ ഹുസൈൻ മടവൂരിനോട് ഞാൻ പറഞ്ഞിട്ട് ഹുസൈൻ മടവൂർ തയ്യാറായിട്ടില്ല, അല്ലേ? അങ്ങനെ കണ്ടോ നിങ്ങൾ? സലാഹുദ്ദീൻ മദനിയോട് പറഞ്ഞിട്ട് സലാഹുദ്ദീൻ മദനി തയ്യാറായിട്ടില്ല. പിന്നെ ആരോടൊക്കെ പറഞ്ഞപ്പോഴും അദ്ദേഹം തയ്യാറായിട്ടില്ല എന്ന് പറഞ്ഞു. ഇങ്ങനെ ഇത് തയ്യാറായിട്ടില്ല എന്ന് ഇദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞതുകൊണ്ടാണ് കലൂരുള്ള ആ ചെറുപ്പക്കാരൻ എന്നെ വന്ന് കണ്ടിട്ട് എന്നോട് ചോദിച്ചത്, നിങ്ങൾ തയ്യാറാകുമോ? കാരണം ഡോക്ടർ സുബൈർ പറയുന്നു പലരും തയ്യാറാകുന്നില്ല, അദ്ദേഹവുമായി വിഷയം ചർച്ച ചെയ്യാൻ ആരും തയ്യാറല്ല, അതുകൊണ്ട് നിങ്ങൾ തയ്യാറാകുമോ എന്ന് എന്നോട് കലൂരത്തെ ആ പ്രവർത്തകൻ വന്ന് ചോദിച്ചത്. അന്ന് ഞാൻ പറഞ്ഞു ഞാൻ തയ്യാറാണ്, ചർച്ച ചെയ്യാൻ തയ്യാറാണ്. അങ്ങനെ ഞാനിവിടുന്ന് വണ്ടിയെടുത്ത് KMA ഹാളിൽ വന്നത്. ഞാൻ അന്ന് ഈ വിഷയം ചർച്ച ചെയ്യാൻ വേണ്ടി എന്നെ ആ പ്രവർത്തനം വിളിച്ചുകൊണ്ട് വരുന്നത്. അന്ന് ഡോക്ടർ സുബൈർ സാഹിബ് അവിടെ ഉണ്ട്. പിന്നെ അന്ന് ചർച്ച ചെയ്യാതെ പോയി. എന്തേ കാരണം? അത് ഞാൻ നേരത്തെ പറഞ്ഞത്, ഞാൻ വരുന്നതിന് മുമ്പ് തന്നെ അവിടെ ക്ലാസ് ആരംഭിച്ചു. എന്നിട്ട് ഇമാം ഖുർത്തുബിയുടെ വ്യാഖ്യാനവും തഫ്സീറും എടുത്തിട്ട് ജിന്നു കൂടോ ഇല്ലേ എന്നുള്ള ചർച്ചയിലേക്കാണ് വഴിമാറിയത്. ആ വിഷയത്തിൽ ചോദ്യോത്തരായി. 10 മണിക്ക് ആരംഭിച്ചു. എന്നിട്ട് ഉച്ചയ്ക്ക് ബഹളത്തിലായി. ഉച്ചയ്ക്ക് ബഹളം വെച്ച് അവസാനം നമസ്കരിക്കാൻ പോയപ്പോൾ തീരുമാനിച്ചു ഇനിയിപ്പോൾ തൽക്കാലം വേണ്ട, ഈ ചർച്ച വേണ്ടാന്ന് തീരുമാനിച്ചു. ശരിയല്ലേ? അങ്ങനെ തീരുമാനിച്ചത്. ഞാൻ പോയിട്ടില്ല. അതാ അങ്ങനെ കേട്ടോ, ഞാൻ പോയിട്ടില്ല, ഞാൻ അവിടെ ഉണ്ടല്ലോ. ഇപ്പോൾ മൂപ്പര് പറയാം ഞാൻ പോയതാണ്, പിന്നെ വരാതിരുന്നാൽ പോരായിരുന്നോ? വന്നിട്ട് പോകേണ്ട കാര്യമുണ്ടോ? വരാതിരുന്നാൽ പോരെ? അന്ന് ഉച്ചയ്ക്ക് തീരുമാനിച്ചു ഈ വിഷയം ചർച്ച ചെയ്യണ്ട. ഞങ്ങളെല്ലാവരും ദുഹർ നിസ്കരിച്ചിട്ട് ഒന്നിച്ചാണ് പിരിഞ്ഞത്. അന്ന് പങ്കെടുത്ത ആളുകൾ ഇവിടെ ജീവിച്ചിരിപ്പുണ്ട്, മരിച്ചിട്ടില്ല. അന്ന് പങ്കെടുത്ത ആളുകൾ ജീവിച്ചിരിപ്പുണ്ട്, മരിച്ചിട്ടില്ല. അപ്പോൾ ഈ വിഷയം ചർച്ച ചെയ്യാൻ ആരുമില്ല എന്ന് പറഞ്ഞിട്ട് അന്ന് ചർച്ചയ്ക്ക് വന്നത്. അപ്പോൾ അന്ന് ആ കോലത്തിലായി. പിന്നെ അദ്ദേഹത്തോട് വ്യക്തിപരമായി ആരും പറഞ്ഞു കൊടുത്തിട്ടില്ല എന്നാണ് പറയുന്നത്. അദ്ദേഹം പറയുന്നത് ആരാണ് പറഞ്ഞത്? നിങ്ങൾ ചിലപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. ഇനി ആയിക്കോട്ടെ, ആ വാദം അങ്ങനെ തന്നെ സമ്മതിച്ചോ? ഇപ്പം ജമിയത്തുൽ ഉലമ പറഞ്ഞു തന്നില്ലേ, നിങ്ങൾ സ്വീകരിച്ചിരിക്കുമോ? ഇത്രയും കാലം നിങ്ങൾക്ക് ആരും പറഞ്ഞു തന്നില്ല, അതുകൊണ്ടാണ് ഞാൻ പഠിച്ചു പോയത് നിങ്ങൾ പറയണം. അവിടെ നിങ്ങൾ നൂല് കെട്ടാൻ പോയെന്ന് പറയണം. ഇപ്പം ജമിയത്തുൽ ഉലമ പറഞ്ഞു, നിങ്ങൾ സ്വീകരിക്കുമോ? ഇപ്പോൾ നിങ്ങൾ കേനമിനെ പഴിയാറുക. മുഅ്തസിലിയ വിശ്വാസമായിരുന്നു 10 കൊല്ലം ഈ മുജാഹിദ് സ്ഥാനം ഉണ്ടായിരുന്നത് എന്നുള്ളതിന് 10 കൊല്ലം മുമ്പുണ്ടായിരുന്നു, ഞാൻ തെളിവ് തരാമെന്നാണ് അദ്ദേഹം പറയാം.
ചിലപ്പോൾ സലാസുലമയുടെ ലേഖനങ്ങൾക്ക് കൊണ്ടുവരാൻ കഴിയും. അത് റദ്ദുണ്ടായിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കട്ടെ, ഖുർആനിൻ്റെ ആയത്തുകളെ നിഷേധിച്ച സ്വഹാബികളുണ്ടായിരുന്നു എന്നിപ്പോൾ നമ്മുടെ നാട്ടിൽ ഹദീസ് നിഷേധിച്ച് പറഞ്ഞിറക്കാറുണ്ട് അല്ലേ? എന്താ അവർ തെളിവ് പറഞ്ഞത്? അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു സൂറത്തുൽ ഫലക്കും സൂറത്തുൻ നാസും ഖുർആനിലില്ല. അത് ഖുർആൻ്റെ അല്ല, ഖുർആനുള്ളതല്ല. ക്രിസ്ത്യാനികൾ പറയാറില്ല ഇത്. ഒരുത്തൻ പറയാണ് സ്വഹാബികൾ തന്നെ ഖുർആൻ നിഷേധിച്ചവരുണ്ട് എന്ന് ഞാൻ തെളിയിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് വന്നാലോ? എന്നാൽ അതിന് റദ്ദുണ്ടായിട്ടുണ്ട് അവിടെ. അതെന്താ മറച്ചു വെക്കണത്? എന്തായിരുന്നു എൻ്റെ റദ്ദ്? സഹാബത്ത് ഇജ്മാഅയി പറഞ്ഞു, അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് മനസ്സിലാക്കിയത് പോലല്ല. സൂറത്തുൽ ഫലക്കും സൂറത്തുൻ നാസും നമസ്കാരത്തിൽ ഓതിയിട്ടുണ്ട് റസൂല് ഫാത്തിഹയ്ക്ക് ശേഷം. ആ സഹാബത്തിൻ്റെ ഇജ്മാഅ് മഹാനായ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു അംഗീകരിച്ചു അല്ലേ? അപ്പോൾ മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഒരാൾ ഏതെങ്കിലും അഭിപ്രായം പറഞ്ഞിട്ടുണ്ടാവും, ലേഖനം എഴുതിയിട്ടുണ്ടാവും, അതിന് റദ്ദുണ്ടായിട്ടുണ്ട്. ആ മൂടി വെച്ചിട്ടില്ലല്ലോ, മറച്ചു വെച്ചിട്ടില്ലല്ലോ. ഇവിടെ ഖണ്ഡന പ്രസംഗങ്ങൾ നടന്നിട്ടില്ലേ? നിങ്ങൾ കൊണ്ടുവരുന്ന രേഖകൾക്കാൾ കൂടുതൽ മടവൂരികൾ ഇവിടെ കൊണ്ടുവന്നില്ലേ? അതിനൊക്കെ മറുപടി പറഞ്ഞില്ലേ? മടവൂരികൾ മൂലക്കായില്ലേ? ഇനിയിപ്പോൾ പുതിയ ജിന്നവാദികൾ പുതിയ ആശയം കൊണ്ടുവന്നില്ലേ? അപ്പോൾ റദ്ദുണ്ടായില്ലേ? ആ റദ്ദുണ്ടാകുമ്പോൾ സത്യത്തെ അംഗീകരിക്കാതിരിക്കുമ്പോൾ പുറത്തു പോകും. അതിവിടെ സംഭവിച്ചു. ഹക്ക് അംഗീകരിക്കാതിരിക്കുമ്പോൾ പുറത്തു പോകും. അത് സംഭവിച്ചു. അപ്പോൾ ഡോക്ടർ സുബൈർ സാഹിബ് മനസ്സിലാക്കണം, അദ്ദേഹം പഠിക്കുന്ന ആളാണ്, നിങ്ങൾ പഠിക്കുന്ന ആളാണ്, അന്വേഷിക്കുന്ന ആളാണ്, ഗവേഷണം നടത്തുന്ന ആളാണ്. നിങ്ങൾക്കറിയാം നിങ്ങളുടെ യോഗ്യതകൾ മുഴുവനും ഒരു MBBS തലത്തിൽ ഈ കാഞ്ഞിരമുറ്റത്തെ കമ്മിറ്റി ഭാരവാഹിത്വത്തിൽ നിന്ന് തൗഹീദിൻ്റെ വെള്ളി വെളിച്ചത്തിലേക്ക് കടന്നു വന്ന് കേരളത്തിലും കേരളത്തിന് പുറത്തും ദേവാ സംരംഭങ്ങളിൽ ഏർപ്പെട്ട നിങ്ങളുടെ ആ പ്രവർത്തനത്തെ ഞങ്ങൾ അഭിനന്ദിക്കുന്നു. ഞങ്ങൾക്കൊരു മടിയില്ല അതിന്. നിങ്ങൾ അന്വേഷിച്ചും പഠിച്ചും ചോദിച്ചും വന്നതാണ്. പക്ഷേ ഞാൻ കണ്ടെത്തിയതെല്ലാം സുബദ്ധമാണെന്നും അതിനൊരു തെറ്റും സംഭവിച്ചിട്ടില്ലെന്നും എന്നെ ഉപദേശിക്കുന്നവർക്കാണ് അബദ്ധം പിണഞ്ഞതെന്നും ഒരിക്കലും നിങ്ങൾ വിചാരിക്കാൻ പാടില്ല. നിങ്ങളെക്കാളും വലിയ പാണ്ഡിത്യമുള്ള, നിങ്ങളെക്കാളും വലിയ അറിവുള്ള, വിശാരദന്മാരായ പണ്ഡിതന്മാരുള്ള, വലിയ ആലിമീങ്ങളുള്ള മഹത്തായ ഒരു പ്രസ്ഥാനം തന്നെ ഇത്. ഒരു വേള നിങ്ങൾക്കടക്കം തൗഹീദിൻ്റെ സുന്ദരമായ വെളിച്ചം കൈത്തിരിയായി നിങ്ങൾക്ക് തന്ന മഹാപ്രസ്ഥാനമാണിത്. തൗഹീദ് പറയാൻ ഒരുങ്ങിയപ്പോൾ നിങ്ങൾക്ക് വേദി ഒരുക്കി തന്ന മഹാപ്രസ്ഥാനമാണിത്. അത് 10 കൊല്ലം വരെ മുഅ്തസിലിയ ചിന്താഗതികൾ ആയി നടന്നിരുന്ന പ്രസ്ഥാനമാണ് എന്നൊക്കെ പറഞ്ഞാൽ KM മൗലവി ഉണ്ട് ഇവിടെ, അമാനി മൗലവി ഉണ്ട് ഇവിടെ. അമാനി മൗലവിയൊക്കെ നിങ്ങൾ കീറി മുറിക്കേണ്ടത് നമുക്കറിയാം, അറിയാഞ്ഞിട്ടല്ല, ഞങ്ങൾ കാണാഞ്ഞിട്ടല്ല പറയുന്നത്. എന്നാലും നിങ്ങളുടെ എയിം, ആ എയിമിനെ തകർക്കാനുള്ള ആയുധങ്ങൾ ഞങ്ങളുടെ കയ്യിലുണ്ട്, അതുകൊണ്ടാണ് പറയണത്. അപ്പോൾ ഈ രൂപത്തിൽ അമാനി മൗലവിയെ പോലെ ഉള്ള വിശാരദന്മാർ ഒരു കാലഘട്ടത്തിൽ സൂക്ഷ്മതയുടെ അങ്ങേറ്റം സ്വന്തം പോക്കറ്റിൽ നിന്ന് വാങ്ങിയ മെഴുകുതിരി വെച്ച് അതിൻ്റെ ചുവട്ടിലിരുന്ന് ഖുർആൻ പരിഭാഷ എഴുതി കുനുകുന എഴുതിയ മഹാന്മാരായ പണ്ഡിതന്മാർ, ഇവരൊക്കെ മുജാഹിദ് പ്രസ്ഥാനത്തിൽ കടന്നുപോയി. ഈ തൗഹീദിൻ്റെ വെളിച്ചം ഈ ജനതയ്ക്ക്, ഖുർആനിൻ്റെ സന്ദേശം ജനതയ്ക്ക് എത്തിച്ചു കൊടുത്തവർ അല്ലേ? ഒരു വേള നിങ്ങൾ ഉപയോഗിക്കുന്ന ഖുർആൻ പരിഭാഷ, മുട്ടാണിയുടെ ഖുർആൻ പരിഭാഷ നിങ്ങൾ ഉപയോഗിക്കണമെന്നാണ് എൻ്റെ അറിവ് അല്ലേ? ആ ഖുർആൻ പരിഭാഷ എഴുതാൻ മുട്ടാണിശ്ശേരിക്ക് പ്രചോദനം കൊടുത്ത പണ്ഡിതന്മാർ ഉള്ള പ്രസ്ഥാനമാണിത്. അവിടെ നിന്ന് നിങ്ങൾ കണ്ട 1-2 പേട് അത് മാത്രമാണ് നിങ്ങൾ കണ്ടത്. ഇപ്പോഴും മൂപ്പര് വെല്ലുവിളിക്കുകയാണ്, ഞാൻ തെളിയിച്ചു തരാം 10 കൊല്ലം മുമ്പ് ഇങ്ങനെയായിരുന്നു എന്നാ. എന്നാൽ അതിനുള്ള റദ്ദുകൾ ഞങ്ങളുടെ കയ്യിലുണ്ട്, മറുപടികൾ ഞങ്ങളുടെ കയ്യിലുണ്ട്. ഇപ്പോഴും മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ സ്റ്റേജിൽ നിന്നിട്ട് ഒരു മുഅ്തസിലിയ വാദം വന്നാൽ മറുപടി പറയാനുള്ള കഴിവ് ഞങ്ങൾക്കുണ്ട്. ഇതൊക്കെ എന്നെ പഠിപ്പിച്ച മുജാഹിദ് പ്രസ്ഥാനമാണ്. ഹദീസ് നിഷേധികൾക്ക് മറുപടി പറയാനായാലും, ജിന്നുവാദികൾക്ക് മറുപടി പറയാനാണേലും, ഖുറാഫികൾക്ക് മറുപടി പറയാനാണേലും, ജമാഅത്തെ ഇസ്ലാമിക്ക് മറുപടി പറയാനാണെങ്കിലും എന്നെ പ്രാപ്തനാക്കിയത് മുജാഹിദ് പ്രസ്ഥാനമാണ്. ഹദീസ് നിഷേധികളോട് വാദപ്രതിവാദം നടത്താൻ എനിക്ക് അവസരം ഉണ്ടാക്കി തന്നത് മുജാഹിദ് പ്രസ്ഥാനമാണ്. ഈ പ്രസ്ഥാനം മുഅ്തസിലിയ ചിന്താഗതിയുള്ള പ്രസ്ഥാനമാണെങ്കിൽ എനിക്കതിന് അവസരം തരുമോ? ഇല്ലല്ലോ. എനിക്ക് അവസരം തന്നിട്ടുണ്ട് ഈ പ്രസ്ഥാനം. ഈ ഇരിക്കുന്ന പണ്ഡിതന്മാർക്ക് അവസരം കൊടുത്തിട്ടുണ്ട് ഈ പ്രസ്ഥാനം. ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. ഇത്രയും മഹത്തായ ഒരു പ്രസ്ഥാനത്തെ ഇപ്പോഴും ഏതോ മുഅ്തസിലി യുക്തിവാദി ചിന്താഗതിയുടെ ഭാഗമായി കൂട്ടിക്കെട്ടാൻ സാധ്യമല്ല. ചരിത്രം സമ്മതിക്കില്ല നിങ്ങളോട്. ഇസ്ലാമിക ചരിത്രം, സമൂഹത്തിൻ്റെ ചരിത്രം ഒരിക്കലും നിങ്ങൾക്ക് സമ്മതിച്ചില്ല. പിന്നെ ആളുകളുണ്ടായിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ കാത്തിബുൽ വഹയികൾ ഉണ്ടായിട്ടില്ലേ? പിഴച്ചു പോയില്ലേ? നബിയുടെ കേടാത്, ഇസ്ലാമിൻ്റെ കേടാത്. അബ്ദുല്ലാഹിബിൻ അബീ സർഹ് എന്ന് പറയുന്ന ആള് ഖുർആൻ പറഞ്ഞതാ.
ഖുർആൻ പഠിപ്പിച്ചത് ആ ചരിത്രം. അബ്ദുല്ലാഹിബിൻ അബീ സർഹ് എന്ന് പറയുന്ന ആള് റസൂലുള്ളാഹിന്റെ കാത്തിബുൽ വഹ്യ, നബിയുടെ വലതു ഭാഗത്തിരുന്നിട്ട് ഖുർആൻ എഴുതിയ ആള്. അയാളെന്താ ചെയ്തത്? അയാൾ എന്താ ചെയ്തത്? ഖുർആന്റെ ആയത്തിറങ്ങി, വലഖദ് ഖലഖനൽ ഇൻസാന മിൻ സുലാലത്തിൻ മിൻ തീൻ ثم جعلناه نطفة في قرار مكين ثم خلقنا النطفة علقة فخلقنا العلقة مضغة فخلقنا المضغة عظاما فكسونا العظام لحما ثم أنشأناه خلقا آخر. സൂറത്തുൽ മുഅ്മിനൂനിൽ ആധുനിക ഭ്രൂണശാസ്ത്ര വിദഗ്ധരെ അത്ഭുതപ്പെടുത്തിയ വിശുദ്ധ ഖുർആനിലെ ആയത്ത്. ഒരു വേള സീഡികളിലായി ഡോക്ടർ സുബൈർ ഭ്രൂണശാസ്ത്രം വിശദീകരിച്ചുകൊണ്ട് ഖുർആനിൽ നിന്ന് ഓതിയ ആയത്ത് റസൂലുള്ളാഹിന്റെ കാലഘട്ടത്തിൽ അവതരിക്കുമ്പോൾ അബ്ദുല്ലാഹിബിൻ അബീ സർഹ് എന്ന് പറയുന്ന കാത്തിബുൽ വഹിയായ റസൂലുള്ള വഹി എഴുതാൻ ഏൽപ്പിച്ച ആള് നബിയുടെ വലതുഭാഗത്തിരുന്ന് കേൾക്കുകയാണ് ആയത്ത്. വലഖദ് ഖലഖനൽ ഇൻസാന മിൻ സുലാലത്തിൻ മിൻ തീൻ ثم جعلناه نطفة في قرار مكين ثم خلقنا النطفة علقة فخلقنا العلقة مضغة فخلقنا المضغة عظاما فكسونا العظام لحما ثم أنشأناه خلقا آخر എന്ന ഒരു സ്കാനിംഗ് മിഷൻ കണ്ടെത്തിയിട്ടില്ലാത്ത കാലഘട്ടത്തിൽ വഹയിൻ്റെ അടിസ്ഥാനത്തിൽ മുഹമ്മദുർ റസൂലുള്ള ഓതിക്കൊടുക്കുമ്പോൾ അത്ഭുതത്തോടെ കണ്ണുതള്ളിയിരുന്ന അബ്ദുല്ലാഹിബിൻ അബീ സർഹ് എന്ന് പറയുന്ന മനുഷ്യൻ ആ ഭാഗം എത്തിക്കഴിഞ്ഞപ്പോൾ അത്ഭുതത്തോടെ അറിയാതെ പറഞ്ഞു പോയി, ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. ഇത് അബൂസർ അത്ഭുതപ്പെട്ട് പറഞ്ഞു പോയത് ആയത്ത് കേട്ടിട്ട്. നബി പറഞ്ഞു, അബൂസറെ നീ ഇപ്പോൾ പറഞ്ഞ വാചകമുണ്ട്, അതാണ് അതിൻ്റെ അവസാനം, ലാസ്റ്റ് അത് തന്നെയാണ്, ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. ഇത് കേട്ടപ്പോൾ അബൂസറിന് തോന്നി, ഞാനാൾ മോശമല്ലല്ലോ, ഞാനാണല്ലോ ഇപ്പോൾ പഠിപ്പിച്ചു കൊടുത്തത്, ഞാനല്ലേ ഇപ്പോൾ പഠിപ്പിച്ചത്, അതല്ല ഇങ്ങോട്ട് പറഞ്ഞത്. അബ്ദുല്ലാഹിബിൻ അബീ സർഹിൻ്റെ മനസ്സിൽ തോന്നി, എടാ ഇപ്പം മുഹമ്മദ് ഞാൻ പറയണതാണല്ലേ പറയണത്, ആഹാ കള്ള വിളിച്ചത് വാ, ഞാനില്ലാതെ ഇപ്പോൾ കാണാറുണ്ട്, ആയത്തങ്ങനെ പൂർത്തിയാകുമായിരുന്നു. പുറത്തേക്കണ്ട് ചാടി പോയില്ലേ? നബിയുടെ കാലത്ത് സംഭവിച്ചല്ലേ ഇത്? ആണ്. അത് നബിയുടെ കേടാ? ഖുർആൻ്റെ കേടാ? ആണോ? അങ്ങനെ ഒരു വാദമായിട്ട് അയാൾ വന്നത് ആണോ? അല്ല, അയാളുടെ കേടാ. അത് പുറത്തേക്ക് പോവും. അജാതി കേടൊക്കെ പുറത്തേക്ക്, ഉള്ളിലുണ്ടായിരുന്നതാണ് കേടായി പുറത്ത് പോരാ, അല്ലാതെ പുറത്തുനിന്ന് കേടാകലല്ല, അകത്ത് കയറി കേടായി പുറത്തേക്ക് പോവും. അങ്ങനെ പണ്ടുണ്ടായിട്ടുണ്ട്. വേറെ ആൾ നസറായിരുന്നു, ക്രിസ്ത്യാനായിരുന്നു, മൂപ്പര് പിന്നെ വന്നു. മുസ്ലിം ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. ഇതുപോലെ നബി ഇയാൾക്ക് നന്നായിട്ട് എഴുതാറിയും. നബി ഓതിക്കൊടുത്തു, ബക്കറ ഓതി എഴുതി, ആലുംബ്രാൻ ഓതി, മൂപ്പരത് എഴുതി. കുറച്ച് കഴിഞ്ഞപ്പോൾ മൂപ്പർക്കും തോന്നി ഞാനങ്ങോട്ട് ആയിട്ടുണ്ട് എന്ന്. അവസാനം അയാൾ ഇറങ്ങിയിട്ട് പറഞ്ഞു, എന്ത് മാ യദ്രി മുഹമ്മദ് ഇല്ലാ കതബുലഹു, മുഹമ്മദിന് ചുക്കും അറിയില്ല, ഞാൻ എഴുതി കൊടുക്കണേ അറിയൂ, ഞാൻ എഴുതി കൊടുക്കണ മുഹമ്മദ് പറയണത്, വഹി പറയണത്. നബിയുടെ മനസ്സ് നൊന്തു. കാരണം നബി പഠിപ്പിച്ചിട്ടാണ് ഇയാൾക്ക് തൗഹീദ് കിട്ടിയത്. അവൻ പറയാണ്, ഞാൻ പറഞ്ഞു കൊടുക്കണം മുഹമ്മദ് വഹിയായി എഴുതുന്നത് എന്ന് പറഞ്ഞു. നബിയുടെ മനസ്സ് വേദനിച്ചു, നൊന്തു. മനസ്സിൽ വിചാരിക്കേണ്ട റസൂലുള്ള വിചാരിച്ചു. ആ മനുഷ്യൻ മരിച്ചു. എന്താ പറഞ്ഞത്? ആ മനുഷ്യനെ കബറെടുത്തില്ല എന്നാ. ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസ്, അയാളെ കബറടയ്ക്ക് മടങ്ങി പുറത്തേക്ക് ഇങ്ങനെ തുപ്പാണ് കബർ. ആളുകൾ പോയി കബറടയ്ക്ക് മടങ്ങി വന്നു, ആള് പിന്നെ നോക്കുമ്പോൾ പുറത്ത് കിടക്കണം. ഉടനെ തന്നെ രസാറാക്കൾ പറഞ്ഞു, ഹാദാ ഫിഅലു മുഹമ്മദിൻ വസ്ഹാബി, ഇത് മുഹമ്മദും അവൻ്റെ ആൾക്കാരും ചെയ്ത പടിയാ, കണ്ടാ ഗ്രൂപ്പ് വിട്ടതിന് അരിശം തീർത്താ. എന്ന് ചോദിച്ചാൽ, എടാ മനുഷ്യ ഇങ്ങനെയൊന്നും ചെയ്യരുത്, ഗ്രൂപ്പ് വിട്ടത് വിചാരിച്ചൊരു മയ്യത്തിനോടാണ് കാണിക്കണത്. സംഗതി നബി ഒന്നും ചെയ്തിട്ടില്ല, പുറത്തേക്ക് തള്ളിയതാ. ഇവർ നല്ല കുഴി ഉണ്ടാക്കി വല്ലായിട്ട് കബറടക്കി, എന്നിട്ട് പോന്നു. പിറ്റേന്ന് നോക്കുമ്പോൾ പിറ്റേതും പുറത്ത്. അപ്പോഴും പറഞ്ഞു, ഹാദാ ഫിഅലു മുഹമ്മദിൻ വസ്ഹാബി, ഇത് മുഹമ്മദിൻ്റെ ആൾക്കാരെടുത്ത പണിയാണെന്ന് പറഞ്ഞു. മൂന്നാമത് ശക്തമായി ബന്ധവസാക്കി കബർ കുഴിച്ച് കബറടക്കി, കബറക്കാരിക്കാൻ പറ്റില്ല, കബറടക്കി. വന്ന് നോക്കുമ്പോൾ പുറത്ത് കിടക്കണം. അപ്പോൾ അവർ പറഞ്ഞു, ഇത് മുഹമ്മദ് ചെയ്തല്ല, അതിൻ്റെ ആൾക്കാർ ചെയ്തല്ല, ഇത് സംഗതി ഏറ്റതാ. അവനെ വിജനപ്രദേശത്ത് മരുഭൂമിയിൽ വലിച്ചെറിഞ്ഞു അവൻ്റെ ആളുകൾ, എന്നിട്ട് മടങ്ങിപ്പോന്നു. ബുഖാരി ഉദ്ധരിച്ച ഹദീസാ. ഇത് നബിയുടെ കേടാ? ആണോ? അവനങ്ങനെ ആയത് അല്ല. ഇതുപോലെ പ്രസ്ഥാനം എന്ന നിലക്ക് ഇതൊരാൾക്കൂട്ടം, ഒരുപാട് ആളുകളുണ്ടാവും. ആ ആൾക്കൂട്ടത്തിനിടയിൽ ചിലപ്പോൾ ഒറ്റതും തെറ്റൊക്കെ ഉണ്ടാവും. നിങ്ങൾ പറഞ്ഞില്ലേ ഐക്യല് കെട്ടിയ ഒരാൾ വന്നു, നിങ്ങൾ മുജാഹിദായിട്ട് അയാൾ അംഗീകരിച്ചല്ലോ. ഐക്യല് കെട്ടി വന്ന ആൾ മുജാഹിദാണെന്ന്, മുജാഹിദായിട്ട് ഐക്യല് കെട്ടി വന്നു എന്നാ. ഐക്യല് മുജാഹിദ് ലബ്ബൂരി ആയിരിക്കും ചിലപ്പോൾ. ലബ്ബ് ഉസ്താദ് പറഞ്ഞു, സാബികൾ ഐക്യല് കെട്ടിയിട്ടത്.
ലബ്ബ ഉസ്താദേ, ഇപ്പോൾ ഈ ഞങ്ങളുടെ ലബ്ബ ഉസ്താദ് ഡോക്ടർ സുബൈർ സാഹിബ് സക്കരിയ സലായിക്ക് പിമ്പലം കൊടുത്ത അതേ വേളയിൽ അതേ പ്രസംഗത്തിൽ സക്കരിയ സലായിക്ക് പിമ്പലം കൊടുത്ത ആളെ ലബ്ബ ഉസ്താദ്. നിങ്ങളുടെ ആ ഫോൺ ക്ലിപ്പ് ഉണ്ടല്ലോ, ഈ പറയുന്ന ഇവിടെ സ്ഥലത്തിന് വരുന്ന എടപ്പള്ളി എന്നൊരുത്തൻ നിങ്ങളെ വിളിച്ചിട്ട് അത് ഫോൺ ക്ലിപ്പാക്കി അനസിനെതിരെ ഉപയോഗിച്ച ആലുവ പ്രസംഗത്തിൽ നിങ്ങൾ പിമ്പലം കൊടുത്തതുപോലെ അതേ പ്രസംഗത്തിൽ സക്കരിയ മൗലവിക്ക് പിമ്പലം കൊടുത്ത ആൾ ലബ്ബ ഉസ്താദ്. ലബ്ബ ഉസ്താദ് സഹാബികൾ ഐക്യലിട്ടുണ്ട്. ആ വകുപ്പ് ഏതാ നമുക്കറിഞ്ഞൂടാ. ഏതായാലും അങ്ങനെ ആളെ കണ്ടപ്പോൾ നിങ്ങൾ മുജാഹിദായിട്ട് അംഗീകരിച്ചാണ് നമുക്കൊരു ബേജാറ്. ഐക്യലും കെട്ടി വന്ന മുജാഹിദ് അത് മുജാഹിദല്ല മാന്യ സഹോദരൻ. നമുക്ക് എല്ലാവർക്കും അറിയാം അങ്ങനെ ആളെ മുജാഹിദ് നമ്മൾ അംഗീകരിക്കൂല. പിന്നെ ഞാൻ പറയും മുജാഹിദ്, ഞാൻ മുജാഹിദ് പറഞ്ഞ നടക്കുന്ന ആൾക്കാരുണ്ടാവും. അങ്ങനെ ഉണ്ടാവുമ്പോൾ മുജാഹിദ് സദസ്സിൽ വന്നിരുന്നാൽ മതി, മുജാഹിദാവും. പിന്നെ ആൾക്കാർ അവനെ മുജാഹിദ് എന്ന് വിളിക്കും. നമ്മുടെ പരിപാടിക്ക് വെറുതെ വന്നിരുന്നാൽ പിറ്റേന്ന് മുജാഹിദായോ? അങ്ങനെ ഉണ്ട്, അങ്ങനെയൊക്കെ ഉണ്ടാവും. അതൊക്കെ മുജാഹിദ് പ്രസ്ഥാനത്തെ പേര് വെച്ചിട്ടാ. പിന്നെ ആരും അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് ആ പള്ളിക്കണ്ട ഈ പള്ളിക്കണ്ടെന്ന് പറഞ്ഞ് കൊണ്ടുപോയി. നിങ്ങൾ മനസ്സിലാക്കണം, അപ്പോഴും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അയാൾ നിങ്ങളെക്കുറിച്ചൊന്ന് മനസ്സിലാക്കി എന്നുള്ളതാണ്. നേരെ ചൊവ്വ നിങ്ങളെ കൊണ്ട് നടക്കാൻ പറ്റുമെന്ന് അയാൾ എപ്പോഴും മനസ്സിലാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് അയാൾ നമ്മുടെ പള്ളി നിങ്ങളുമായിട്ട് നമ്മുടെ പള്ളി കയറണ്ട, അല്ലെങ്കിൽ ഒറ്റക്ക് അയാൾ കയറും. അപ്പോൾ അയാൾ നിങ്ങളെപ്പറ്റി എന്ത് മനസ്സിലാക്കിയെന്ന് പോലും നിങ്ങൾ അപ്പോഴും തിരിച്ചറിഞ്ഞില്ല. അതാ പ്രശ്നം. നിങ്ങൾ മനസ്സിലാക്കി നിങ്ങളെന്താ എന്നെക്കുറിച്ച് മനസ്സിലാക്കിയെന്ന് ചോദിക്കണ്ടേ തിരിച്ച്? ഞാൻ എന്താ കള്ളനാ? നിങ്ങളായിട്ട് എന്നെ കൊണ്ട് മറ്റേ സലീപ്പള്ളി പോയാൽ എന്താ കുഴപ്പം? നിങ്ങൾ സുന്നിപ്പള്ളി പോയതിനാണ്. നിങ്ങൾ ആർജവത്തോടെ പറയണം ഞാൻ സലഫിയാണ്, ഞാൻ മുജാഹിദാ, എനിക്ക് ഏത് പള്ളി നിസ്കരിക്കാം. പക്ഷെ സലഫി പള്ളി കയറാൻ പോയപ്പോൾ കയറണമെന്ന് പറഞ്ഞാൽ നിങ്ങളാരെ ഏത് മൗലവി എവിടുത്തെ മൗലവിയാണ് നിങ്ങൾ ചോദിക്കണമായിരുന്നു. അപ്പോൾ അദ്ദേഹവും നിങ്ങളെ നല്ല നിലക്കല്ല കണ്ടതെന്ന് നിങ്ങൾ അന്ന് തിരിച്ചറിയണമായിരുന്നു. പിന്നെ വീട്ടിലെത്തിയിട്ട് മൂപ്പര് മനസ്സിലാക്കിയത് അയാൾ കാപട്യത്തിൻ്റെ ആളാണിതാ. വീട്ടിലെത്തിയിട്ടില്ല, ആദ്യം മനസ്സിലാക്കായിരുന്നു. പള്ളിയിൽ കയറ്റിയപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണമായിരുന്നു ഇയാൾ എന്നെ നല്ല നിലക്ക് മനസ്സിലാക്കിയിട്ടില്ല. ഇതൊക്കെ അബദ്ധം, കുറച്ച് താമസിക്കുന്നു മനസ്സിലാക്കാൻ. അപ്പോൾ മാന്യ സഹോദരങ്ങളെ സൂചിപ്പിക്കാനുള്ളത്, അപ്പോൾ ഈ രൂപത്തിൽ അദ്ദേഹം ഒരുപാട് അദ്ദേഹത്തിന് ഒരുപാട് പരാമർശങ്ങളുണ്ട്, നിങ്ങളുടെ ഒരുപാട് പരാതികളുണ്ട്. നിങ്ങൾ ഡോക്ടർ സുബൈർ സാഹിബ് നിങ്ങൾക്ക് ഈ വിഷയത്തെ സംബന്ധിച്ച് പഠിക്കാനോ മനസ്സിലാക്കാനോ ആണെങ്കിൽ, നസീഹത്തോടെയാണെങ്കിൽ നമുക്കിരിക്കാം, ചർച്ച ചെയ്യാം. ഒരു തടസ്സവും നമുക്കില്ല. എനിക്ക് നിങ്ങൾക്ക് തമ്മിൽ ഒരു തടസ്സമില്ല. എന്നെക്കാളും വലിയ വിശാരദന്മാരായ പണ്ഡിതന്മാരുണ്ട്. നിങ്ങൾക്ക് ഞാൻ അവസരം ഉണ്ടാക്കി തരാം. നിങ്ങൾക്ക് പഠിക്കണമെന്നുണ്ടോ, അന്വേഷിക്കണമെന്നുണ്ടോ? നിങ്ങൾ ബേജാറായി വണ്ടി അടക്കണ്ട. നിങ്ങൾ ജിന്നുവാദിലെ സ്റ്റേജിൽ പോയിട്ട് നിങ്ങൾ നാണം കെടാ നിൽക്കണ്ട. അത് പൊട്ട വണ്ടിയാ. അത് കയറിയിട്ട് ഇപ്പോൾ ഉള്ളത് പോയി ഇനി അത് ബാക്കിയൂടെ പോകാൻ നിൽക്കണ്ട. നിങ്ങൾക്ക് പഠിക്കണോ? നിങ്ങൾക്ക് അവസരം ഉണ്ടായിട്ടില്ല. നിങ്ങൾ വലിയൊരു പരാതിയായി ഞാൻ ഏറ്റെടുക്കാം. എന്നിട്ട് നിങ്ങൾക്ക് ഞാനല്ല, എന്നെക്കാളും വിശാരദന്മാരായ ആലിമീങ്ങളുണ്ട്, കേരളത്തിലുണ്ട് വിഷയം പഠിച്ച ആലിമീങ്ങൾ, ഇരുത്തം വന്ന ആലിമീങ്ങളുണ്ട്. പക്ഷെ അവർ സ്റ്റേജിൽ കാണൂല, ബഹളം വെച്ച് റോഡുമേ ഉണ്ടാവില്ല. ഇരുന്ന് പഠിച്ച് കിതാബുകൾ മറിച്ച് മുതാല ചെയ്യുന്ന പണ്ഡിതന്മാർ, ഇരുത്തം വന്ന തലനരച്ച ആലിമീങ്ങളെ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്ന് ഇരുത്തിത്തരാം. നിങ്ങൾക്ക് പഠിക്കാനാണെങ്കിൽ മനസ്സിലാക്കാനോ മുജാഹിദ് പ്രസ്ഥാനം ഒരു തടസ്സമില്ല. നിങ്ങൾ ബേജാറാകണ്ട. അതുകൊണ്ട് എല്ലാവരോടും പറയാനുള്ളത്, പഠിക്കണം, മനസ്സിലാക്കണം, ഖുർആനും സുന്നത്തും സ്വീകരിക്കണം. ഇത് ജീവിതമാണ്, സിറാത്തുൽ മുസ്തഖീമിലാണ് ഉണ്ടാകേണ്ടത്. അവിടെ തെറ്റിപ്പോകരുത്. ഒരവസരമേ ഉള്ളൂ, രണ്ടാമത് ചാൻസ് ഇല്ല, നഷ്ടപ്പെടുത്താൻ പാടില്ല. നേരിൻ്റെ മാർഗത്തിൽ, സത്യത്തിൻ്റെ മാർഗത്തിൽ ഉറച്ചുകൊണ്ട് പ്രവർത്തിക്കുക. റബ്ബ് തുണക്കട്ടെ. സമയം 10:07. നമുക്ക് സെങ്ഷൻ അനുവദിച്ചത് 10 മണിയാണ്. ഒരു ചോദ്യം പോലെ അവസാനിപ്പിക്കാം. അതായത് മൗലവി സൂചിപ്പിച്ച പോലെ അദ്ദേഹത്തെ ഞാൻ ബന്ധപ്പെടാൻ ശ്രമിച്ചില്ല എന്നുള്ളത് തെറ്റാണ്. കാരണം ഞാൻ അദ്ദേഹം എന്നെ കൊണ്ട് വീട്ടിൽ പോകാൻ അദ്ദേഹം പരസ്യമായി നിഷേധിച്ചപ്പോൾ ഞാൻ പല പ്രാവശ്യം ഗൾഫിൽ നിന്ന് അദ്ദേഹത്തിന് ഫോൺ ചെയ്തു. പക്ഷേ ഒരിക്കൽ പോലും അദ്ദേഹം ഫോൺ എടുത്തിട്ടില്ല. സംശയം ഉണ്ടെങ്കിൽ ഇനി നമുക്ക് പിന്നെ ഇത് നോക്കേണ്ടി വരും. പിന്നെ 10 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ചെയ്ത കാര്യങ്ങൾ വെച്ചുകൊണ്ട് സത്യസന്ധനാണ് അങ്ങെങ്കിൽ ഇനി മേലിൽ ഈ തെറ്റായ ചികിത്സ അല്ലെങ്കിൽ ഈ വിവാദപരമായ ചികിത്സയെക്കുറിച്ച് നിങ്ങൾ പരസ്യമായി പറഞ്ഞു വെക്കരുത്. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ, ഈ സദസ്സ് ഇവിടെ കൂടിയിരിക്കുന്നത് അള്ളാഹുവിൻ്റെ വജുദ്ദേശമാണെങ്കിൽ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം, അത് മടവൂർ വിഭാഗമായിക്കോട്ടെ, അല്ലെങ്കിൽ ഇപ്പോൾ ഔദ്യോഗിക വിഭാഗമായിക്കോട്ടെ, അല്ലെങ്കിൽ സക്കരാശലി പിന്തുണക്കുന്ന ആൾക്കാരായിക്കോട്ടെ, ഇവരിൽ ഒരാൾ പോലും ജിന്നിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടില്ല. ഒരാളുമില്ല. നിങ്ങൾ എത്ര പറഞ്ഞാലും നിങ്ങൾക്ക് ഒരു തെളിവുണ്ടാകാൻ സാധ്യമില്ല. പക്ഷേ ചില ചർച്ചയ്ക്ക് ഒരു ലൈവായ ഹദീസ് നിർബന്ധ സാഹചര്യത്തിൽ എടുത്തിട്ടപ്പോൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്തപ്പോൾ ഉണ്ടായ ചില അപാകതകൾ, അതും പണ്ഡിതന്മാർ ചർച്ച ചെയ്യേണ്ട വിഷയം സാധാരണക്കാരുടെ ഇടയിലേക്ക് എടുത്ത് ഇട്ടപ്പോൾ ഉണ്ടായ പ്രശ്നമാണ് നമ്മുടെ ഇടയിലുള്ളത്. അതുകൊണ്ട് ഒരിക്കലും കേരളത്തിലെ മുജാഹിദുകളെ
3 ഗ്രൂപ്പായി തിരിക്കരുത്. അവരാരും ജിന്നിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരല്ല. ആ അവസ്ഥയിലേക്ക് എത്തുമോ എന്ന് പറയാൻ കഴിയും, ഇപ്പോൾ എത്തിയിട്ടില്ല. പിന്നെ ഞാൻ നിങ്ങളോട് പറയുന്നത്, പിന്നെ ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ്, വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ അബ്ദുറഹ്മാൻ സലഫിയുടെ അടുത്ത് ചെന്നിട്ടുണ്ട് ചർച്ചയ്ക്ക് വേണ്ടി. ജമാൽ ചെറുവാടിയാണ് പറഞ്ഞു വെച്ചത്. അദ്ദേഹം പറഞ്ഞു എനിക്കൊരു സംശയമില്ല, നിങ്ങൾ സംശയമുള്ളവർ അന്വേഷിച്ചോളാൻ പറഞ്ഞു. പിന്നെ ബഷീർ പട്ടയത്താഴത്ത് അയച്ചു, സയ്യിദ് ഫാറൂഖി അതുപോലത്തെ ആളുകൾ പറഞ്ഞു ഞങ്ങൾക്ക് വിഷയം. എന്നിട്ട് അദ്ദേഹം കുറേ കൂടുതൽ വിവരങ്ങൾ പറഞ്ഞ് തിരിച്ചയച്ചു. ഒരാൾ പോലും, ഒരൊറ്റ കേനം പണ്ഡിതൻ പോലും ഈ വിഷയം ചർച്ച ചെയ്യാനായിട്ട് തയ്യാറായിട്ടില്ല. പിന്നെ ഞാനിവിടെ 10-20 വർഷങ്ങൾക്ക് മുമ്പ് ഈ ജാറത്തിൻ്റെ വളണ്ടിയർ ക്യാപ്റ്റനായിട്ട് 100 വളണ്ടിയേഴ്സിന് വെച്ചുകൊണ്ട് ഈ സകല ഖുറാഫാത്തും കൂട്ടുന്നുണ്ട്. നിങ്ങൾ നാളെ എൻ്റെ പേരെടുത്തിട്ട് അതും പറയുന്നതിലും അർത്ഥമില്ല. ഇതുപോലൊരു കാര്യമാണ് ഞാൻ സൗദി അറേബ്യയിൽ നിന്ന് എൻ്റെ കണ്ണുകൊണ്ട് കണ്ട. ആഴ്ചകളോളം രോഗികളുമായി പോയി ചികിത്സിച്ച് അവിടുത്തെ ആ നടപടിക്രമങ്ങൾ കണ്ട ആ പരിപാടികളാണ് ആദ്യമായി ചെയ്തിരുന്നത്. അത് പിന്നീട് തർക്കം വന്നപ്പോൾ ആ കാര്യങ്ങൾ ഒഴിവാക്കുകയും വിശുദ്ധ ഖുർആൻ അതിലെ ആയത്തുകൾ അതുപോലെ ഹദീസിൽ വന്ന ദുആകൾ മാത്രം ഓതുവാൻ വേണ്ടി മാത്രമാണ് ഞാൻ ആളുകൾ നിർദ്ദേശിച്ചിട്ടുള്ളത്. അത് നിങ്ങൾക്കിനി 10 വർഷത്തിനുള്ളിൽ ഏതെങ്കിലും കേരളത്തിലെ ഏതെങ്കിലും അല്ല ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു മനുഷ്യൻ പറയില്ല ഞാൻ നിങ്ങൾ പറഞ്ഞ പോലെയുള്ള ചരടുകെട്ടി ചികിത്സ എന്നെല്ലാം പറഞ്ഞ് ഉള്ള പരിഹാസം. അതുപോലെ മൗലവി പലപ്പോഴും സംസാരിക്കുമ്പോൾ പരിഹാസത്തിൻ്റെ രസമുണ്ട്. അത് നമുക്ക് പണ്ഡിതന്മാർക്ക് മാന്യത ഉള്ളതല്ല എന്ന് ഞാൻ ഉണർത്തുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഓക്കെ, ഇത് ക്ലിയറാണ്. എൻ്റെ ഡോക്ടർ സാഹിബേ, ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ. ഒരു വ്യക്തി എന്ന നിലക്ക്, ഡോക്ടർ സുബൈർ എന്ന നിലക്ക് അദ്ദേഹത്തോട് മാനസികമായി ഒരംശം പോലും വിരോധമില്ലാത്ത, ദേഷ്യമില്ലാത്ത, വെറുപ്പില്ലാത്ത, സ്നേഹമുള്ള ഒരാളാണ് ഞാൻ. ആ സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഒരു പായയിൽ കിടന്നുറങ്ങിയവർ എന്ന് ആലങ്കാരികമായി പറഞ്ഞതല്ല. അക്ഷരാർത്ഥത്തിൽ പുതക്കാനൊരു പുതപ്പ് കിട്ടാഞ്ഞിട്ട് പള്ളിയിലെ പായെടുത്ത് പുതച്ച് കിടന്ന വ്യക്തിത്വങ്ങളെ ഞാൻ മറന്നിട്ടില്ല, മറക്കില്ല. നിങ്ങളെന്താ വിചാരിച്ച്? എന്താ നിങ്ങൾ മനസ്സിലാക്കിയത്? നിങ്ങളോട് ഒരു ദേഷ്യമില്ല വ്യക്തിപരമായി. അതേസമയം നിങ്ങളെ അന്ധവിശ്വാസത്തിൻ്റെ വാഗ്ദാക്കൾ ചൂഷണം ചെയ്തു. ഒരു വേള നിങ്ങളറിയാതെ ഈ വിശ്വാസത്തിൽ ചെന്നു പെട്ടുപോയി. അന്ന് നിങ്ങളെ ഉപദേശിക്കാത്തതിൻ്റെ ഗൗരവം ഇപ്പോഴും നിങ്ങൾ പറയണം. ഇപ്പോഴും ഉപദേശിച്ചിട്ട് സ്വീകരിക്കുന്നില്ലല്ലോ. അതാണ് നമുക്ക് ബേജാറ്, അതാണ് നമുക്ക് വിഷമം. മാത്രമല്ല അദ്ദേഹം പറയാണ് ഇദ്ദേഹത്തിൻ്റെ ചികിത്സാരീതിയെ ഞാൻ പരിഹസിച്ചു. ശരിയാണ്, ഞാൻ പരിഹാസം ഉപയോഗിച്ചിട്ടുണ്ട്, ഞാൻ ഉപയോഗിക്കും. അതെൻ്റെ റസൂൽ എനിക്ക് പഠിപ്പിച്ചു തന്നതാണ്. അത് തെറ്റായി നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ തിരുത്തിക്കോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെ പരിഹാസവുമായി ഖുറൈശികൾ കടന്നു വന്നപ്പോൾ അള്ളാഹുവിൻ്റെ റസൂല് തൻ്റെ സ്വഹാബത്തിനോട് ചോദിച്ചു, ആരാണ് വിമർശിക്കുക എന്നാണ്. നബിയുടെ ചോദ്യമാണ്, ആരാണ് ഗണ്ണിക്കുക? പരിഹസിക്കല്ല, മറുപടി ഗണ്ണനം പറയാ, മറുപടി പറയാ. മറുപടി പറയുന്ന ശൈലി ഒരുപാടുണ്ട്, ഒരുപാട് തരത്തിലുണ്ട്. ഇളം രൂപത്തിൽ പറയേണ്ടതുണ്ട്, അങ്ങനെ പറയേണ്ടടുത്ത് അങ്ങനെ പറയാവൂ. അവിടെ കയറി ഒച്ചയിട്ട് ബഹളം ഉണ്ടാക്കി പ്രശ്നം ഉണ്ടാക്കണ്ട. എന്നാൽ കർശനമായും ശക്തമായും പറയേണ്ടടുത്ത് അങ്ങനെ പറയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ആഹ്വാനം കേട്ടു നബിയോട് ചോദിച്ചു, നിങ്ങൾ വാളുകൊണ്ട് യുദ്ധം ചെയ്യുന്നു, പക്ഷേ നിങ്ങളുടെ വാളിനേക്കാൾ നിങ്ങളുടെ നാവാണ് ഖുറൈശികൾക്ക് പ്രഹരമേൽപ്പിക്കുക. നാവാണ് ഖുറൈശികൾക്ക് പ്രഹരമേൽപ്പിക്കുക, നിങ്ങളുടെ വാള് കൊണ്ടുള്ള വെട്ടിനേക്കാൾ. ഇത് കേട്ടപ്പോൾ അറിയപ്പെട്ട ജാഹിരിയ കവി, അറബി സാഹിത്യത്തിൻ്റെ കുലപതികളിൽ ഒരാളായ അബ്ദുല്ലാഹി ഇബ്നു റവാഹ എഴുന്നേറ്റ് പറഞ്ഞു, അന യാ റസൂലല്ലാഹ്, ഞാൻ വിമർശിക്കാം. അബ്ദുല്ലാഹി ഇബ്നു റവാഹ വന്നു. നബി പറഞ്ഞു, ഒന്ന് വിമർശിച്ചേ കേൾക്കട്ടെ. അബ്ദുല്ലാഹി ഇബ്നു റവാഹ സാഹിത്യമൊക്കെ ഇട്ട് പൊതിഞ്ഞിട്ട് അടിപൊളിയായിട്ട് വിശദീകരിച്ച് പ്രാസമൊക്കെ ഒപ്പിച്ചിട്ട് അടിച്ചു നോക്കി. നബി ഇത് കേട്ടിട്ട് പറഞ്ഞു, ഇതെന്ത് വിമർശനം, ഇതാണോ വിമർശനോ? അയ്യേ, ഇത് കേട്ടാൽ മറ്റുള്ളവർക്ക് നാടൻ വരുമല്ലോ. ഇത് വിമർശനമല്ല, ഇത് പോരാ, ഇതിന് കട്ടി പോരാ, ഇത് പോരാ. റസൂലാ പറഞ്ഞത്, പോരാ. അപ്പോഴാണ് അടുത്ത ആൾ അന യാ റസൂലല്ലാഹ്, ഞാനുണ്ട്. ആരാത്? ഹസ്സാൻ ഇബ്നു സാബിത്ത്. ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റു. നബി ചോദിച്ചു, നീ എങ്ങനെ വിമർശിക്കും?
അദ്ദേഹത്തിൻ്റെ മറുപടി, ഓ നബിയെ, ആടുമാടുകളുടെ തൊലി കുരിക്കുന്നത് പോലെ ഞാൻ അങ്ങ് പറിച്ചു കീറും രണ്ടായിട്ട് ഖുറൈശികളെ. എൻ്റെ വാക്കല്ല, ഹസ്സാൻ ഇബ്നു സാബിത്തിൻ്റെ വാക്കാണ്. തൊലി ഉരിക്കാന്ന് മലയാളത്തിൽ പറയുന്ന പോലെ ആടുമാടുകളുടെ തൊലി ഉരിക്കുന്നത് പോലെ ഞാൻ വലിച്ചൊരിയും നബിയെ അവരെ. നബി എന്നെ ഞെട്ടിപ്പോയി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒക്കെ അവിടെ ഉണ്ട്. നബി പറഞ്ഞു, അല്ല ഹസ്സാനെ, ഞാനും ഖുറൈശി, അത് ഈ കീറുമ്പോൾ ഞാനും കീറിപ്പോലേ. നീ തൊലി ഉരിക്കുമ്പോഴേ ഖുറൈശികളെ കീറുമ്പോൾ ഞാനും ഖുറൈശിയാണല്ലോ, അബൂബക്കറും ഖുറൈശിയാണല്ലോ. ആ സന്ദർഭത്തിൽ ഹസ്സാൻ പറഞ്ഞു, നബി അതൊന്നും ഓർത്ത് ബേജാറാകണ്ട, ഞാൻ അബൂബക്കറോട് ഫുൾ ഹിസ്റ്ററി വാങ്ങിയിട്ടുണ്ട്. ഞാൻ ഖുറൈശികളെ കീറുമ്പോൾ അതിനിടയിൽ നിന്ന് അതേ വെണ്ണയിൽ വീണുപോയ നൂലെടുക്കുന്ന ലാഘവത്തോടെ അതിനിടയിൽ നിന്ന് നിങ്ങളെ ഞാൻ ഊരിമാറ്റും റസൂലേ. അള്ളാഹുവിൻ്റെ റസൂല് ഹസ്സാൻ ഇബ്നു സാബിത്തിനെ പിടിച്ചിട്ട് നേരെ ഇരുത്തി, ഒരു പീഠമുണ്ടാക്കി അവിടെ ഇരുത്തി. എന്ന് പറഞ്ഞു, അല്ലാഹുമ്മ അയ്യിദ്ഹു ബിറൂഹിൽ ഖുദുസ്. അല്ലാഹുവേ, ഹസ്സാനെ നീ സഹായിക്കണേ അല്ലാ, ജിബ്രീലിനെ കൊണ്ട് സഹായിക്കണേ അല്ലാ, ഹസ്സാൻ ഇബ്നു സാബിത്തിന് വേണ്ടി. ഡോക്ടർ തെറ്റിദ്ധരിച്ചു പോയി. പരിഹസിച്ചത് ഞാൻ ഡോക്ടർ എന്ന വ്യക്തിത്വത്തെയല്ല, നേരെ മറിച്ച് ഡോക്ടറുടെ പ്രവർത്തനത്തെ ഞാൻ കീറി മുറിക്കും, പറിച്ചു കീറും, തൊലി ഉരിക്കുന്നത് പോലെ ഉരിച്ചു വെക്കും. അത് നിങ്ങൾക്കും കൂടാ, നിങ്ങൾ മനസ്സിലാക്കിക്കോ, വേറെ ആർക്കും അല്ല, നിങ്ങൾക്കും കൂടാ. 2, ഇനി ഞാൻ ഡോക്ടർ സുബൈറിനോട് കാണിച്ച ദാക്ഷിണ്യം ഞാൻ പറയട്ടെ. ഡോക്ടറിൻ്റെ പെട്ടിയിൽ കണ്ട കാര്യങ്ങളാണ് ഞാൻ ഇതുവരെയും കേരളത്തിൽ ഇവർ നടക്കുന്ന പെട്ടിയിലുള്ള സംഗതികൾ എന്ന രൂപത്തിൽ ഞാൻ പറഞ്ഞിട്ടുള്ളത്. സ്പ്രേയർ, പിന്നെ ഓസ്, അവിടെയൊക്കെ ഞാൻ മര്യാദ വെച്ച് ഡോക്ടറിൻ്റെ പെട്ടിയാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പുല്ലേപ്പടിയിൽ ഞാൻ പ്രസംഗിക്കുമ്പോൾ, ആദർശ വിശദീകരണം നടത്തുമ്പോൾ, ആദ്യമായി ആദർശ വിശദീകരണം നടത്തുമ്പോൾ ഒരു സംഭവം ഞാനിതിൽ പറയുന്നുണ്ട്. ഇന്ന് ജിന്നുവാദികൾ ക്ലിപ്പിട്ട് കിടക്കുക. എന്താണെന്നറിയോ? ഒരു ജിന്നിനെ ഇളക്കിയിട്ട് ആ ജിന്നോട് ചോദിച്ചു, എന്ത് നീ എവിടെന്നാ ഇളക്കിന്ന് പറയാണ്. ജിന്നാണോ മറ്റാണോ വേറെ എന്താണോ നമുക്ക് അറിഞ്ഞൂടാ. ഇളക്കി. അപ്പോൾ ജിന്നിനെ ഇളക്കി. എന്താ പേര്? അപ്പോൾ ഒരു പേര് പറഞ്ഞു. അത് ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു, വസുമതി. ജിന്നിൻ്റെ പേരെന്താ? വസുമതി. എവിടെന്നാ പറഞ്ഞത്? അപ്പോൾ ഒരു പേര് പറഞ്ഞു. ആ വടക്ക് ഭാഗത്താണ് എൻ്റെ ഓർമ്മ. ഞാൻ പറഞ്ഞ കട്ടുപ്പാറ കലിങ്കിൻ്റെ അടിയിലാണ്. ഞാൻ ഇന്നലെ ഇളക്കിയ ഒരു ജിന്നുണ്ടായിരുന്നു. അയാൾ എവിടെ? ഒരു പ്രഭാകരൻ, ഒരു പേരിട്ടൊരു പ്രഭാകരൻ. ആ ജിന്നെവിടെ? അത് ഇന്നടുത്തുണ്ട്. നിങ്ങളെപ്പറ്റി അദ്ദേഹം എന്നോട് പറഞ്ഞിരുന്നു. ഇത് ഞാൻ ജിന്ന് ഇളക്കുമ്പോൾ നടത്തുന്ന മുഖാത്തബത്തിന്, അഭിമുഖ സംഭാഷണത്തിന് ഉദാഹരണമായി ഇത് പാടില്ലെന്ന് പറയാൻ ഞാൻ പുല്ലേപ്പടിയിൽ വെച്ച് നടത്തിയ പ്രസംഗത്തിൽ ഉദ്ധരിച്ചിരുന്നു. ഇന്ന് ജിന്നുവാദിൽ എന്താ ചെയ്യുന്നത്? ആ ക്ലിപ്പ് എടുത്തിട്ട് കണ്ടോ, അനസ്, വസുമതി, ജിന്നടക്കൽ കണ്ടോ, സംസാരിച്ചു, അങ്ങനെ ഇങ്ങനെ. ഇന്ന് വരെ ഡോക്ടറെ ഞാൻ പറഞ്ഞിട്ടില്ല. അന്ന് ആ പറഞ്ഞത് ഡോക്ടർ സുബൈറാണ്. എന്നെ കേരളത്തിൻ്റെ തെരുവോരങ്ങളിലിട്ട് ജിന്നുവാദികൾ പറിച്ചു കീറുമ്പോഴും അന്ന് ആ സംസാരിച്ചത് വസുമതിയും അതുപോലെ തന്നെ കലിങ്കിനടിയും. അപ്രകാരം തന്നെ ഇന്നലെ ആ ജിന്നിനെ പറഞ്ഞു വിട്ട് ഡോക്ടർ സുബൈറിനെ കുറിച്ച് എന്നോട് ആ ജിന്ന് പറഞ്ഞിരുന്നു എന്ന് സംസാരവേളയിൽ പറഞ്ഞ വിവരം, ആ വിവരം ഞാൻ ഒരു കാര്യം മനസ്സിലാക്കുന്നതിന് വേണ്ടി പറഞ്ഞപ്പോൾ നിങ്ങളുടെ പേര് മറച്ചു വെച്ചു. എന്നിട്ട് അത് ജിന്നുവാദികൾ ക്ലിപ്പാക്കി കേരളത്തിൻ്റെ തെരുവോരങ്ങളിട്ട് അനസ് എന്ന ഈ സാധുവിൻ്റെ തൊലിയുരിച്ചപ്പോഴും ഈ നിമിഷം വരെ ഞാൻ പറഞ്ഞിട്ടില്ല ഡോക്ടറെ, അന്ന് ആ സംസാരിച്ചത് ഡോക്ടർ സുബൈറായിരുന്നു, അത് ഡോക്ടർ സുബൈറിൻ്റെ അനുഭവമായിരുന്നുവെന്ന് പറഞ്ഞ് എൻ്റെ തടി തപ്പാൻ ഞാൻ ഇതുവരെ തയ്യാറാകാതിരുന്നത് എൻ്റെ മനസ്സിൻ്റെ ഏതോ കോണിൽ അങ്ങയോട് സൂക്ഷിച്ചിരിക്കുന്ന സ്നേഹം കൊണ്ടാണ്, ഹുബ്ബ് കൊണ്ടാണ് എന്ന് താങ്കൾ തിരിച്ചറിയണം. എന്താ ഞങ്ങളെപ്പറ്റി നിങ്ങൾ മനസ്സിലാക്കിയത്? നിങ്ങളെ ഞങ്ങൾ സ്നേഹിച്ചത്രയും നിങ്ങളെ പൊക്കി നടക്കുന്ന ഒരാളും സ്നേഹിച്ചിട്ടില്ല. അറിയോ നിങ്ങൾക്ക്? ഞങ്ങളുടെ മനസ്സിൽ സൂക്ഷിച്ച സ്നേഹം, ആ സ്നേഹത്തിൻ്റെ ഒരംശം നിങ്ങളെ താങ്ങി നടക്കുന്ന ജിന്നുവാദികൾ നിങ്ങളോട് കാണിച്ചിട്ടില്ല. നിങ്ങൾ അവരുപയോഗിക്കും, ഞങ്ങൾക്കറിയാം. എന്നിട്ട് കറിവേപ്പില പോലെ നിങ്ങളുടെ ഉപയോഗം കഴിഞ്ഞാൽ അവർ ദൂരേക്ക് വലിച്ചെറിയുമെന്ന് ഞങ്ങൾക്കറിയാം. നിങ്ങളെന്താ വിചാരിച്ച് നിങ്ങളോട് ദേഷ്യം കൊണ്ട് ഞങ്ങൾ പറയുകയാണെന്നോ? അല്ല. സ്വന്തം എൻ്റെ വ്യക്തിത്വത്തെ പോലും പറിച്ചു കീറിയപ്പോഴും താങ്കളുടെ പേര് ഞാൻ ഉച്ചരിച്ചിട്ടില്ല. ഇപ്പോൾ താങ്കളത് പറഞ്ഞപ്പോൾ, ഞാൻ പരിഹസിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ, താങ്കളുടെ ചികിത്സയെ അത് ഞാൻ പരിഹാസത്തോടെ പറയുന്നു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിൽ വേദന ഉണ്ടായി. അതുകൊണ്ട് മാത്രം, നിങ്ങളിവിടെ ഉണ്ടെന്നത് കൊണ്ട് മാത്രം, എൻ്റെ മനസ്സിലുള്ള സ്നേഹം നിങ്ങളെ അറിയിക്കണമെന്നത് കൊണ്ട് മാത്രം, അത് റസൂലുള്ളാഹി പഠിപ്പിച്ച ചര്യയാണെന്നത് കൊണ്ട് മാത്രം ഈ നിമിഷത്തിൽ ഇപ്പോഴാണ് ഞാൻ ആ വസുമതി കേസ് പറയുന്നത്.
മനസ്സിലാക്കണം. നിങ്ങളെ പരിഹസിച്ചല്ല. ഇനി അദ്ദേഹം അതിൽ നിന്ന് പിന്മാറിയെന്ന് ഇവിടുന്ന് അദ്ദേഹം പരസ്യമായിട്ട് പറഞ്ഞു. നല്ല ലക്ഷണമാണ്. ഞാൻ 10 കൊല്ലങ്ങൾക്ക് മുമ്പ് ചെയ്ത ചികിത്സയിൽ അബദ്ധങ്ങളുണ്ടായി, അദ്ദേഹം തിരുത്തി പിന്മാറി, ഇപ്പോൾ അത് ചെയ്യുന്നില്ല എന്ന് ഡോക്ടറെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഞങ്ങൾ അഭിനന്ദിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ദുആ ചെയ്യുന്നു. അള്ളാഹു നിങ്ങളെ ഹൈറിലാക്കട്ടെ, ബർക്കത്തിലാക്കട്ടെ, കൂടുതൽ ഇസ്സത്തോടെ ഉയർന്നു വരാൻ തൗഫീക്ക് തരട്ടെ. ഞങ്ങൾക്ക് ഒരു വിഷമവും ഇല്ല നിങ്ങളോട്. നിങ്ങളെന്താ മനസ്സിലാക്കണത്? അദ്ദേഹം അബദ്ധം ചെയ്തു 10 കൊല്ലങ്ങൾക്ക് മുമ്പോ 5 കൊല്ലങ്ങൾക്ക് മുമ്പോ, ഇന്നലെ ചെയ്തായിക്കോട്ടെ, ഇന്ന് തിരുത്തിക്കോ, ഞങ്ങൾക്ക് ബേജാറില്ല. അതിൻ്റെ പേര് ഡോക്ടേഴ്സ് പേര് ഞങ്ങൾ പരിഹസിക്കുന്നില്ല, വ്യക്തിയെ ഞങ്ങൾ പരിഹസിക്കുന്നില്ല. എന്നാൽ ആ ചികിത്സകളെ കേരളത്തിൻ്റെ മണ്ണിൽ ഇപ്പോഴും ഇറക്കുമതി ചെയ്ത് കൊണ്ടു നടക്കുന്ന പലരുണ്ട്. അത് വിമർശിക്കാതിരിക്കുന്ന വൃത്തിയില്ല. നിങ്ങളത് മനസ്സിലാക്കണം. അതുകൊണ്ട് മാന്യ സഹോദരങ്ങളെ, ഇദ്ദേഹം പലരോടും പോയി സംസാരിച്ചു എന്നാ. അബ്ദുറഹ്മാൻ സലഫി എനിക്ക് അദ്ദേഹത്തിന് സംശയമില്ല എന്ന് പറഞ്ഞു എന്നാ. ശരിയായിരിക്കാം, അദ്ദേഹത്തിന് ഈ വിഷയം സംശയം ഉണ്ടാവില്ല. നിങ്ങളുടെ സംശയം തീർക്കുക, അദ്ദേഹത്തിനോട് പോയി അദ്ദേഹം സംശയം തീർത്തു തരും. പിന്നെ അദ്ദേഹം അവസാനം പറഞ്ഞത്, നിങ്ങളൊരു ജനതയെ തെറ്റിദ്ധരിപ്പിക്കാൻ ആണെങ്കിൽ നിങ്ങളുടെ കൽബ് എന്താ ഉദ്ദേശം അള്ളാഹുവിലേക്ക് വിടുക. ഞാനത് ഇടപെടുന്നില്ല. പക്ഷെ നിങ്ങളുടെ പ്രയോഗം കൊണ്ട് ആളുകൾ തെറ്റിദ്ധരിക്കണമെന്നറിയോ? ജിന്നിനോട് പ്രാർത്ഥിക്കാം എന്ന് പറയുന്ന ഒരു മുജാഹിദും ഇവിടെ ഇല്ല. മനസ്സിലാക്കണം. ആ പ്രയോഗത്തിൽ എന്തുണ്ടൊരു സൂക്ഷ്മതക്കുറവുണ്ട്. ഇതൊരു 5 കൊല്ലം മുമ്പ് ഡോക്ടറെ ഞാനും നിങ്ങളൊക്കെ പറഞ്ഞാൽ ആൾക്കാർ വിശ്വസിച്ചോളൂ. അങ്ങനെ ആളില്ല. പക്ഷേ ഇപ്പോഴത്തെ പ്രശ്നം എന്താണെന്നറിയോ? ഡോക്ടർക്ക് അറിയോ, നാളെ ഒരു സംവാദം നടക്കാതിരിക്കുക. നാളെ ഒരു സംവാദം. എന്താ സംവാദത്തിൻ്റെ സബ്ജക്റ്റ്? ജിന്നിനോട് സഹായം തേട ശിർക്കല്ല, വസീലത്തു ശിർക്കാണ് സൂറത്തു അന്നാമിലെ ആയത്ത്. ഇത് കഴിഞ്ഞിട്ട് നേരെ അങ്ങോട്ട് പോകും, വണ്ടി എടുത്തിട്ട് ഇൻഷാ അല്ലാഹ് നാളെ അവിടെ ഉണ്ടാകാൻ, അവിടെ പോകാൻ. ഇതിന് ആയത്തുദ്ധരിക്കുന്ന ഒരു ജനത ഇവിടെ ഉണ്ടായി. ഡോക്ടർ അറിഞ്ഞല്ലോ അത് ഇല്ലേ? ഈ കലൂരാണ്. ഇപ്പോൾ നിങ്ങൾ പങ്കെടുത്ത സമ്മേളനം ഉണ്ടല്ലോ, നിങ്ങൾ ആ സമ്മേളനത്തിൽ പോയെന്നറിയില്ല, നോട്ടീസിൽ കണ്ടു. ഇപ്പോൾ ഒരു സമ്മേളനം നടന്നു ഈ മറൈൻ ഡ്രൈവിൽ. അതിന് മുന്നോടിയായതിൻ്റെ പ്രചരണാർത്ഥം കലൂര് വെച്ച പരിപാടിയിലാണ് പരസ്യമായി ഡോക്ടർ സക്കരിയ സലാഹി പറഞ്ഞത്, ജിന്നെ നോട്ട് ബുക്ക് കൊണ്ടെത്താന്ന് പറഞ്ഞാൽ ശിർക്കല്ല. മനസ്സിലാവുന്നുണ്ടോ? ജിന്നെ എനിക്ക് നോട്ട് ബുക്ക് കൊണ്ടെത്താന്ന് പറഞ്ഞാൽ ശിർക്കല്ല. ജിന്നെ എനിക്കൊരു വോട്ട് കൊണ്ടെത്താന്ന് പറഞ്ഞാൽ ശിർക്കാവോ? ജിന്നെ എനിക്ക് നോട്ട് കൊണ്ടെത്താന്ന് പറഞ്ഞാൽ ശിർക്കാവോ? അപ്പം ജിന്നെ ഒരു നോട്ട് ബുക്ക് കൊണ്ടെത്താ എന്ന് പറഞ്ഞാൽ ശിർക്കല്ല എന്ന് പരസ്യമായി കലൂരിൻ്റെ മണ്ണിൽ പ്രസംഗിച്ച പ്രസംഗം കേട്ട മനുഷ്യരോട് അങ്ങനെ ഒരു വാദം ആർക്കുമില്ല എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ ആളുകൾ തെറ്റിദ്ധരിക്കും. നമ്മളെന്തിനാണ് ഈ വണ്ടി മരിയും പിടിക്കണത്? എന്നെ ന്യായീകരിച്ച് നിങ്ങൾ കുടുങ്ങാക്കണ്ട. ചൂണ്ട ഇടുന്ന ഒരാൾ പുഴയിലേക്ക് വീണാൽ പിടിയടാ ജിന്നെ എന്ന് പറഞ്ഞാൽ ശിർക്കല്ല. അത് ജോസഫേട്ടനോട് ചോദിക്കണ പോലെയാണ്. ജോസഫേട്ടനോട് ചോദിക്കണ പോലെയാണ് എന്ന് പറയുമ്പോൾ ഇത് ഈ വാദമുള്ളവരില്ലാന്ന് കൗമിനോട് പറഞ്ഞാൽ നമുക്ക് സ്വീകരിക്കാൻ പറ്റുമോ? എന്നിട്ട് ദുർബലമായൊരു ഹദീസ്. എന്തിനാണ് ഈ കളവുകൾ ഇനി ആവർത്തിച്ച് ഈ കൗമിൻ്റെ മുന്നിൽ പറയുന്നത്? ആരാ ദുർബല ഹദീസിനെ നിർബന്ധിച്ചത്? അത് വലിച്ചെറി, ഉപേക്ഷിക്കുക, അപകടമാണ്, വേണ്ട, നമ്മുടെ തെളിവല്ല, നമ്മൾ സഹിയായ ഹദീസിൻ്റെ ആളുകളാണ് എന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ പിന്നാലെ കൂടി 1, 2, 3 നിങ്ങളൊക്കെ ഈ നെറ്റും ഇൻ്റർനെറ്റൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരല്ലേ, പ്രത്യേകിച്ച് തായിഫിൽ തബൂക്കിലൊക്കെ ഉള്ള ആൾക്കാരാണല്ലോ നിങ്ങൾ. ഓക്കെ. അപ്പോൾ തായിഫ് നേരത്തെ തബൂക്ക് എന്ന് മാറി പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ആയിക്കോട്ടെ, തായിഫിലും തബൂക്കിലൊക്കെ ഉള്ള ആളുകളാണല്ലോ നിങ്ങൾ. അവിടെയുള്ള ആളുകൾ തന്നെയാണ് ഈ ആയിബാദുള്ള പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3, പാർട്ട് 4. എന്തിനാ ഈ പാർട്ട്? ഒരു ദുർബല ഹദീസിനെ വ്യാഖ്യാനിക്കാൻ ഒരു പുസ്തകം തന്നെ. യായിബാദുള്ള വസ്തുത എന്തിനാ ദുർബല ഹദീസ്? യായിബാദുള്ള വസ്തുത, ദുർബല ഹദീസിലെ വസ്തുത എന്തല്ല? അതിന് വ്യാഖ്യാനം, വിശദീകരണം, തഫ്സീറും ഒക്കെ എഴുതി കേരളത്തിൻ്റെ മണ്ണിൽ ആരാ ഇതിൻ്റെ പിന്നാലെ പോയത്? ജിന്നവാദം അത് കൊണ്ടുവന്ന് അതിൽ പിടിച്ചിരിക്കാൻ കഴിയാതെ പിന്നെ പോയി ആയിബാദുള്ളയിൽ തൂങ്ങി, അതിൻ്റെ മറുപടി തൂങ്ങി, അവിടെ പണ്ഡിതന്മാരെന്ത് പറഞ്ഞു, മറുപടി എന്ത് പറഞ്ഞു, ഖുറാഫികൾക്ക് എന്ത് മറുപടി കൊടുത്തു, അതിൻ്റെ ആ വ്യാഖ്യാനത്തിൽ പോയി അവിടുന്ന് തപ്പിക്കൊണ്ട് വന്ന് എന്തിനാണ് ഈ ബേജാറൊക്കെ ഉണ്ടാക്കിയത്? അപ്പോൾ ജിന്നിനോട് ഭൗതിക സഹായം തേടിയാൽ ശിർക്കല്ല എന്ന് പ്രസംഗിക്കുന്ന വാദപ്രതിവാദം നടത്തണം. ഈ ഇരിക്കുന്ന 2 പണ്ഡിതന്മാരെ നിങ്ങൾ കണ്ടോ? ഇവർ 2 പേരും വാദപ്രതിവാദം നടത്തിയവരാ. ഒന്ന് സാലിശ് വാടാനപ്പള്ളിയാ, ജിന്നിനോട് സഹായം തേടിയ ശിർക്കല്ല എന്ന് വാദിച്ചവരായിട്ട് വാദപ്രയോഗം നടത്തിയ ഒരാൾ. അത് കഴിഞ്ഞ് 2ാമത് വാദപ്രയോഗം നടത്തിയ ആളായിരിക്കണത് നാസർ സുല്ലമി.
ഇവരൊക്കെ ഇരിക്കുന്ന സദസ്സിൽ വന്നിട്ട് ഒരാൾ പറയുക ജിന്നിനോട് സഹായം തേടുക, അത് പ്രാർത്ഥിക്കാം. എന്തിനാണ് ഈ ജാതി സമസ്തക്കാരൊക്കെ പറയുന്ന പോലെ പ്രാർത്ഥിക്കാമെന്ന വാദമുള്ള ആരുമില്ല. ജിന്നിനോട് ഭൗതിക സഹായം തേടിയാൽ ശിർക്കല്ല. ഇനി അറിയോ സക്കരിയ മൗലവി പറഞ്ഞതും പ്രസംഗിച്ചതും അറിയോ എന്താണ്? 100% മുവഹിദായ ഒരാൾ, തൗഹീദ് തെറ്റൂല എന്ന് ഉറപ്പുള്ള ഒരാൾ, ഇബ്നു തൈമിയ്യ പോലുള്ള ഒരാൾ ജിന്നിനോട് സഹായം തേടിയാൽ അത് ഹറാമുമല്ല, അനുവദനീയമാണ്. സക്കരിയ സലാഹി പറഞ്ഞു. ഇല്ലേ, കൊണ്ടുപോകാൻ നിങ്ങൾ, നിങ്ങൾക്ക് അവസരം ഉണ്ടാക്കി തന്നല്ലേ. അദ്ദേഹം പറഞ്ഞ വാചകം ഞങ്ങൾ ഇട്ട് കേൾപ്പിച്ച് മറുപടി പറയാം. എന്നിട്ട് നിങ്ങൾ പറയുന്നു ആ വാദം ആർക്കുമില്ല. എന്തിനാണ്? ആരുടെ മുന്നിലാണ് നിങ്ങൾ ഈ കളവ് പറയുന്നത്? ആർക്ക് വേണ്ടിയാണ്? എന്തിനു വേണ്ടിയാണ്? എന്തിനു വേണ്ടിയാ? ഞങ്ങൾ ആരും ഒരു ആരോപണം പറയില്ല. ഇവർ മാറട്ടെ, പരസ്യമായി പറയട്ടെ. എന്ത്? ജിന്നിനോട് ഭൗതികമായാലും അഭൗതികമായാലും ഹയ്യായാലും ഹാദറാണെങ്കിലും ആയിബാണെങ്കിലും ഷിർക്കാണ്. ഡോക്ടർ സുബൈർ സാഹിബ് ഇവിടെ പറഞ്ഞില്ലേ, ഞാൻ 10 കൊല്ലം മുമ്പ് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവും, അതിന് പേര് എന്നെ വിമർശിക്കൂല. അപ്പോൾ ഇത് ഷിർക്കാണെന്ന് പറഞ്ഞാൽ, വ്യക്തമായ ഷിർക്കാണെന്ന് സമ്മതിച്ചാൽ പിന്നെ ഒരാളെയും നമ്മൾ ആക്രമിക്കൂല, എതിർക്കൂല. ഇവരൊന്നും മാറിപ്പോകരുതെന്ന് ആഗ്രഹിക്കണവരാ നമ്മൾ. ഇവരൊക്കെ പ്രസ്ഥാനത്തിനുണ്ടാകണം, പ്രസ്ഥാനത്തിന് ശക്തി പകരണം, അതുപോലെ തന്നെ പ്രസംഗം നടക്കണം. ഇവരൊക്കെ ഒരു 10 പേര് കൂടെ ഉണ്ടെങ്കിൽ 10 പ്രസംഗിച്ചൂടെ? നമുക്ക് എന്താ ബേജാറ്? അപ്പോൾ ഇവരൊക്കെ ഉണ്ടാകണം. പക്ഷേ ഈ അവിശ്വാസവും അന്ധവിശ്വാസവും മാറ്റിവെക്കണം. ഇത് ഡോക്ടറിനെ പോലൊരാൾ ഇതിൻ്റെ അവസാനം എത്തിയിട്ട് അങ്ങനെ ആരും വാദിക്കുന്നില്ല എന്ന് പറയരുത്, അത് അബദ്ധമാണ്. ഒരുപക്ഷെ ഡോക്ടർ തെറ്റിദ്ധരിച്ചാവും. കേരളത്തിൻ്റെ മണ്ണിൽ ജിന്നിനോട് സഹായം 100% മുവഹിദായ ഒരുത്തൻ നടത്തിയാൽ, ഭൗതികമാണെങ്കിൽ ഭൗതിക വിഷയത്തിലാണെങ്കിൽ അത് അനുവദനീയമാണെന്ന് പറയുകയും, എന്നാൽ ആളുകൾക്ക് പിന്നെ തൗഹീദ് ഉറക്കാത്തവരെ സംബന്ധിച്ചിടത്തോളം അവരെ ആദ്യം ഭൗതിക കാര്യങ്ങളിൽ സഹായിച്ച് പിന്നെ അഭൗതിക കാര്യങ്ങൾ അവരെ കൊണ്ട് ചോദിപ്പിച്ച് അങ്ങനെ ശിർക്കിലേക്ക് കൊണ്ടുപോകും എന്നതിനാൽ അത് വസീലത്തു ശിർക്കാണ്, ഹറാമാണ്, ശിർക്കാവുകയില്ല എന്ന വാദം ഉന്നയിക്കുന്നവർ ഇന്നും കേരളത്തിലുണ്ട്. ആ ഒരു കക്ഷിയാണ് നാളെയും വാദപ്രതിവാദം നടത്താൻ പോണത്. എന്നിട്ടും നട്ടുച്ച നേരത്ത് ഉദിച്ചുയരുന്ന സൂര്യൻ്റെ താഴെ നിന്ന് മഹാകുരിരുട്ട് എന്ന് പറയുന്ന വിഡ്ഢികളാകാൻ നമ്മൾ ശ്രമിക്കരുത്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ ഈമാനും ഇഖ്ലാസും സംരക്ഷിക്കാനും മരണം വരെ തൗഹീദിൻ്റെ മാർഗ്ഗത്തിൽ ഉറച്ചുകൊണ്ട് പ്രവർത്തിക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ സഹോദരങ്ങൾക്ക് അള്ളാഹു നല്ല വെളിച്ചം പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. തൗഹീദിൻ്റെ മാർഗ്ഗത്തിൽ ഒറ്റക്കെട്ടായി നിന്ന് ആർജവത്തോടെ അടരാടാനുള്ള തൗഫീഖ് തന്ന് അള്ളാഹു നാം ഇവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.